നമ്മളെ കേരളത്തിൽ ഏറ്റവും ആപ്റ്റായ ഡിസൈൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രഡീഷണലി നമ്മൾ മുന്നേ നമ്മുടെ നാട്ടിലുള്ള സ്ലോപ്പിംഗ് റൂഫ് പാറ്റേൺ ഉണ്ടല്ലോ, അതാണ് നമ്മളെ കേരളത്തിൽ ഏറ്റവും ആപ്റ്റായ ഡിസൈൻ. കാരണം നമ്മൾ കേരളത്തിൽ 6 months പ്ലസ് പെർ റെയിനാണ്. ഈ റെയിൻ ചുമരിൽ ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഡാമേജുകൾ വരും. നമ്മളെ കേരളത്തിൽ ഒരു വീടും ബഡ്ജറ്റിൽ അവസാനിക്കില്ല. ഇപ്പോൾ ഞാൻ പറയുമ്പോൾ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഫാമിലിൻ്റെ ഇടയിലുള്ള കേസാണ് ഞാൻ പറഞ്ഞത്. പൊതുവേ എല്ലാവരും ഒരു ബഡ്ജറ്റ് ഇടും. ആ ബഡ്ജറ്റ് ഇപ്പോൾ ഒരു 50 ലക്ഷം ആണെങ്കിൽ അത് വീട് പണിഞ്ഞ് തീരുമ്പോൾ ഒരു 60-65 എത്തും. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എന്തൊരു ആഡിങ് വന്നിട്ടുണ്ടാവും. ഇപ്പോൾ കിച്ചണിൻ്റെ കേസിലാണെങ്കിലും എന്തെങ്കിലും ഒരു എക്സ്പാൻഡേഷൻ വന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ ഈ റൂമിൻ്റെ ഇൻറ്റീരിയേഴ്സിൽ എന്തെങ്കിലും ചേഞ്ചസ് വന്നിട്ടുണ്ടാവും. ഇതൊക്കെ ചേഞ്ചസ് വരാമെന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പം ഈവൻ ഓരോ ഡേ ബൈ ഡേ നമുക്ക് എല്ലാ പ്രൊഡക്റ്റിനും റേറ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഓരോ പ്രൊഡക്റ്റും നമ്മൾ റേറ്റ് ഇപ്പോൾ ഓരോ ഇത് ആഡ് ചെയ്യുമ്പോൾ ഓരോ സംതിങ് ആയിട്ട് പറയാം, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ സംതിങ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടാവുള്ളൂ. പക്ഷേ എൻറ്റയർലി നോക്കുമ്പോൾ എന്താവും, ഇത് ഭയങ്കര ഹ്യൂജ് എമൗണ്ടായി മാറിയിട്ടുണ്ടാവും. അത് നമ്മൾ ഫൈനൽ എൻഡിങ്ങിൽ നമ്മൾ അറിയുള്ളൂ. ഇപ്പോൾ ഹൈ ക്ലാസ് ഉണ്ട്, മിഡിൽ ക്ലാസ്, ലോ ക്ലാസ് ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും എല്ലാതും ഓക്കെ ആവില്ല. അപ്പോൾ നിങ്ങളെ ബഡ്ജറ്റ് എന്താണോ ആ ബഡ്ജറ്റ് തീർക്കുമ്പോഴാണ് അത് ബഡ്ജറ്റീവായിട്ട് മാറുക. ഇപ്പോൾ യൂറോപ്പിലുള്ള വീടുകളൊക്കെ നിങ്ങൾക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം, സ്നോ വന്നാൽ എങ്ങനെ നിൽക്കണം, സ്നോ പുറത്തേക്ക് പോകാൻ എങ്ങനെ ചെയ്യണം, ഇതൊക്കെ നോക്കിയിട്ട് അവർ ചെയ്യാം. പക്ഷേ നമ്മളെ നാട്ടിൽ അങ്ങനെയല്ല. കുറേ ലൈറ്റ് വേണം അവർക്ക്, കുറേ റിമോട്ടിനുള്ള ഗേറ്റ് വേണം, ആർട്ടിഫിഷ്യലായിട്ടുള്ള പുല്ല് വേണം. ശരിക്കും വാസ്തു ഒരു സയൻസാണ്, ബേസിക് ഒരു സയൻസാണ് വാസ്തു. അത് അങ്ങനെ സോൾവ് ചെയ്ത് പോയാൽ മതി. നമ്മളും ഒരു ഡിസൈൻ ചെയ്യുമ്പോൾ ബേസിക് വാസ്തു ഒക്കെ നോക്കിയിട്ടാണ് എല്ലാ പ്രോജക്റ്റും നമ്മളും ഹാൻഡിൽ ചെയ്യുക. ഒന്ന് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പോകുമ്പോൾ കാണാം ഒരു ബസ് സ്റ്റോപ്പ് കാണാം. അതിന് എക്സ്പെൻസ് കേട്ട് നമ്മൾ തന്നെ ചിന്തിച്ചു പോകും, ഇത് ഇത്രയൊക്കെ വന്നിട്ടുണ്ടോ എന്ന്. അതായത് പാസ്സാവുന്ന ഫണ്ടിൻ്റെ 50% പോലും റിയൽ പ്രൊജക്റ്റിലേക്ക് വരാറില്ല എന്നുള്ളതാണ് സത്യം. അതിന് വലിയൊരു എക്സാമ്പിളാണ് നമ്മളെ കാലിക്കറ്റിലെ ബസ് ടെർമിനൽ, KSRTC ബസ് ടെർമിനൽ. അത് ഇപ്പോഴും കേസിൽ കിടക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അത് ഇപ്പോഴും കേസിൽ കിടക്കുകയാണ്. അതിൻ്റെ സ്ട്രക്ചർ ഒട്ടും ഒട്ടും സ്ട്രെങ്ത് അല്ല. ചണ്ഡീഗഡ് എന്ന് പറയുന്നത് പക്ക പ്ലാന്റ് സിറ്റിയാണ്. ഇപ്പോൾ ഓൾമോസ്റ്റ് ഇപ്പോൾ ഹൈദരാബാദും പ്ലാന്റ് സിറ്റിയാണ്. ഒരു ഇൻഫ്രാസ്ട്രക്ചർ അവർ ആദ്യം മേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ മേക്ക് ചെയ്ത് വെച്ച ഇൻഫ്രാസ്ട്രക്ചർ വെച്ചിട്ടാണ് ഇതൊക്കെ ഡിസൈൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നല്ലൊരു സിറ്റി പ്ലാനിങ്ങും നല്ലൊരു പ്ലാനിങ്ങും ഉണ്ടെങ്കിൽ ഇതിനൊക്കെ നമുക്ക് ഒബ്ജക്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഹലോ ഗൈസ്, അപ്പോൾ വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് എർച്ചി പോഡ്കാസ്റ്റ്. അപ്പോൾ നമ്മുടെ കൂടെ ഇന്നുള്ളത് 3 ആർക്കിടെക്ട്സാണ്, ഓണ്ടർപ്രണേഴ്സാണ്, നമ്മളെ നാട്ടിൽ നിന്ന് പെരിന്തൽമണ്ണ എന്നാണ്. അപ്പോൾ നമുക്ക് ഓരോ വിശേഷങ്ങൾ കേൾക്കാം. അവർക്ക് എന്താണ് ആർക്കിടെക്ട്സ് എന്നുള്ള രീതിയിൽ നമ്മളോട് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാം. അപ്പോൾ വെൽക്കം ടു എർച്ചി പോഡ്കാസ്റ്റ്. അപ്പോൾ നിങ്ങളെ 3 പേരൊന്ന് പറയുമോ നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട്? ഓക്കെ, എൻ്റെ പേര് യാസർ, ഞാൻ കോട്ടക്കലാണ്. ടൗൺ ആർക്കിടെക്ട്സിൻ്റെ കോ-ഫൗണ്ടറാണ്. ഞാൻ ഷിജാഫ്, ടൗൺ ആർക്കിടെക്ട്സിൻ്റെ തന്നെയാണ്. എന്താണ്, നാണാണോ? അവർക്ക് കണക്ഷൻ കിട്ടായിട്ട്. ഞാൻ മുഹമ്മദ് അദീബ്, മലപ്പുറം, കേരള അറിയാലോ, പിന്നെ പെരിന്തൽമണ്ണ ബേസ്ഡ് ആണ്. അപ്പോൾ നമ്മൾ 3 പേരാണ് ടൗൺ ആർക്കിടെക്ട്സിൻ്റെ പാർട്ട്നേഴ്സ്. ഓക്കെ, നമുക്ക് ആദ്യമായിട്ടാണ് കേട്ടോ ആർക്കിടെക്ട്സ് നമ്മളെ പോഡ്കാസ്റ്റിൽ വരുന്നത്. അപ്പോൾ ആർക്കിടെക്ട്സ് ആയതുകൊണ്ട് ചോദിക്കാം, നമ്മൾ പൊതുവേ ഒരു വീട് ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ പൊതുവേ ചിന്തിക്കണം അതൊരു കോൺട്രാക്ടറിനെ ഏൽപ്പിച്ചാൽ പോരെ. നമ്മൾ കൂടുതൽ എഫേർട്ട് ഒരു ആർക്കിടെക്റ്റിനെ കണ്ടുപിടിക്കാനൊന്നും നമ്മൾ പൊതുവേ ഇടാറില്ല. എന്തിനാണ് ഒരു ആർക്കിടെക്റ്റ് നമ്മളൊരു ബിൽഡിങ്, നമ്മളൊരു വീട് ഡിസൈൻ ചെയ്യുമ്പോൾ എന്തിനാണ്, വാട്ട്സ് ദ യൂസ് ഓഫ് എൻ ആർക്കിടെക്റ്റ്? ആർക്കിടെക്ട്സ് യൂസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരുടെ ഫങ്ഷൻസും ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പം നിങ്ങൾക്കുള്ള ആവശ്യങ്ങളാവില്ല വേറൊരാൾക്ക്. ഇപ്പോൾ ഒരു കോൺട്രാക്ടറെ ഫസ്റ്റ് ഒരു ആർക്കിടെക്റ്റിനെ അപ്രോച്ച് ചെയ്ത് ഒരു പ്ലാനും ഒരു 3Dയും എല്ലാം നമ്മൾ, അതായത് ഫസ്റ്റ് നമ്മൾ സൈറ്റ് കണ്ട് ഒരു പ്ലാൻ ഡെവലപ്പ് ചെയ്ത് അത് ക്ലയൻറ്റിനെ ഡിസ്കസ് ചെയ്ത് ഓക്കെ ആയതിനു ശേഷം മാത്രം ഒരു 3D അല്ലെങ്കിൽ ഒരു വ്യൂ എന്ന രീതിയിലേക്ക് നമ്മൾ ഡെവലപ്പ് ചെയ്യും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് ഒരു പ്രീ പ്രൊഡക്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് തന്നെ നമ്മൾ ഫിലിമിലൊക്കെ ചെയ്യുന്ന ഒരു പ്രീ പ്രൊഡക്ഷൻ പ്രോസസ്സ് പോലത്തെ ഒരു പ്രോസസ്സ് ഡിസൈനിങ്ങിലും കൺസ്ട്രക്ഷനിലും ഉണ്ട്. കൺസ്ട്രക്ഷൻ്റെ പ്രീ പ്രൊഡക്ഷൻ പ്രോസസ്സാണ് ആർക്കിടെക്ട്സിൻ്റെ മെയിൻ ഏരിയ. പിന്നെയുള്ള പ്രോസസ്സാണ് ഒരു കോൺട്രാക്ടർ കൺസ്ട്രക്ഷനിലോട്ട് നീങ്ങുമ്പോഴാണ് ഒരു സ്റ്റാർട്ട് ചെയ്യുക. അതാണ് ഡിഫറൻസ്. നമ്മൾ കാര്യമായിട്ട് ഫോക്കസ് ചെയ്യുന്നത് പ്ലാനിങ്, അതേപോലെ അതിൻ്റെ ഫങ്ഷനാലിറ്റി. ഇപ്പം നിങ്ങളുടെ റിക്വയർമെൻറ്റ്സ് അനുസരിച്ച് പ്ലാൻ ചെയ്യുക. നിങ്ങൾക്ക് ആവശ്യമുള്ളത് ആവില്ല വേറൊരാൾക്ക്, അത് ക്ലയൻറ്റ് അനുസരിച്ച് വേരി ചെയ്യും. അപ്പോൾ അതാണ് ഒരു ആർക്കിടെക്ട്സിൻ്റെ മെയിൻ പരിപാടി. നിങ്ങൾ നമ്മളോട് ചോദിച്ചില്ല തന്നെ ഒരു ക്വസ്റ്റ്യൻസ് ഉണ്ട്, എന്തുകൊണ്ടാണ് കോൺട്രാക്ടർ എന്ന് മനസ്സിലായില്ല. നിങ്ങൾ തന്നെ ഓപ്ഷൻ ഇട്ടല്ലോ, കോൺട്രാക്ടർ ഉണ്ട്, സംതിങ് ഉണ്ട് പറഞ്ഞല്ലോ. അപ്പോൾ കോൺട്രാക്ടർ എന്ന് പറയുന്ന ആൾക്കാർ തന്നെ അപ്പോൾ അവർ ഒരു പ്രോഡക്റ്റ് ലീഡ് ചെയ്തിട്ട് അത് ബിൽഡപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ബിൽഡപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ ബാക്ക് ഓഫ് അവർക്ക് ആവശ്യമായ എല്ലാ എല്ലാ തീംസ്, അതായത് ഇപ്പോൾ യാസർ പറഞ്ഞ പോലെ സ്റ്റാർട്ടിങ് മുതൽ നമ്മളെ സൈറ്റ് പ്ലാനിങ്സ്, നമ്മളെ സൈറ്റ് സ്റ്റഡീസ്, പിന്നെ അവരോട് സംസാരിക്കുന്ന മിംഗ്ലിങ്സ്, അതിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ നിങ്ങൾ നമ്മളോട് ഒരു അപ്രോച്ച് ചെയ്യാണ്, നമുക്കൊരു ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കിവിടെ ഒരു കാലിക്കറ്റിലൊരു
ഒരു 15 അല്ലെങ്കിൽ 20 സെൻറ്റ് ഉണ്ട്, അപ്പോൾ നമുക്ക് ഇവിടെ ഒരു വില്ല അല്ലെങ്കിൽ നമുക്കൊരു റെസിഡൻഷ്യൽ പ്രൊജക്റ്റ് ഉണ്ട്, നിങ്ങൾ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ഓഫ് ആൾ നമ്മൾ നിങ്ങളോട് അപ്രോച്ച് ചെയ്ത് നമുക്ക് ഫസ്റ്റ് സൈറ്റ് കാണുന്നേ പറയാം. മനസ്സിലായല്ലോ? നമ്മൾ ഫസ്റ്റ് വന്ന് നിങ്ങളെ സൈറ്റ് കണ്ടിട്ട് നമ്മൾ ഫുള്ള് വാലുവേറ്റ് ചെയ്യും. എന്താണ് സൈറ്റിൽ ഇപ്പോഴത്തെ കറൻറ്റ്ലി സിറ്റുവേഷൻ എന്ന് ഫുള്ള് വാലുവേറ്റ് ചെയ്തിട്ട് നമ്മളതിൻ്റെ ഡീറ്റെയിൽ സ്റ്റാർട്ടിങ് മുതലേ നമ്മൾ ടോപ്പോഗ്രഫി എടുക്കും. മനസ്സിലായില്ലേ? അതിൻ്റെ എങ്ങനെയാണ് സൈറ്റ് കിടക്കുന്ന ഘടന, ടോപ്പോഗ്രഫി അത് നമ്മൾ എടുത്തിട്ട് നമ്മൾ ബ്രീഫ് ഓഫ് സ്കെച്ചിങ് കഴിഞ്ഞിട്ടാണ് നമ്മളൊരു ഫൈനൽ സ്റ്റേജിലോട്ട് എത്തുന്നത്. ഈവൻ നമ്മൾ സഡനായിട്ട് ഒരു പ്ലാനിലോട്ട് എത്തുകയല്ല. മനസ്സിലായില്ലേ? ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ തന്നെ നമ്മൾ കളക്റ്റീവ് ഓഫ് പേപ്പേഴ്സ് ഉണ്ടാവും നമുക്ക്. നിങ്ങൾ ആർക്കിടെക്ട്സിന് നിങ്ങളിപ്പോൾ പോളണ്ട് ബേസ്ഡ് ആണല്ലോ, നിങ്ങളും കുറേ ഫ്രണ്ട്സിനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. നമുക്ക് കുറേ കളക്റ്റീവ് ഓഫ് പേപ്പേഴ്സാണ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ പ്ലാനിങ്ങിലോട്ട് എത്തുന്നത്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മൾ കുറേ സോണിങ്സും നമ്മൾ ബബിൾ ഡയഗ്രാംസും ഈവൻ നമ്മൾ റെഫറൻസ് എടുക്കുന്ന പിൻട്രസ്റ്റ് വരെയാണെങ്കിലും അപ്പോൾ നമ്മൾ ഒരുപാട് കളക്റ്റീവ്സാണ്. ഈ ഫൈനൽ കളക്റ്റീവ്സ് എന്നൊക്കെ ക്ലബ് ചെയ്താണ് നമ്മൾ പ്രൊഡക്റ്റ് ആക്കി എടുക്കുന്നത്. ഈ പ്രൊഡക്റ്റാണ് നമ്മൾ ഫൈനലായിട്ടാണ് കോൺട്രാക്റ്റിനോട് നമ്മൾ ടേക്ക് ഓവ് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ കോൺട്രാക്ടർ എന്ന് പറയുന്നത് നമ്മൾ എന്താണോ പറയുന്നത് അത് ഡിമാൻഡ് ചെയ്തൊരു വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് പക്ക കോൺട്രാക്ടേഴ്സ്. നല്ല കോൺട്രാക്ടേഴ്സ് നമ്മുടെ നാട്ടിൽ ഒരുപാടുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ അവർക്ക് നമ്മളൊരു കോമൺ പ്ലാൻ കൊടുത്താൽ ചിലപ്പോൾ അവർ അത്രത്തോളം നമ്മൾ നോർമലി ബ്രീഫ് ചെയ്യുന്ന അത്രത്തോളം അവർ ബ്രീഫ് ചെയ്യണമെന്നില്ല. അവരെ കുറ്റം പറയില്ല. അവരൊരു ടീമും അവരുടെ സ്റ്റേജും അവർ ചെയ്യുന്ന പ്രൊഫഷൻ അതാണ്. മനസ്സിലായല്ലോ? ഇതാണ് മെയിൻ ഡിഫറൻസ്. പിന്നെ നമ്മൾ ഇരിക്കുന്നത് നമ്മളിപ്പോൾ എക്സാമ്പിൾ പറയാം, സ്റ്റാർട്ടിങ് മുതൽ നമ്മൾ ഒരു സ്ട്രക്ചറൽ എഞ്ചിനീയേഴ്സ് നമ്മൾ മീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആർക്കിടെക്ട്സ് ആണെങ്കിലും ഇത് സ്ട്രക്ചറാണല്ലോ. ഇപ്പോൾ സ്ട്രക്ചറൽ എഞ്ചിനീയേഴ്സ് നമ്മൾ മീറ്റ് ചെയ്യുന്നുണ്ട്. അവരോടുള്ള മീറ്റിംഗ്സും അവരോടുള്ള കമ്മ്യൂണിക്കേഷൻ കാര്യങ്ങൾ കഴിഞ്ഞ് നമ്മൾ പ്രൊഡക്റ്റിലോട്ട് എത്തുന്നത്. അപ്പോൾ ഈ സ്ട്രക്ചറൽ എഞ്ചിനീയേഴ്സും ഈവൻ കോൺട്രാക്ടേഴ്സും ഇവരെല്ലാം കൂടി മിങ്കിൾ ചെയ്തിട്ട് നമുക്ക് ഈവൻ ഒരു ഫൈനൽ പ്രൊഡക്റ്റ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനൊരു പ്രൊഡക്റ്റിന് നമ്മൾ എന്ത് ചെയ്യും, നമ്മളൊരു ബേസ് നമ്മളാണ് ചെയ്ത് കൊടുക്കുക. മനസ്സിലായോ? ഒരു ബേസ് പ്ലാൻ നമ്മൾ ചെയ്ത് കൊടുത്തിട്ട് ഇതിനാണ് ബാക്കി ഡെവലപ്മെൻറ്റ്സ് ഒക്കെ നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഇങ്ങനെ കുറേ പറഞ്ഞു പോയിക്കൊണ്ടേ നിൽക്കും. അല്ല, ഞാൻ കാര്യം ചോദിക്കട്ടെ. ഇപ്പോൾ പൊതുവേ എല്ലാവരും വിചാരിക്കുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ എല്ലാവരും പൊതുവേ പറയുന്നൊരു കാര്യമുണ്ട്, ഒരു എഞ്ചിനീയർ വിചാരിച്ചാലും ഈ പരിപാടിയൊക്കെ നടക്കൂലേ, അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ ഫോർ എക്സാമ്പിൾ എൻ്റെ കേസ് പറഞ്ഞു. ഇപ്പോൾ ഞാൻ നാട്ടിൽ എൻ്റെ വീട് എന്ന് പറഞ്ഞാൽ ഏകദേശം കുറേ കൊല്ലങ്ങൾ 10-15 വർഷം മുമ്പ് ഉണ്ടാക്കിയ വീടാണ്. അപ്പോൾ ആ ടൈമിൽ ഇങ്ങനെ ഈ ആർക്കിടെക്ചർ എന്ന് പറയുന്ന ഒരു സെറ്റപ്പ് അല്ലെങ്കിൽ അതിന് അത്രത്തോളം ഒരു ഇതില്ല, ലൈക്ക് നമ്മുടെ ഇടയിൽ ആൾക്കാരില്ല എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. അപ്പോൾ ഒരു എഞ്ചിനീയറാണ് എൻ്റെ വീടിൻ്റെ പ്ലാൻ വരച്ചതും ആ എഞ്ചിനീയർ വരച്ച പ്ലാനിലാണ് നാട്ടിലുള്ള കോൺട്രാക്ടർ, അതുപോലെ അവർ ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഡെയിലി വേജിന് വരുന്ന ആൾക്കാർ നമ്മളാ ഒരു കോൺട്രാക്ടർ കൊടുത്ത് അവരാണത് ആ വീട് ഉണ്ടാക്കിയത്. അപ്പോൾ ലൈക്ക് ഒരു എഞ്ചിനീയറും ആർക്കിടെക്റ്റും തമ്മിൽ എങ്ങനെയാണ് നമ്മൾ വ്യത്യാസം വേർതിരിക്കുക, എങ്ങനെയാണ് അവരുടെ വർക്കിംഗ്, എങ്ങനെയാണ് ഒരു വീട് ഉണ്ടാക്കുമ്പോൾ? ബേസിക്കലി നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഡിസൈനിങ്ങിലാണ്. നമ്മളെ ഡിസൈൻ എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മളൊരു കോൺട്രാക്ടേഴ്സ് കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർ കാര്യങ്ങൾ. സ്ട്രക്ചറലി അവരാണ് കൂടുതൽ നമ്മളിലേറെ ഒരു ഡിസൈനെ കാണുക. അപ്പോൾ നമ്മൾ നല്ലൊരു ഡിസൈൻ ചെയ്താൽ അതിനെങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണം, അതിൻ്റെ സ്ട്രക്ചറലി അതിനെങ്ങനെ സ്റ്റേബിൾ ആക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ അതാണ് ആ ഒരു ഡിഫറൻസ് മെയിനായിട്ട് കാണിക്കുന്നത്. ഇപ്പോൾ പറയുകയാണെങ്കിൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ സോണിങ് വൈസ് ഇപ്പോൾ നമ്മളെ ഒരു സ്പേസ് ക്വാളിറ്റി എന്നൊക്കെ പറയാറുണ്ടല്ലോ. ഇപ്പോൾ നിങ്ങൾ തന്നെ ഇപ്പോൾ ഇൻസ്റ്റയിലൊക്കെ ഇങ്ങനെ ടാഗ് ചെയ്യുന്ന സമയത്ത് കുറേ ആർക്കിടെക്ട്സിൻ്റെ കുറേ വർക്കുകൾ കാണാറുണ്ടാവും ബേസിക്കലി. അപ്പോൾ ആ സ്പേസ് ക്വാളിറ്റി കാര്യങ്ങൾ ഒക്കെ നിങ്ങൾ തന്നെ ഡിസ്കസ് ചെയ്യാറുണ്ടാവുമല്ലോ കോമൺ ആയിട്ട്. നല്ല കൊള്ളാം. അപ്പോൾ നിങ്ങളിരിക്കുന്ന ഒരു ബാക്കിലെ ആ ഒരു തീമും കാര്യങ്ങളും, അപ്പോൾ നിങ്ങൾക്കത് വർക്കൗട്ട് ചെയ്യണമെങ്കിൽ ഇപ്പോൾ നിങ്ങളിരിക്കുന്ന ഒരു സെറ്റപ്പ് ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ബാക്കിൽ നിങ്ങൾക്ക് നല്ലൊരു തീം വരണം, അങ്ങനെയൊക്കെ എല്ലാവർക്കും ബേസിക്കലി ആഗ്രഹമുണ്ട്. അപ്പോൾ നമ്മൾ കോമൺ ആയിട്ട് നമ്മൾ കൂടുതലും നല്ല സ്പേസ് ക്വാളിറ്റീസ്, നല്ല സോണിങ് വേസുകൾ, ഓക്കെ, ഇതൊക്കെ ബെറ്ററായി ഒരു ഓപ്ഷനിലോട്ട് എത്താം. അത് ആ ഒരു തീമിനൊക്കെ വേണ്ടിയിട്ടാണ് കൂടുതലൊന്നും കൂടി നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത്. ഈവൻ ഇതിൻ്റെ ഒക്കെ ഇമ്പോർട്ടൻസ് ആയിട്ടും നമ്മൾ ബഡ്ജറ്റ് ഭയങ്കര കൺസ്ട്രെയിനാണ് നമ്മുടെ നാട്ടിൽ. അപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മളൊരു ഈവൻ ഒരു ബഡ്ജറ്റ് ഭയങ്കര ഇഷ്യൂ ആണ്. ഇപ്പോൾ എല്ലാവർക്കും ഒരുപോലെ ബഡ്ജറ്റ് ഒരുപോലെ ആവണമെന്നില്ല. മനസ്സിലായല്ലോ? അപ്പോൾ നിങ്ങൾക്ക് നമുക്ക് കാര്യങ്ങൾ ഇപ്പോൾ ഫൈസലാണ്, നിഷിനാണ്, നിങ്ങൾക്ക് നമുക്ക് ഓപ്പണായിട്ട് കാര്യങ്ങൾ പറയുന്നുള്ളൂ. നമ്മുടെ ആസ് എ ക്ലൈൻറ്റ്, ആസ് എ ആർക്കിടെക്റ്റ് ആകുമ്പോൾ നിങ്ങൾ പറയും ഇതാണ് നമ്മളെ ബഡ്ജറ്റ്, ഇത്രയാണ് നമ്മളെ ബഡ്ജറ്റ് എന്ന് പറയും. അപ്പോൾ ആ ബഡ്ജറ്റ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ ആ ഏത് ബഡ്ജറ്റിലാണെങ്കിലും ഈവൻ നമ്മൾ ഹയറിലാണെങ്കിൽ ലോയിലാണെങ്കിൽ നമുക്ക് അങ്ങനെ ഈവൻ അങ്ങനെ ഹൈ ലോ അങ്ങനെ ഇതൊന്നും സെപ്പറേഷനൊന്നുമില്ല. ഏതാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക, നല്ല സ്പേസ് ക്വാളിറ്റി ഈക്വാലിറ്റി ചെയ്തിട്ട് നല്ല സ്പേസ് ക്വാളിറ്റി കൊടുക്കുക, അവർക്ക് നല്ല വെന്റിലേഷൻസ് കൊടുക്കുക, നല്ല ഓറിയൻറ്റേഷൻ കൊടുക്കുക. ഇതൊക്കെ നമ്മൾ മെയിനായിട്ട് നോക്കുന്നത്. നല്ല ഓപ്പണിങ്സ് കൊടുക്കുക. ഇപ്പോൾ ഈവൻ നമ്മളെ വീട്ടിലെ ഏജിലെ ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ അവരോടൊക്കെ നമ്മൾ വീട്ടിൽ ഇപ്പോൾ നമ്മളെ ഗ്രാൻഡ് മദേഴ്സ്, ഗ്രാൻഡ് പാരൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ഇപ്പോൾ ഫാദർ ആണെങ്കിലും. അപ്പോൾ അവർക്ക് എല്ലാവർക്കും സ്യൂട്ടായ ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ആ സ്പേസൊക്കെ നമ്മൾ നന്നായിട്ട് ക്രിയേറ്റ് ചെയ്യണം. അതിനൊക്കെ ഒരു ബെറ്റർ ഓപ്ഷൻ കാണണം. അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോഴാണ് ഇപ്പം നമ്മൾ ഓക്കെ. അപ്പോൾ ബ്രോ, ഞാൻ ഡൗട്ട് ചോദിക്കട്ടെ. നമ്മളെ ബഡ്ജറ്റിങ്ങിൻ്റെ കേസ് പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്. നമ്മളെ കേരളത്തിൽ ഒരു വീടും ബഡ്ജറ്റിൽ അവസാനിക്കില്ല. ഇപ്പോൾ ഞാൻ പറയുമ്പോൾ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഫാമിലിൻ്റെ ഇടയിലുള്ള കേസാണ് ഞാൻ പറഞ്ഞത്. പൊതുവേ എല്ലാവരും ഒരു ബഡ്ജറ്റ് ഇടും. ആ ബഡ്ജറ്റ് ഇപ്പോൾ ഒരു 50 ലക്ഷം ആണെങ്കിൽ അത് വീട് പണിഞ്ഞ് തീരുമ്പോൾ ഒരു 60-65 എത്തും.
അപ്പോൾ എന്തുകൊണ്ടാണ് കേരളത്തിലെ വീടുകളൊന്നും ബഡ്ജറ്റിൽ അവസാനിക്കാത്തത്? അത് നിങ്ങൾ ഫസ്റ്റ് ഒരു ആർക്കിടെക്റ്റിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ നമ്മളെ ബഡ്ജറ്റ് നമ്മൾ ക്ലിയർ ആയിട്ട് ആർക്കിടെക്റ്റിനോട് പറയണം. എന്നിട്ട് നമ്മൾ പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്ത് അതിൻ്റെ കംപ്ലീറ്റ് പ്ലാനിങ്ങും അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽ ഡ്രോയിങ് പിന്നെ അതിൻ്റെ വ്യൂസ് ഇതൊക്കെ കംപ്ലീറ്റ് റെഡി ആയതിനു ശേഷം മാത്രമേ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. നമ്മളവിടെ ചില ഒരു ഓൾഡ് പ്രാക്ടീസാണ്, ആദ്യം വർക്കാണ് സ്റ്റാർട്ട് ചെയ്യും, പിന്നെ ഇതിൻ്റെ ആയിരിക്കും ഇതിൻ്റെ വ്യൂവിൽ അല്ലെങ്കിൽ ഇതിൻ്റെ ഇൻറ്റീരിയറിലൊക്കെ നമ്മൾ ഫോക്കസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടില്ല. അപ്പോൾ നമ്മൾ ചിലപ്പോൾ കെട്ടിയ ഭാഗം പൊളിക്കേണ്ടി വരും, അപ്പോൾ നമുക്ക് കുറച്ച് ലൂസ് വരും. അല്ലെങ്കിൽ നമ്മൾ നമ്മൾ ആഗ്രഹിച്ച പോലെ വ്യൂ ആയില്ലെങ്കിൽ നമ്മൾ പിന്നെ എക്സ്പെൻസ് കൂടും. പ്രോപ്പർ പ്ലാനിങ്ങും മുൻകൂട്ടി ഇതിനെപ്പറ്റി ധാരണ ഇല്ലാതെ പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് വരുന്ന പ്രശ്നങ്ങളാണ് അധികവും. ഇപ്പോൾ യാസർ പറഞ്ഞതിൽ തന്നെ ഒന്ന് ഡീറ്റെയിൽഡ് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഞാനോ നിങ്ങളാണെങ്കിൽ നമ്മളൊരു വീട് ഡിസൈൻ ചെയ്യുമ്പോഴേ ഇപ്പോൾ നമ്മൾ ഈവൻ ഫൈനലൈസ് ചെയ്താൽ തന്നെ നമ്മൾ അത് പ്രൊഡക്റ്റായി കഴിയുമ്പോൾ നമുക്ക് ഒരുപാട് ചേഞ്ചസ് നിങ്ങൾക്കും നമുക്കും വരും. മീൻസ് നമ്മൾ പറയുകയാണ് ഇപ്പോൾ നമ്മളെ ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പ്രത്യേകിച്ച് കേരള ഒരു ഇന്ത്യൻസിന് പറയാം, നമ്മൾ ബേസിക് എല്ലാവരും നീഡ്സാണ് ഒരു നല്ലൊരു വീട് എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ ഏതൊരു വീട്ടിൽ പോയാലും നമ്മളമ്മമാർക്കും നമ്മളെ സിസ്റ്റേഴ്സിനും എല്ലാവർക്കും ഒരു ആഗ്രഹമായിരിക്കും ഒരു നല്ലൊരു വീട് എല്ലാവർക്കും ആഗ്രഹമായിരിക്കും. അപ്പോൾ നമ്മൾ ഈവൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ ഈവൻ ഇപ്പോൾ എക്സാമ്പിൾ നമ്മളെ ലേഡീസ് ആണെങ്കിൽ അവർക്ക് അത്രത്തോളം കൺസേൺ ആവണമെന്നില്ല, അവർക്ക് ബേസിക് തീമേ ഉണ്ടാവുള്ളൂ. പക്ഷേ റിയാലിറ്റിക്ക് എത്തുമ്പോൾ അവർക്ക് ഇതൊന്നും ഓക്കെ ആവില്ല, മനസ്സിലായില്ലേ? അപ്പോൾ അവർക്ക് ഇത് പോരാ, അല്ലെങ്കിൽ നമുക്ക് ഇത്രയും കൂടി ആഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ ആഡിങ്സ് വരുന്നതും ഒരു ഒബ്ജക്ഷനാണ്. അത് ഇപ്പോൾ എല്ലാവരും പറയുന്ന പോലെ തന്നെ നമ്മൾ ഈ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ബഡ്ജറ്റ് വെക്കും. പക്ഷേ എന്തുകൊണ്ടാണ് ഇത് ഫൈനൽ ആഡിങ് വന്നത് നമ്മൾ ആരും പെട്ടെന്ന് ആരും നമ്മൾ എന്ത് ചെയ്യില്ല, ഇത് എന്തുകൊണ്ടാണ് വന്നത് നമ്മൾ നോക്കില്ല. അത് നോക്കാതെ ബേസിക് കാര്യം എന്താ വെച്ചാൽ നമ്മളെ വീട്ടിൽ നമ്മൾ ഡിസൈൻ ചെയ്തതിനേക്കാളും നമ്മൾ എന്തെങ്കിലും ആഡിങ് ഈവൻ വൺസ് വന്നിട്ടുണ്ടാവും. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എന്തൊരു ആഡിങ് വന്നിട്ടുണ്ടാവും. ഇപ്പോൾ കിച്ചണിൻ്റെ കേസിലാണെങ്കിലും എന്തെങ്കിലും ഒരു എക്സ്പാൻഡേഷൻ വന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ ഈ റൂമിൻ്റെ ഇൻറ്റീരിയേഴ്സിൽ എന്തെങ്കിലും ചേഞ്ചസ് വന്നിട്ടുണ്ടാവും. ഇതൊക്കെ ചേഞ്ചസ് വരാമെന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പം ഈവൻ ഓരോ ഡേ ബൈ ഡേ നമുക്ക് എല്ലാ പ്രൊഡക്റ്റിനും റേറ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഓരോ പ്രൊഡക്റ്റും നമ്മൾ റേറ്റ് ഇപ്പോൾ ഇത് ആഡ് ചെയ്യുമ്പോൾ ഓരോ സംതിങ് ആയിട്ട് പറയാം, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ സംതിങ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടാവുള്ളൂ. പക്ഷേ എൻറ്റയർലി നോക്കുമ്പോൾ എന്താവും, ഇത് ഭയങ്കര ഹ്യൂജ് എമൗണ്ടായി മാറിയിട്ടുണ്ടാവും. അത് നമ്മൾ ഫൈനൽ എൻഡിങ്ങിൽ നമ്മൾ അറിയുള്ളൂ. ഇതാണ് സിമ്പിൾ കാര്യം. പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ നമ്മുടെ കേരളത്തിലൊക്കെ ഒരു വീട് എൻ്റെ ഒരു അറിവിലാണെന്നുണ്ടെങ്കിൽ ഒരു 2 to 3 years എടുക്കാറുണ്ട് പൊതുവെ, അല്ലേ? ഓൺ ആൻ ആവറേജ് ഒരു വീട് കംപ്ലീറ്റ് ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ തുടങ്ങുമ്പോൾ ഉണ്ടാവുന്ന ട്രെൻഡ് അല്ല 3 വർഷം കഴിഞ്ഞിട്ടുണ്ടാവുന്ന ട്രെൻഡ്. ചിലപ്പോൾ അതും ഒരു ഫാക്ടർ അല്ല ഇതിൽ. അങ്ങനെ പറയാൻ പറ്റില്ല. ഇതിപ്പോൾ ഈ 3 years ഒക്കെ പ്രോജക്റ്റ് തീരാൻ ടൈം എടുക്കാനുള്ള മെയിൻ റീസണ് ചിലപ്പോൾ പ്രോപ്പറായിട്ട് ഫണ്ട് ഫ്ലോ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ ഈ മഴ കാരണം നാച്ചുറൽ കലാമിറ്റി കാരണമൊക്കെ ഭയങ്കര ഡിലേ ആയി പോകും. ഇതാണ് മെയിൻ റീസണായിട്ട് വരിക. ട്രെൻഡ് സെക്ടർ പറഞ്ഞാൽ നമ്മൾ എപ്പോഴും ട്രെൻഡിലോട്ട് ഫോക്കസ് ചെയ്ത് ഡിസൈൻ ചെയ്യരുത്. നമുക്ക് ആവശ്യമുള്ള നീഡിനനുസരിച്ചുള്ള ഡിസൈനാണ് അധികം നമ്മൾ ചെയ്യേണ്ടത്. ട്രെൻഡ് മാറിക്കൊണ്ട് നിൽക്കും. നമുക്ക് എന്താവശ്യം, നമ്മളെ വീട്ടുകാർക്ക് എന്താവശ്യം, ഫങ്ഷണാലിറ്റി ബേസ്ഡ് ഡിസൈൻ ആയിരിക്കണം നമ്മൾ അധികം ഫോളോ ചെയ്യേണ്ടത്. കാരണം നമ്മൾ വീടാണല്ലോ വീട് വെക്കുന്നതും ഒരു കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് വെക്കുന്നതും ഇതൊക്കെ ഡിഫറെൻറ്റ് ക്രൈറ്റീരിയാസാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട അങ്ങനത്തെ ഇതിലാവണം. അപ്പോൾ പിന്നെ ട്രെൻഡ് ഒരു പ്രശ്നമാവില്ല. ട്രെൻഡ് മാറിയാലും നമ്മളെ വീട് നമുക്ക് ഓക്കെ ആയിരിക്കും. നമ്മളെ നാട്ടിലിപ്പോൾ ഈ ബോക്സ് ടൈപ്പ് ഡിസൈൻസ് ഉള്ള ഹൗസസ് കുറേ വരുന്നുണ്ടല്ലോ. ഇതിപ്പോൾ നമ്മളെ കാലാവസ്ഥക്കൊക്കെ പിന്നെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഡിസൈനാണ്. അത് ആൾക്കാർ ജസ്റ്റ് യൂറോപ്പിൽ നിന്ന് എവിടെന്നെങ്കിലും കണ്ടിട്ട് ജസ്റ്റ് ഇങ്ങോട്ട് കൊണ്ടുവരികയാണോ? ഇപ്പോൾ അതെ, ലൈക്ക് എസ്തറ്റിക് ആയിട്ട് ആൾക്കാർ കൊണ്ടുവരാൻ നോക്കേണ്ട വൈറ്റ് പെയിൻ്റ് അടിച്ചിട്ടുള്ള ഒരുപാട് വീടുകൾ നോക്കുകയാണെങ്കിൽ ഒക്കെ മനസ്സിലായി. ഇപ്പോൾ യൂറോപ്പിലുള്ള വീടുകളൊക്കെ നിങ്ങൾക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം, സ്നോ വന്നാൽ എങ്ങനെ നിൽക്കണം, സ്നോ പുറത്തേക്ക് പോകാൻ എങ്ങനെ ചെയ്യണം, ഇതൊക്കെ നോക്കിയിട്ട് അവർ ചെയ്യാം. പക്ഷേ നമ്മളെ നാട്ടിൽ അങ്ങനെയല്ല. കുറേ ലൈറ്റ് വേണം അവർക്ക്, കുറേ പിന്നെ റിമോട്ടിനുള്ള ഗേറ്റ് വേണം, ആർട്ടിഫിഷ്യലായിട്ടുള്ള പുല്ല് വേണം. ഒരുപാട് വീടുകൾ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം, ഒരു ഗ്രാമത്തിൽ പോയിട്ടുണ്ടെങ്കിൽ ഒരേ ഡിസൈനുള്ള വീടുകളുണ്ടാവും. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഗ്രാമത്തിലൊരു ഡിസൈനർ ഉണ്ടാവും. അയാളെ സങ്കല്പം എന്താണോ അതാണ് ആ നാട് മൊത്തം ഡിസൈൻ ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പോൾ കൂടുതൽ മിനിമലാവാൻ നോക്കുന്ന, കൂടുതൽ ഡിസൈൻസ് മിനിമലാവുമ്പോൾ എല്ലായിടത്തും ക്രിയേറ്റിവിറ്റി അവിടെ നഷ്ടപ്പെടുന്നുണ്ട് പല സ്ഥലത്തും. അപ്പോൾ എല്ലായിടത്തും ഒരേപോലെ വരുന്നുണ്ട്. മനസ്സിലായോ? ഇപ്പോൾ ഒരു ബോക്സ് ടൈപ്പ് ഡിസൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് കൂടുതലായിട്ടൊന്നും ചെയ്യാനില്ല. ഉള്ളിൽ ചിലപ്പോൾ മാറ്റങ്ങളുണ്ടാവും, പക്ഷേ പുറത്തുനിന്ന് കാണുമ്പോൾ എല്ലാം സിമിലറായിട്ട് തോന്നും. നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ലൈക്ക് നിങ്ങൾ ഒരാൾ അപ്രോച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ ആ സ്ഥലം നോക്കി അവിടുത്തെ കാലാവസ്ഥ, അവിടുത്തെ ഒരു എങ്ങനെയാണ് ആ പിന്നെ ലാൻഡ് എങ്ങനെയാണ് നോക്കി അങ്ങനെയൊക്കെയാണോ നിങ്ങൾ ഡിസൈൻ ചെയ്യുക? ലൈക്ക് അതൊന്നും അറിയില്ല. അങ്ങനെ ചെയ്യുമ്പോൾ അത് ക്ലയൻസ് എങ്ങനെയാണ് അതിനെ നോക്കി കാണലെന്നുള്ളതും കൂടി.
അത് നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മുടെ കേരളത്തിൽ ഏറ്റവും ആപ്റ്റായ ഡിസൈൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രഡീഷണലി നമ്മുടെ നാട്ടിലുള്ള സ്ലോപ്പിംഗ് റൂഫ് പാറ്റേൺ ഉണ്ടല്ലോ, അതാണ് നമ്മൾ കേരളത്തിലെ ഏറ്റവും ആപ്റ്റായ ഡിസൈൻ. കാരണം നമ്മൾ കേരളത്തിൽ 6 months പ്ലസ് ഇപ്പോൾ റെയിനാണ്. ഈ റെയിൻ ചുമരിൽ ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഡാമേജുകൾ വരും. സിമ്പിളായിട്ട് പറയുന്നത് ട്രോപ്പിക്കൽ അല്ലേ? സിമ്പിൾ നമ്മൾ ട്രോപ്പിക്കൽ സ്റ്റൈൽ നമുക്ക് അതാണ് ഏറ്റവും ഫെമിലിയർ. പിന്നെ ഇതേപോലെ ഓരോ ക്ലയൻസ് നമുക്ക് ഫോട്ടോ ആയിട്ട് വരും, നമുക്ക് ഇങ്ങനെ ബോക്സ് ടൈപ്പ് വേണം, കണ്ടംപററി ടൈപ്പ് വേണം, നമുക്കത് വർക്കൗട്ട് ചെയ്യാൻ പറ്റും. അതിലും നമുക്ക് ഓവർ ഹാങ്ങിങ് ഒക്കെ ഇട്ട് വർക്കൗട്ട് ചെയ്തെടുക്കാം. പക്ഷെ അത് ഹൈലി മെയിൻ്റെനൻസ് ആയിരിക്കും. നോർമൽ ഒരു ട്രോപ്പിക്കൽ വീട് ചെയ്താൽ മെയിൻ്റെനൻസ് ആയിരിക്കും. കാരണം നമ്മളെ ക്ലൈമറ്റിൽ അത്ര സൂട്ടബിൾ അല്ല. ഈ മഴ പെയ്യുന്നതുകൊണ്ട് ചൂടുണ്ടാകും. ഈ ഫ്ലാറ്റ് റൂഫുകളാകുമ്പോൾ ടെമ്പറേച്ചർ കൂടും, സ്ലോപ്പ് റൂഫിലേറെ. അപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ നമുക്ക് നിങ്ങൾ ഒരു പോയിന്റ് പറഞ്ഞല്ലോ, സൈറ്റ് കണ്ടീഷൻ നോക്കാറുണ്ടോ നിങ്ങൾ പറഞ്ഞല്ലോ. നമ്മൾ ഫസ്റ്റ് പോയിന്റ് നമ്മൾ ഒരു സൈറ്റിലോട്ട് പോകുമ്പോൾ നമ്മൾ ശരിക്കും നോക്കാറ് അതിൻ്റെ നോർത്ത് വെസ്റ്റ് സൈഡുകളും സൈറ്റ് കണ്ടീഷൻസ് ആണ് ബേസിക്കലി ഫസ്റ്റ് നോക്കാറ്. ഈവൻ ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. പക്ഷെ നമ്മളെ നാട്ടിലെ ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അത് ഡിപ്പെൻഡ് ചെയ്ത് ചില പ്ലാൻസ് നമുക്ക് ചേഞ്ചസ് ചെയ്യേണ്ടി നമ്മൾ നിർബന്ധമായി മാറും. മനസ്സിലായല്ലോ? ചില വാസ്തുക്കൾ പ്രകാരം നമ്മൾ നോക്കുമ്പോൾ ചില പോയിന്റിൽ നമ്മൾ എന്ത് ചെയ്യും, ഇത് ചേഞ്ചസ് എന്തായാലും വരുത്തണം എന്നൊരു ഓപ്ഷനിലോട്ട് നമ്മൾ എന്തായാലും എത്തിപ്പോവും. ഇപ്പോൾ ഫൈനലായിട്ട് ഇപ്പോൾ ഈവൻ നമ്മളൊരു പ്ലാനിൽ ചിലപ്പോൾ നമ്മളെല്ലാവരും ഓക്കെ കഴിഞ്ഞാലും ചിലപ്പോൾ ചില കേസുകളിൽ എന്ത് ചെയ്യും, നമുക്ക് ഒരു ഒബ്ജക്റ്റ് ഇങ്ങനെ കയറി വരും, ഇതിങ്ങനെ ചേഞ്ചസ് വരണം, നമുക്കവിടെ ചില പ്രശ്നങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾ ആ ഒരു പോയിന്റും പിന്നെ നമ്മുടെ നാട്ടിൽ വേറെ കണ്ടുവരുന്ന പോയിന്റ് എന്താ വെച്ചാൽ ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ ഒരാൾ ചെയ്ത റെപ്ലിക്കാണ് പിന്നെ എല്ലാവരും കോപ്പി പേസ്റ്റ് ചെയ്യാൻ നോക്കുന്നത്. അപ്പോൾ നമ്മൾ നിൽക്കേണ്ട വീടാകുമ്പോൾ നമുക്ക് നമ്മുടേതായ ഒരുപാട് ഐഡിയാസ് ഉണ്ടാവും, അതൊക്കെ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യും. പക്ഷേ എന്നാലും നമ്മൾ വേറെ ആ ഒരു വീടാണ് നമുക്ക് ഇങ്ങനെ വേണം. നമ്മൾ ഒരുപാട് ക്ലയൻസ് നമ്മൾ അപ്രോച്ച് ചെയ്യാറുണ്ട്, ഈ ഒരു ഇതുപോലെ നമുക്ക് വേണം, അല്ലെങ്കിൽ ഇതേപോലെ തന്നെ വേണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതുപോലെ ചെയ്തെടുക്കാനോ അതുപോലെ ചെയ്ത് കൊടുക്കാനോ നമുക്ക് ഒരു പണിയില്ല, സിമ്പിളാണ്. പക്ഷേ ആസ് എ ആർക്കിടെക്ട് എന്ന ലെവലിലും ഒരു ബേസിക് ആയിട്ട് ഡിസൈനർ ആർക്കിടെക്ട് നമ്മൾ ഫോം ചെയ്യേണ്ട, ഒരു ബേസിക് ഡിസൈനർ നമ്മൾ ഫോം ചെയ്താൽ മതി. ഒരു ബേസിക് ഡിസൈനറുടെ അടുത്തേക്ക് പോവുകയാണെങ്കിൽ ആൾ ഒരിക്കലും ഇത് സപ്പോർട്ട് ചെയ്യില്ല, ഇതന്നെ ചെയ്യാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല. കാരണം നമുക്ക് നമ്മളെ ക്രിയേറ്റീവ് മാക്സിമം നമ്മളതിൽ എന്ത് ചെയ്യുക, ലിഫ്റ്റ് ചെയ്യുക, അത് നമ്മൾ നോക്കുക. അപ്പോൾ ക്രിയേറ്റീവ് ലിഫ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് അത്രത്തോളം നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. അതൊരിക്കലും ക്ലൈൻറ്റ് അറിയില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, ഇത് ക്ലൈൻറ്റ് മാക്സിമം നമ്മൾ മനസ്സിലാക്കി കൊടുക്കണം. ഇതിങ്ങനെയാണ് സംഭവങ്ങൾ, ഈ സൈറ്റിൽ ഇങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ, ഇതിൻ്റെ സൈറ്റ് കണ്ടീഷൻ ഇങ്ങനെയാണ്. അപ്പോൾ ഇതിങ്ങനെ ചെയ്ത് ഇപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരുപാട് സ്റ്റെപ്സ് കാര്യങ്ങൾ കൊണ്ടുവരൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ നമുക്ക് ചില ആൾക്കാർ നമുക്ക് കംപ്ലീറ്റ് കട്ട് ചെയ്തെടുക്കുക അങ്ങനെ ഓപ്ഷനിലോട്ടൊക്കെ എത്തും. അപ്പോൾ നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയും, ഇതിങ്ങനെ സ്റ്റെപ്പിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും, ഇതിങ്ങനെ ഓറിയൻറ്റേഷൻ കിട്ടും. നമ്മൾ സൈറ്റ് ലെവലിൽ ഇങ്ങനെ 2-3 ലെവലായി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യുക, മൾട്ടിപർപ്പസ് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ കൺവിൻസ് ചെയ്ത് കഴിഞ്ഞാൽ ഈവൻ നമ്മുടെ നാട്ടിലെല്ലാവരും കൺവിൻസ്ഡ് ആവാൻ ഓക്കെയാണ്. പക്ഷെ എന്ത് ചെയ്യണം, നമ്മൾ ആസ് എ ഡിസൈനർ എന്ന നിലയ്ക്ക് നമ്മൾ ഇന്ന് കൺവിൻസ് ചെയ്ത് കൊടുക്കണം. ഇതാണ് ബേസിക് തീം. ഓക്കെ, ഇവൻ നമ്മളെ ചില സൈറ്റൊക്കെ ഉണ്ട്, ഇപ്പോൾ ക്ലയൻസ് നമുക്ക് ബോക്സ് മതി അല്ലെങ്കിൽ കണ്ടംപററി ടൈപ്പ് മതി എന്നൊക്കെ പറഞ്ഞാണ്ട് ക്ലയൻസ് വരും. പക്ഷേ മറ്റേ ഒരു മിഡ് റേഞ്ചിലൊക്കെ കൺസ്ട്രക്ഷൻ്റെ സ്റ്റേജൊക്കെ എത്തിക്കഴിഞ്ഞാൽ ഉള്ളിലേക്ക് ഇപ്പോൾ റെയിനി സീസണൊക്കെ പറഞ്ഞില്ലേ, അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ ഡാമ്പ്നെസ്സും കാര്യങ്ങളൊക്കെ ബോക്സി ടൈപ്പിൽ അപ്പോൾ തന്നെ വരാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അവർ തന്നെ ഒരു മിഡ് റേഞ്ചിൽ വെച്ചിങ്ങാണ്ട് എന്ത് ചെയ്യും, നമുക്ക് ഇത്രയ്ക്ക് വേണ്ട, നമുക്കിതൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ബോക്സി ടൈപ്പ് മാറ്റാൻ പറ്റുമോ. അതെ, നമ്മൾ എന്ത് ചെയ്യും, നമ്മളെ പ്രൊജക്റ്റിന് കോസ്റ്റ് കൂടി, നമ്മൾ റീകൺസ്ട്രക്ട് ചെയ്തു. ഇപ്പോൾ ഇതിനൊരു എക്സാമ്പിളാണ്, നമ്മൾ പ്രൊജക്ട് കോസ്റ്റ് വേരിയൻറ്റ് വന്നു. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പണ്ട് 6 മാസം മഴ 6 മാസം വെയിൽ അങ്ങനെ ആയിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല, അപ്പോൾ ഓൾമോസ്റ്റ് 8 മാസത്തോളം മഴ പെയ്യുന്നുണ്ട്. ഇപ്പോൾ 4 മാസം ഇപ്പോൾ നിയറസ്റ്റ് ആയിട്ട് മഴ പെയ്തു. അപ്പോൾ നമ്മുടെ നാട്ടിൽ കൺസ്ട്രക്ഷൻ ഫീൽഡ് ശരിക്കും പറഞ്ഞാൽ മഴ നിൽക്കുന്ന ഒരു ഫേസിലാണ് ഏറ്റവും കൂടുതൽ ബൂമിങ് നടക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഷിജാഫ് പറഞ്ഞ പോലെ തന്നെ ആ ഒരു പെർട്ടിക്കുലർ ടൈമിൽ എത്തുമ്പോഴാണ് നമ്മളിതൊക്കെ റിയലൈസ് ചെയ്യുക, ഇതിങ്ങനെയൊക്കെ സംഭവങ്ങളുണ്ടെന്ന്. അപ്പോൾ നമ്മൾ ചേഞ്ച് ചെയ്യും. ആ ചേഞ്ച് ചെയ്യും ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ എന്ത് ചെയ്യും, നമ്മളെ പ്രൈസും ഹൈക്ക് ചെയ്യും. അപ്പോൾ ഇതൊക്കെ ഡിമോളിഷ് ചെയ്ത് പുതിയൊരു സംഭവം വരുത്തണം. ഓക്കെ, അപ്പോൾ നമ്മളെ ടൈമും ലാഗ് വരികയാണ്, ഈവൻ നമ്മളെ ഫണ്ടൊക്കെ ലാഗ് വരികയാണ്. ഓക്കെ, പിന്നെ ഇതിലൊന്നും കൂടെ ഉണ്ട്, അത് നമുക്ക് ഇപ്പോൾ കണ്ടംപററി നമുക്ക് കംപ്ലീറ്റ് ഒഴിവാക്കാൻ പറ്റില്ല. കാരണം അത് താല്പര്യപ്പെട്ട് വരുന്ന ക്ലയൻസ് ഉണ്ടാവും നമുക്ക്. അപ്പോൾ അത് പോസിബിൾ ആണ്. അപ്പോൾ അത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അതിനനുസരിച്ചുള്ള ഡിസൈൻസും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ലൈക്ക് ഡയറക്റ്റ് റെയിൻ ഹിറ്റ് ചെയ്യാത്ത രീതിയിലുള്ള ഡിസൈൻസും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്താൽ നമ്മുടെ നാട്ടിലത് പോസിബിൾ അല്ല നമ്മൾ ഒരിക്കലും പറയുന്നില്ല. മനസ്സിലായില്ലേ? നമ്മളത് പോസിബിൾ ആണ്, മെയിൻ്റെനൻസ് ഉണ്ടാവും. മെയിൻ്റെനൻസും ഉണ്ടാവും. പിന്നെ അതുമല്ല നമ്മൾ ഡിസൈൻ ചെയ്യുന്ന ഒരു വൈസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഓറിയന്റേഷൻ നോക്കി ഡിസൈൻ ചെയ്യുന്നതും പിന്നെ കൂടുതൽ മഴൻ്റെ കൂടുതൽ നമുക്ക് റെയിൻ ഏത് ഏരിയ ഇപ്പോൾ നല്ല
നല്ല കാറ്റ് വരുന്ന ഏരിയകളുണ്ടാവും. ആ കാറ്റ് വരുന്ന ഏരിയകളിൽ നമുക്ക് കൂടുതലായിട്ട് ഉള്ളിലേക്ക് പ്രഷർ, ഇപ്പോൾ നമ്മൾ ഒരുപാട് വിൻഡ് വരുമ്പോൾ ഉള്ളിലേക്ക് വെള്ളം കയറും. അങ്ങനത്തെ കേസസിലൊക്കെ നോക്കിയിട്ട് നമുക്ക് റെക്ടിഫൈ ചെയ്യുന്ന കേസുകൾ ശരിക്കും ഉള്ളൂ. പക്ഷേ ഇത് ബേസിക് എന്താ വെച്ചാൽ നമുക്കൊരു ബേസിക് നല്ലൊരു ഡിസൈൻ വേണം. ഓക്കെ, നമുക്കൊരു ഫൈനൽ പോയിന്റ് വേണം, ഇതായിരിക്കണം, ഇങ്ങനെ വന്നാലേ നമുക്കിതൊക്കെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒക്കെ നമുക്കൊരു സ്യൂട്ട് ആവുള്ളൂ, അല്ലെങ്കിൽ ഇതൊരു ഫൈനൽ ആവുള്ളൂ, നമുക്കൊരു എയിം നമുക്ക് തന്നെ വേണം. ഇപ്പോൾ നിങ്ങൾക്ക് ക്ലയൻസ് പോയി ട്രഡീഷണൽ നമ്മളെ പഴയ വീടുകളൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഓട് മരം ഇതുകൊണ്ടൊക്കെ ഉണ്ടാക്കുന്നത് അങ്ങനെ ഇപ്പോൾ ആൾക്കാർ വരാറില്ല. ലൈക്ക് നടുമുറ്റുള്ള വീട് അല്ലെങ്കിൽ 4 കെട്ട് 8 കെട്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വീടുകൾ, അതിനൊന്നും ഇപ്പോൾ നിങ്ങൾക്ക് ക്ലയൻസ് ഇല്ല. അതിപ്പോൾ ആൾക്കാർക്ക് താല്പര്യം ഇല്ലാതായോ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ? ക്ലയൻസ് ഇല്ല എന്ന് പറയാൻ പറ്റില്ല, ക്ലയൻസ് ഉണ്ട്. നമ്മളിപ്പോൾ ഓൺഗോയിങ്ങിന് നമ്മൾ ഒരു 3-4 പ്രൊജക്റ്റ് നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ അല്ലേ. നമ്മൾ പുതിയ പ്രൊജക്റ്റ് ആണ് ഇപ്പോൾ കോർട്ട്യാർഡ് ഫെസിലിറ്റീസ് ഒക്കെ നമ്മൾ മാക്സിമം പ്രൊവൈഡ് ചെയ്യും. ഇത് ഈ ടെമ്പറേച്ചർ നമ്മളെ ക്ലൈമറ്റിലെ ടെമ്പറേച്ചർ കുറക്കാനൊക്കെ കോർട്ട്യാർഡ് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. പക്ഷെ ഇത് ക്ലോസ് ചെയ്യാൻ പാടില്ല. പക്ഷേ ഇവിടുത്തെ പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ കോർട്ട്യാർഡ് നമ്മൾ ഹൗസ് വാമിംഗ് സമയത്തൊക്കെ ആ ഡിസൈൻ ആർക്കിടെക്ട് അത് കോർട്ട്യാർഡ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ ക്ലൈന്റ് ഇത് മഴ പെയ്യുന്ന അല്ലെങ്കിൽ ഇത് ഗ്ലാസ് ഇട്ട് ക്ലോസ് ചെയ്യും. അത് നേരെ റിവേഴ്സ് എഫക്റ്റ് ചെയ്യും. അതായത് ടെമ്പറേച്ചർ കുറക്കാനുള്ള കോർട്ട്യാർഡ് വീടിന്റെ കംപ്ലീറ്റ് ടെമ്പറേച്ചർ കൂട്ടും. പിന്നെ എയർ പുറത്ത് പോകാതെ ഇങ്ങനെ നിന്നിട്ട് അത് നമുക്ക് മോഡേൺ ഡിസൈനിലും കോർട്ട്യാർഡ് പ്രൊവൈഡ് ചെയ്യാം. പിന്നെ ഫുള്ളി ട്രഡീഷണലി തന്നെ ചെയ്യുന്നുണ്ട്. നമ്മൾ ട്രോപ്പിക്കൽ ശരിക്കും ട്രഡീഷണലാണ്. ഈവൻ നമ്മൾ പുതിയ നെയിം ഇട്ട് ട്രോപ്പിക്കൽ എന്ന് പറയുന്നല്ലോ, ട്രോപ്പിക്കൽ ഡിസൈൻ. ഈ ട്രോപ്പിക്കൽ ഡിസൈൻ എന്ന് പറഞ്ഞാൽ ബേസിക്കലി അതൊരു ട്രഡീഷണൽ ഡിസൈനും കൂടെ ആണ്. ഓക്കെ, അതിനൊരു മെർജും കൂടിയാണ്, അത് ഒരു റെപ്ലിക്ക ഒരു മെർജ് കൂടി ആയിട്ട് വരും. അതൊന്നും കൂടി നമ്മൾ എന്ത് ചെയ്യും, എക്സ്ട്രാ ഒരു ഫോർമാറ്റും കൂടി ആഡ് ചെയ്തിട്ട് ഒരു മോഡേണിസ്റ്റിക് സ്റ്റൈലിൽ നമ്മൾ കൊണ്ടുവരുന്നതാണ് മാക്സിമം ശരിക്കും നമ്മൾ ചെയ്യുന്നതാണ്. ശരിക്കും നമ്മൾ ട്രോപ്പിക്കൽ എന്ന് പറയുന്നത് ശരിക്കും ഒരു ട്രഡീഷണൽ ഫീൽ തന്നെയാണല്ലോ. നമ്മൾ യൂസ് ചെയ്യുന്ന വിൻഡോസ് ആണെങ്കിലും വുഡിന്റെ വിൻഡോസ് യൂസ് ചെയ്യുക, ഗ്ലാസിന്റെ ഇൻഫ്ലുവൻസ് വരുന്നുണ്ട്. ഗ്ലാസിന്റെ ഇൻഫ്ലുവൻസ് ഇങ്ങനത്തെ കുറച്ച് പുതിയ മോഡേൺ മെറ്റീരിയൽ ട്രഡീഷണലിൽ വന്നാലാണ് ട്രോപ്പിക്കൽ എന്നാണ്, അതാണ് ഒരു ബേസിക് ആയിട്ട് പറയാം. നമ്മളെ ട്രോപ്പിക്കലിൽ നമ്മളെ നമ്മൾ ആ ഒരു ട്രഡീഷണൽ ഫീലിലോട്ട് നമ്മൾ ഒന്നും കൂടി ട്രോപ്പിക്കലായിട്ട് മോഡേണിസ്റ്റിക് കൂടി ആഡ് ചെയ്ത് വരുമ്പോൾ അത് ട്രോപ്പിക്കലായിട്ട് മാറും. നമുക്ക് അങ്ങനത്തെ ക്ലൈൻറ്റ്സ് ഒരുപാടുണ്ട്. ഇപ്പോൾ കേരളത്തിൽ പ്രത്യേകിച്ച് നമ്മളെ മലബാർ ഏരിയസിലൊക്കെ പ്രത്യേകിച്ചും ഇങ്ങനത്തെ ഒരുപാട് വീടുകൾ ഇപ്പോഴും വരുന്നുണ്ട്, ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഒരുപാട് ചെയ്യുന്ന ആൾക്കാർ ഇപ്പോൾ നമ്മുടെ നാട്ടിലുണ്ട്, ഇല്ലാന്ന് ഒരിക്കലും പറയുന്നില്ല. ആ ഫീൽ ആഗ്രഹിക്കുന്ന ആൾക്കാരും അത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരും ഒരുപാട് നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷേ അതൊക്കെ ബേസിക്കലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രഡീഷണൽ ആക്കി ചെയ്യുമ്പോൾ നമ്മൾ ആ ചെയ്യുന്ന ഒരു ഡിസൈൻ മെത്തേഡ് ഉണ്ടല്ലോ, അത് പർപ്പസ്ഫുള്ളി അത് ഓക്കെയാണ്. യാസർ പറഞ്ഞ പോലെ പ്യൂർലി നമ്മൾ കോർട്ട്യാർഡ് എഫക്റ്റ്, നമ്മളെ സർക്കുലേഷൻ, നമ്മളെ വരാന്താസ് ഇത് കണക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് കംപ്ലീറ്റ് ഈ എഫക്റ്റ് കിട്ടുക. ഓക്കെ, നമ്മളെ സർക്കുലേഷൻ, അതായത് നമ്മളെ വരാന്തി കൂടെ പോയിട്ട് കോർട്ട്യാർഡ് കൂടെ എക്സിറ്റ് ചെയ്യുന്ന നമ്മളെ എയറും കാര്യങ്ങളും അതൊക്കെ അപ്പം നമുക്ക് എപ്പോഴും നമുക്കൊരു ഗുഡ് എർത്ത് അതേപോലെ ഒരു ഗുഡ് എയർ അങ്ങനെ സംഭവങ്ങളൊക്കെ ഫീൽ ചെയ്യും. ഓക്കെ, ഇപ്പോൾ സാധാരണക്കാർ കൂടുതലായിട്ട് വരാറ് ഇതിനാണ്. അപ്പോൾ ലൈക്ക് നമ്മളിപ്പോൾ സാധാരണക്കാർക്ക് ഇപ്പോൾ അത് എക്സ്പെൻസീവായി മാറി ഓടിൻ്റെ ഒക്കെ വീട് അല്ലേ. ഇപ്പോൾ പണക്കാരാണ് കൂടുതൽ ചെയ്യുന്നത്. അപ്പോൾ അതെന്താ കാരണമായി വന്നത്? മെയിൻ്റെനൻസ് കൂടുതലായതുകൊണ്ടാണോ അതോ വേറെ എന്തെങ്കിലും റീസൺ ആണോ? മെയിൻ്റെനൻസ് കൂടുതലായതുകൊണ്ടല്ല, ഒന്നാമത് കുറച്ച് എക്സ്പെൻസീവ് ആണ്. നാച്ചുറൽ മെറ്റീരിയൽസിന് എക്സ്പെൻസീവ് ആണ്. നാച്ചുറൽ ഇപ്പോൾ വുഡ് ആയാലും ലാറ്ററൈറ്റ് ബ്രിക്ക് ആയാലും പിന്നെ അതൊക്കെ മെറ്റീരിയൽ എക്സ്പെൻസ് ആണ്. അപ്പോൾ അതാണ് അവർ കുറച്ചും കൂടെ ഒരു നോർമൽ ആൾക്കാർ, ഒരു കോമൺ മാൻ എപ്പോഴും ഒരു ആ ഒരു ഇതിലോട്ട് പോവാതെ നമുക്ക് എന്താണ് കോസ്റ്റ് കൂടുതലാണ്. കാരണം കോസ്റ്റും കൂടുതലാണ്, പിന്നെ നമുക്ക് അതിന്റെ മെയിൻ്റെനൻസും കൂടുതലാണ്, കമ്പാരിറ്റീവ്ലി കൂടുതലാണ്. കാരണം അത്രയും നമ്മൾ വുഡ് ഇപ്പോൾ ട്രഡീഷണൽ പറഞ്ഞാൽ ഈവൻ വുഡാണല്ലോ നമ്മുടെ നാട്ടിൽ. കേരള കൾച്ചർ എന്ന് പറയുമ്പോൾ വുഡാണ്. അപ്പോൾ വുഡ് അത്രത്തോളം നമ്മൾ എന്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള അവിടെ. അപ്പോൾ പ്യൂറായിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യാത്ത വുഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ തന്നെ അത് നമുക്കൊരു പിന്നെ ഒരു ബാരിയറാണ്. പിന്നെ ഒരു ഈവൻ ഒരു നമ്മളൊരു ലൈഫ് അങ്ങോട്ട് നോക്കുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. അതൊക്കെ പ്രോപ്പറായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബെറ്റർ തന്നെയാണ്, ബെറ്റർ ഓപ്ഷൻ തന്നെയാണ് നമ്മുടെ നാട്ടിൽ. ട്രഡീഷണൽ യൂസ് ചെയ്യാൻ ആണെങ്കിലും നമ്മളതിന് പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്യണം. അതായത് സീസൺ ചെയ്ത വുഡ്, അല്ലെങ്കിൽ ഈ ചെതലിൻ്റെ ഒക്കെ പ്രശ്നങ്ങൾ നല്ല വരും. അപ്പോൾ ഇതൊക്കെ കുറച്ച് എക്സ്പെൻസീവ് ആണ്. ഇപ്പം നമ്മൾ ക്ലൈമറ്റ് എപ്പോഴും മോയ്സ്ചർ കണ്ടിട്ടുള്ള ക്ലൈമറ്റ് ആയതുകൊണ്ടേ പണ്ടത്തെ പോലെയുള്ള ഒരു അത്രയും നല്ല കാതലുള്ള വുഡൊന്നും ഇപ്പോൾ അവൈലബിൾ അല്ല. അപ്പോൾ അല്ലെങ്കിൽ അത് പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്ത വുഡ്സൊക്കെ കിട്ടണം. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മർബോ കാര്യങ്ങളൊക്കെ, ഈ മർബോസൊക്കെ ഇപ്പോൾ നമ്മൾ ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ മർബോ വുഡൊക്കെ ഇപ്പോൾ ഇന്തോനേഷ്യയിൽ വരുന്ന വുഡൊക്കെ ഉണ്ടല്ലോ, നമ്മൾ കാണാറുണ്ട്. ഇമ്പോർട്ടഡ് വുഡ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഒരുപാട് കാണാറുണ്ടല്ലോ. ഇപ്പോൾ എക്സാമ്പിൾ നമ്മൾ ഫറൂഖ് ഏരിയയിലൊക്കെ ഒരുപാട് കാണാറുണ്ട്. അപ്പോൾ അതൊക്കെ ആൾക്കാർ കൂടുതൽ യൂസ് ചെയ്യുന്നത്. കമ്പയർ ചെയ്യുമ്പോൾ അത് എക്സ്പെൻസീവാണ്. ഈവൻ ബാക്കി എല്ലാ വുഡിനും കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കാം മേ ബി. അപ്പോൾ എക്സ്പെൻസീവ് കാരണം എന്താ വെച്ചാൽ ഇത് ട്രീറ്റഡ് വുഡാണ് നമ്മളിലോട്ട് എത്തുന്നത്. അപ്പോൾ അത് എക്സ്പെൻസീവാണ്. പിന്നെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിതൊക്കെ മേക്ക് ചെയ്തെടുക്കാൻ മേക്കിംഗ് കോസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ നാട്ടിലെ ലേബർ ചാർജ് ഇപ്പോൾ ആസ് എ കാർപ്പൻറ്ററിനാണെങ്കിലും നമ്മളെ പോളിഷ്ഡ് പെയിൻറ്റ് വർക്ക് ആണെങ്കിലും അതൊക്കെ
എക്സ്ട്രാ ഒരു കോസ്റ്റ് തന്നെയാണ്. അപ്പോൾ നമ്മൾ വുഡിൻ്റെ ഫീൽ എന്ന് പറയുന്നത് ശരിക്കും അതിൻ്റെ പക്ക അതിൻ്റെ പോളിഷിലാണ് ഒരു വുഡിൻ്റെ ഫീൽ കിട്ടുക. നമ്മൾ എത്രത്തോളം അത് ഫിനിഷിങ് ആക്കുന്നു അതിലാണ് അതിൻ്റെ എത്ര അടിപൊളി കിടക്കുക. അപ്പോൾ എത്രത്തോളം നമ്മൾ ഔട്ട്പുട്ട് അതിൽ കൊടുക്കുന്നു അത്രത്തോളം അടിപൊളിയാവും. ആ ഔട്ട്പുട്ട് നമ്മൾ എത്ര കൊടുക്കുന്നത് വെച്ചാൽ നമ്മളെ ഇൻവെസ്റ്റ്മെൻറ്റാണ് അവിടെ കൊടുക്കുന്നത്, മനസ്സിലായില്ലേ? നമ്മൾ ലേബർ കോസ്റ്റ്, നമ്മൾ കാർപ്പൻറ്റേഴ്സിൻ്റെ കോസ്റ്റ്, നമ്മൾ പെയിൻറ്റേഴ്സിൻ്റെ കോസ്റ്റ്, ഇതാണ് നമ്മൾ ഇൻപുട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ ക്ലബ് ചെയ്ത് വരുമ്പോൾ ഈവൻ എന്താവും ഫൈനലിൽ നിന്ന് അതൊരു ബഡ്ജറ്റീവ് വീടാവും. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ എക്സ്പെൻസീവ് വീടാവും. നമ്മുടെ നാട്ടിൽ കൂടുതൽ ആൾക്കാർ ഇപ്പോൾ യൂസ് ചെയ്യുന്നത് ഒരു ട്രോപ്പിക്കൽ സ്റ്റൈൽ മിക്സറാണ് ഒന്നുകൂടി താല്പര്യപ്പെടുന്നത്, ഒരു മോഡേണിസ്റ്റിക് വീട്. ഡീറ്റെയിലിംഗിലും പോവാതെ ട്രോപ്പിക്കൽ കൺസെപ്റ്റ് ആണ് ഒരു ബഡ്ജറ്റീവ് ആൾക്കാർ യൂസ് ചെയ്യുന്നത് അങ്ങനത്തെ ഒരു കേസസിലാണ്. ഈ വുഡിന്റെ കേസ് പറഞ്ഞപ്പോൾ ഇപ്പോൾ എൻ്റെ വീട്ടിലൊക്കെ പണ്ട് ലൈക്ക് ജനലും കട്ടിലും മറ്റേ ഡോറെല്ലാം വുഡ് തന്നെ ആയിരുന്നു. പക്ഷെ പിന്നെ ചെതൽ വന്നിട്ട് നമ്മളത് ഫുള്ള് സ്റ്റീലിലേക്ക് മാറ്റി. അപ്പോൾ ആ ടൈം ഇപ്പോഴും എനിക്കത് തോന്നുന്നു സ്റ്റീലാണ് ഇപ്പോൾ എല്ലാവരും യൂസ് ചെയ്യുന്നത് തോന്നുന്നു. ഈ വിൻഡോസിനും ഡോർസിനൊക്കെ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ സ്റ്റീലാണ് യൂസ് ചെയ്യണത്. പക്ഷേ സ്റ്റീലാകുമ്പോഴും പക്ഷേ എനിക്ക് തോന്നുന്നില്ല ആ ഒരു ട്രോപ്പിക്കൽ ഡിസൈൻ തന്നെ വരുന്നു. കാരണം അതിൻ്റെ സ്റ്റീലാകുമ്പോൾ അത് പെയിൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വുഡിൻ്റെ പോലെ തന്നെയാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ മരത്തിന് പകരം ഇപ്പോൾ ഒരുപാട് വൈഡിൽ യൂസ് ചെയ്യുന്നത് സ്റ്റീലാണ്. നമ്മൾ യൂസ് ചെയ്യലുണ്ട് സ്റ്റീല്. പക്ഷെ ഒരു വുഡിന്റെ ക്വാളിറ്റി എപ്പോഴും വുഡ് തന്നെയാണ്, റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. ഇപ്പം നമ്മൾ ഈവൻ ഇപ്പോൾ ഈ കേസ് മറ്റേ റസ്റ്റ് വരുന്ന ഒരുപാട് കേസസിലുണ്ടല്ലോ. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ബ്രാൻഡുകൾ ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ നമ്മൾ സ്റ്റീലാണെങ്കിലും ആ യൂസ് ചെയ്യുന്ന ബ്രാൻഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് യൂസ് ചെയ്യുന്ന ഗ്രേഡും അതിപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ അത് 16-ലുണ്ട്, 18-ൽ ഗ്രേഡ്, പല ഗ്രേഡുകളുണ്ട്. അപ്പോൾ നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ബെറ്റർ ഗ്രേഡ് 16 ഗ്രേഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈവൻ നല്ല വാട്ടർ പ്രൂഫും കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ബെറ്റർ തന്നെയാണ്. അല്ലാത്ത കേസ് ഇത് റസ്റ്റ് വരും, മനസ്സിലായല്ലോ? പക്ഷേ ഞാൻ പറയുന്നത് ഗ്രേഡിൻ്റെ കേസ് പറഞ്ഞപ്പോൾ അപ്പോൾ എനിക്ക് തോന്നുന്നില്ല ഞാനൊക്കെ വീട്ടിൽ അത് മേടിക്കുന്ന സമയത്ത് ഗ്രേഡ് നോക്കിയിട്ടുണ്ട് എന്നുള്ളത്. നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മളെ ഏരിയയിലുള്ള കുറച്ച് കടകളിൽ പോകും, എവിടെയാണോ നമുക്ക് റേറ്റ് കുറവ് നോക്കും, ഓക്കെ ദിസ് ഈസ് ഫൈൻ, സ്റ്റീലാണ് നമ്മളെടുക്കും. ഈ ഗ്രേഡ് അന്ന് നോക്കിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെ ഇത് നമ്മളൊരു കൊട്ടേഷൻ കൊടുക്കുന്ന സമയത്ത് ഈവൻ കൊട്ടേഷൻ കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് ബ്രാൻഡുകൾ ഉണ്ടാവും. അപ്പോൾ അപ്പോളോ അങ്ങനത്തെ ഒരുപാട് ബ്രാൻഡുകൾ ഉണ്ടാവും. അപ്പോൾ ബ്രാൻഡുകളും നമ്മൾ എന്ത് ചെയ്യണം, പ്ലസ് അതിൻ്റെ പെർഫോമൻസും അതിൻ്റെ ഗ്രേഡും നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ മെൻഷൻ ചെയ്യണം. പ്രത്യേകിച്ച് ഈവൻ മെൻഷൻ ചെയ്യാൻ സമയത്ത് നമുക്ക് എന്ത് ചെയ്യും, ഈവൻ നമ്മളെ കോട്ട് കമ്പാരിറ്റീവ്ലി ബാക്കി എല്ലാവരും നോക്കുമ്പോൾ ഹയർ ആയിരിക്കാം, പക്ഷെ നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻപുട്ടും നമ്മളെ പ്രൊഡക്റ്റും നല്ലതായിരിക്കും. ബാക്കി നമ്മൾ വരുന്ന ഒരു പാട്ട് നമ്മൾ വരുന്ന ഒരു ടീം ചിലപ്പോൾ അത്രത്തോളം നല്ല ക്വാളിറ്റി കൊടുക്കണമെന്നില്ല, മനസ്സിലായില്ലേ? അപ്പോൾ കമ്പാരിറ്റീവ്ലി റേറ്റ് കുറവായിരിക്കാം. അതിന്റെ ഗേജും തിക്നെസ്സും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇങ്ങനത്തെ നമുക്ക് അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ആർക്കിടെക്ചർ ഹയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും എന്നുള്ളതാണ്. എഡ്യൂക്കേറ്റ് ചെയ്യും. നമ്മളെ ഡ്രോയിങ്സിൽ നമ്മളിതൊക്കെ ഡീറ്റെയിൽ ചെയ്തിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. എഡ്യൂക്കേറ്റ് ചെയ്യാൻ പറ്റും. എവിടെ മെറ്റീരിയൽസ് ഒക്കെ ഫുൾ ഇപ്പം നമ്മുടെ ഒരു പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും പ്രോപ്പർ ഡ്രോയിങ്സ് ഉണ്ടാകും. എല്ലാ കാര്യത്തിലും ഇപ്പോൾ വിൻഡോസ് ആയാലും ഇലക്ട്രിക്കലായാലും എങ്ങനെ വേണ്ട എല്ലാ കാര്യങ്ങളും പ്രോപ്പർ ഡ്രോയിങ്സ് ഉണ്ടാവും. അപ്പോൾ അതിൽ നമ്മൾ പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ടാവും ഏത് ഗ്രേഡ് വേണം, ഏത് സ്പെക്കിൽ യൂസ് ചെയ്യണം എന്നൊക്കെ. പിന്നെ ക്ലൈൻറ്റ് അത് പർച്ചേസ് ചെയ്യുമ്പോൾ സുഖമാണ്, അതിനനുസരിച്ച് പർച്ചേസ് ചെയ്താൽ മതി. കോട്ട് എടുക്കുമ്പോഴും ഇതാണ് ഈ ബ്രാൻഡും ഈ ഗ്രേഡും മെൻഷൻ ചെയ്തുകൊണ്ട് സിമിലർ കോട്ട് എടുക്കാം, സിമിലർ ബ്രാൻഡിൽ നിന്ന് തന്നെ. പിന്നെ എന്തായാലും നമ്മളൊരു ഒബ്ജക്ഷനിൽ വരുമല്ലോ. ഇവൻ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഇത്രയും ഒരു വലിയ ഒരു വീട് ചെയ്യുമ്പോൾ എന്തായാലും ക്ലൈൻറ്റ് നമ്മളോട് പറയും നമ്മൾ ഈ ഇന്ന പ്രൊഡക്റ്റ് എടുക്കണം. അപ്പോൾ നമ്മളെന്തായാലും നമ്മളെ സൈഡിൽ നിന്ന് നമ്മളെന്തായാലും അവരോട് നമ്മൾ ഒരു പറഞ്ഞു കൊടുക്കും കാര്യങ്ങൾ. ഈ ഗ്രേഡ് നമുക്ക് മസ്റ്റാണ്, കമ്പൽസറി ആണ്, ഈ പ്രൊഡക്റ്റിന് നമുക്ക് വേണം, കമ്പൽസറി അവരോട് പറയും. ഓക്കെ, നമ്മൾ ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്താലും നമുക്ക് ഇത്രയും ഗ്യാരണ്ടി കിട്ടുള്ളൂ, ഇതൊക്കെ അവരോട് പറഞ്ഞു കൊടുക്കും. പിന്നെ യാസർ പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു ഈവൻ ഒരു ഡിസൈൻ ചെയ്യുന്ന സമയത്ത് അത്രയും A to Z ഡീറ്റെയിൽ നമ്മളവിടെ ഇൻപുട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിൻ്റെ ഓരോ ജോയിനറീസും അവർ യൂസ് ചെയ്യേണ്ട നമ്മുടെ തിക്നെസ്സും കാര്യങ്ങളും അതിൻ്റെ ബ്രാൻഡസും അതിന് ഈവൻ നമ്മൾ യൂസ് ചെയ്യുന്ന ലോക്കുകൾ വരെ നമ്മൾ എന്ത് ചെയ്യും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഗ്ലാസ് വരെ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഭയങ്കര ഫേമസ് ആണ് സെയിൻറ്റ് ഗോബിൻ്റെ ഗ്ലാസ്. ഇപ്പോൾ സെയിൻറ്റ് ഗോബിൻ്റെ ഗ്ലാസിൻ്റെ പകരം നമ്മുടെ നാട്ടിൽ ഒരുപാട് ചൈന ഗ്ലാസ് ഒരുപാട് അവൈലബിൾ ആണ്. അപ്പോൾ റേറ്റ് കമ്പാരിറ്റീവ് നോക്കുമ്പോൾ 30-35-40% എങ്കിലും ഡിക്രീസ് വരും, കുറവുണ്ടാവും. പക്ഷേ അതൊക്കെ ക്ലൈൻറ്റ് നോക്കണം. അപ്പോൾ ക്ലൈൻറ്റ് അതൊക്കെ നോക്കുമ്പോഴാണ് ഒരു നല്ലൊരു പ്രൊഡക്റ്റും നല്ലൊരു ക്വാളിറ്റി പ്രൊഡക്റ്റും കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഇത് നമ്മളൊരു ഇപ്പോൾ എക്സാമ്പിൾ നമ്മളൊരു വീട് ചെയ്യുകയാണെങ്കിലും നമ്മളൊരു പ്രൊജക്റ്റ് ചെയ്യുകയാണെങ്കിലും ഇതൊക്കെ ഒരു കൺസേൺ ആണ്. ഓക്കെ, ഇപ്പോൾ ബഡ്ജറ്റിലാണെങ്കിൽ കൺസേൺ ആണ്, ക്വാളിറ്റിയിലാണ് ഇതൊക്കെ കൺസേൺ ആണ്. ഓക്കെ നിങ്ങളിപ്പോൾ ഗ്ലാസിൻ്റെ കേസ് പറഞ്ഞില്ലേ. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഞാൻ പല വീടുകളും കണ്ടിരിക്കുന്നത് ചില സൈഡിൽ അവരുടെ വാൾസ് ഗ്ലാസ് വാളായിരിക്കും. ആ ഒരു ഡിസൈൻ ശരിക്കും നമ്മുടെ കേരള ലൈക്ക് ഈ വെയിലും ഇതൊക്കെ ഉള്ള ഒരു ക്ലൈമറ്റിക്ക് ബെസ്റ്റ് ആണോ, അതോ കൂടുതൽ ഹീറ്റ് ഉള്ളിൽ നിൽക്കാനാണോ അത് ഉണ്ടാവുക? എന്താ പറയുക, ഹീറ്റ് ഡയറക്റ്റ് ഗ്ലാസ്മ തട്ടിയാൽ അത് ക്ലൈമറ്റിക് പ്രശ്നം തന്നെയാണ്. നല്ല ചൂട് ഒരുപാട് കൂടും. ഗ്ലാസ് ഒരുപാട് ഹീറ്റ് അബ്സോർവ് ചെയ്യും, ഇൻസുലേറ്റർ ആണ്. പിന്നെ എല്ലാ ഗ്ലാസും പറയാൻ പറ്റില്ല. ഇപ്പോൾ നമുക്ക് ഗ്ലാസ്സിൽ തന്നെ നമുക്ക് ഇത് ഇൻസുലേറ്റ് ചെയ്തിട്ട് ടെമ്പറേച്ചർ കുറക്കാനൊക്കെ പറ്റും. സാൻഡ്വിച്ച് ഗ്ലാസ് നമുക്ക് ടെമ്പറേച്ചർ കുറക്കാം. നമ്മൾ മാളിൽ പോകുന്ന സമയത്ത് കോർട്ട് യാർഡിലൊക്കെ നമ്മളൊരു ഹാൻഡ് റെയിൽ പിടിച്ച് നമ്മളിങ്ങനെ പഞ്ച് ചെയ്ത് നിൽക്കുമല്ലോ.
ആ പഞ്ച് നിൽക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും അത് പഞ്ചിങ് ഗ്ലാസ് ആയിരിക്കും. ഈവൻ ഒരു അതിൻ്റെ സെൻറ്ററിൽ ഒരു ലിക്വിഡ് സർഫസ് ഉണ്ടാവും. അത് നിങ്ങൾ ഇനി പോയും ഇപ്പോൾ കാലിക്കറ്റ് നമ്മൾ നിയർസ്റ്റ് പോകുകയാണെങ്കിൽ കാലിക്കറ്റ് ഹൈലൈറ്റിലേക്ക് പോകുകയാണെങ്കിൽ നമ്മൾ കോട്ടിയാട് നോക്കുന്ന സമയത്ത് ആ ഒരു നമ്മളെ ഹാൻഡ് റെയിൽസ് ഉണ്ടാവുമല്ലോ, കോട്ടിയുടെ ഹാൻഡ് റെയിൽസ് നമ്മൾ ഗ്ലാസസ് ഫിറ്റ് ചെയ്തിട്ടുണ്ടാവും. ആ ഗ്ലാസസിന് സെൻറ്ററിൽ ഒരു ലിക്വിഡ് സർഫസ് ഉണ്ടാവും. അത് പക്ക ശരിക്കും സാൻഡ്വിച്ച് ഗ്ലാസസ് ആണ്. അതെന്തിന് 2 കൺസെപ്റ്റാണ് കൊടുക്കുന്നത്. ഒന്ന് നമ്മൾ ഈവൻ സഡൻ ബ്രേക്കിന് അത് സഡൻ ബ്രേക്സ് ഒന്നും ഉണ്ടാവില്ല. ഇപ്പോൾ നമ്മളെ ഇപ്പോൾ കോമൺ സ്പേസസ് ആണല്ലോ. അപ്പോൾ നമ്മളെ വീട്ടിൽ കുട്ടികളുണ്ടാവും, കാര്യങ്ങളുണ്ടാവും, ഫങ്ഷൻ ഉണ്ടാവും, കാര്യങ്ങളുണ്ടാവും. അപ്പോൾ ഇതൊക്കെ പെട്ടെന്ന് ഡാമേജ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് സഡൻ ബ്രേക്സിനൊക്കെ എന്ത് ചെയ്യും, ഈ സാൻഡ്വിച്ച് ഗ്ലാസസ് ഈ ബ്രേക്ക് ചെയ്താലും അത് പൊട്ടി പോകില്ല, അത് അങ്ങനെ നിൽക്കും, ഒരു മെഷ് പോലെ ഇങ്ങനെ നിൽക്കും. മെഷ് ഈവൻ അത് ഇങ്ങനെ മറ്റേ കൊളാപ്സ് ചെയ്യുന്ന സമയത്ത് ഈവൻ ഇങ്ങനെ ചെറിയ ചെറിയ പീസസ് കൊളാപ്സ് ചെയ്യുള്ള കേസ്. രണ്ടാമത്തെ കേസ് എങ്ങനെ വെച്ചാൽ അത് എന്താ പറയുക, നമ്മൾ ഒരു സെൻട്രൽ ഒരു തിക്നെസ് ഇല്ലോണ്ട് നമുക്ക് ഡയറക്റ്റ് ഹീറ്റ് നമുക്ക് എന്ത് ചെയ്യാമല്ല നമ്മളെ വീടിനോട്ട് അബ്സോർബ് ചെയ്യില്ല. ഒരു ഡയറക്റ്റ് ഹീറ്റിനെ നമുക്ക് എന്ത് ചെയ്യാം, അബ്സോർബ് ചെയ്യാതിരിക്കാം. പിന്നെ വേറെ കേസ് എന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ ഗ്ലാസിൻ്റെ ഓപ്പോസിറ്റ് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നല്ല പ്ലാൻസ് കൊടുക്കാം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ആസ് എ ആർക്കിടെക്ട് എന്ന ലെവലിൽ നമുക്ക് പറയാൻ വെച്ചാൽ നമുക്ക് പ്ലാൻസ് ആഡ് ചെയ്ത് കൊടുക്കാം, നല്ല പ്ലാൻസ് ആഡ് ചെയ്ത് കൊടുക്കുക, പിന്നെ നല്ല വാട്ടർ ബോഡീസ് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ വാട്ടർ ബോഡീസ് ഒക്കെ അറിയുമ്പോൾ അതിന് എപ്പോഴും ഒരു വാമിംഗ് ഉണ്ടാവും, വാട്ടർ ബോഡീസ് എപ്പോഴും ഒരു വാമിംഗ് ഉണ്ടാവുമല്ലോ. അപ്പോൾ നല്ല പ്ലാൻസ് ആഡ് ചെയ്ത് കൊടുക്കുക, ഈവൻ നല്ല കേർട്ടൻസ് കൊടുക്കുക. അപ്പോൾ കേർട്ടൻസ് കൊടുക്കുന്ന സമയത്ത് ഡയറക്റ്റ് ഉള്ളിലോട്ട് എന്ത് ചെയ്യില്ല, ലിഫ്റ്റിംഗ് ഉണ്ടാവില്ല. അതൊക്കെ നമുക്ക് എന്ത് ചെയ്യുക, ഇൻസുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് പ്രൊഡക്റ്റ് യൂസ് ചെയ്യുക. പക്ഷേ അത് യൂസ് ചെയ്യണമെങ്കിൽ എന്ത് വേണം, നമ്മൾ നന്നായിട്ട് ബ്രീഫ് ചെയ്യണം. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ എന്തായിരുന്നു, നമ്മുടെ നാട്ടിൽ കോമൺ ആയിട്ട് കാണുന്ന ഗ്ലാസ്സുകൾ. അപ്പോൾ ഈ കോമൺ ആയിട്ട് കാണുന്ന ഗ്ലാസ്സുകൾ ഹിറ്റ് ചെയ്യാൻ ഡയറക്റ്റ് ഉള്ളിലേക്ക് ഹിറ്റ് ചെയ്യാൻ വേണ്ടി ഹിറ്റ് ചെയ്യാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം, അതാണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ നോക്കുന്ന സമയത്താണ് നമ്മൾ ഈ പ്ലാന്റ്സുകൾ കാണുക, പിന്നെ ഈ വാട്ടർ ബോഡീസ് കാണുക, പിന്നെ നമ്മൾ കേർട്ടൻസ് കാണുക, ഇതൊക്കെ നമ്മൾ കാണുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ ക്ലോസ്ഡ് സർഫേസിൽ മാക്സിമം ഒഴിവാക്കുക, ഒരു ഓപ്പൺ ഏരിയാസിൽ കൊടുക്കുക. അപ്പോൾ ഈ ഓപ്പൺ ഏരിയാസിൽ നമ്മൾ എപ്പോഴും നമുക്കൊരു എയർ സർക്കുലേഷൻ എപ്പോഴും ഉണ്ടാവും. അതൊക്കെ ഒരു ഇമ്പോർട്ടൻറ്റ് കേസുകൾ തന്നെയാണ്. ഓക്കെ, ഇത് ഉപയോഗിക്കാൻ പറ്റായൊന്നുമില്ല. അതെ, നമ്മൾ അതാ പറഞ്ഞു, നമ്മൾ ഏതൊരു പ്രൊഡക്റ്റിനും നമ്മൾ ഓപ്ഷൻ പറഞ്ഞു കൊടുക്കണം. അപ്പോൾ നിങ്ങൾ നമ്മൾ അപ്രോച്ച് ചെയ്യണം, എനിക്ക് അവിടെ ഗ്ലാസ് തന്നെ വേണം. അപ്പോൾ നമ്മൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഒരു കുറച്ച് ഒബ്ജക്ഷൻസ് ഇതൊക്കെ തന്നെ ആയിരിക്കും. ഇങ്ങനെയൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകൂടി ബെറ്റർ ആവുമെന്ന്. അതാണ് ഒന്നും കൂടെ നമ്മൾ ക്ലൈമറ്റ് ഓറിയൻറ്റഡ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ക്ലൈമറ്റ് ഓറിയൻറ്റഡ് ആയിട്ടാണ് നമ്മൾ ഗ്ലാസ് ഫേസ് ചെയ്യുന്ന ഡയറക്ഷനും കാര്യങ്ങളൊക്കെ. ഇപ്പോൾ നമ്മൾ കേരളത്തിലാണെങ്കിൽ സൗത്ത് വെസ്റ്റ് ഡയറക്ഷന് കാര്യങ്ങൾ, നോർത്ത് ഈസ്റ്റിൽ ഫേസ് ചെയ്തും കണ്ടാണ് ഗ്ലാസ് വെക്കുകയാണെന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് ഡയറക്റ്റ് സൺ ഹീറ്റിങ്ങിന് ഒഴിവാക്കാൻ പറ്റും. അതേപോലെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം ഗ്ലാസ് പ്രൊവൈഡ് ചെയ്യാൻ. പിന്നെ എങ്ങനെ നമ്മൾ കൂളിംഗ് ഒക്കെ ഒട്ടിക്കുക പറഞ്ഞാൽ നമുക്ക് ലിമിറ്റ് ഉണ്ട്. കാരണം വീടിനൊക്കെ കൂളിംഗ് ഒട്ടിച്ച് ഗ്ലാസ് പറഞ്ഞാൽ എസ്തെറ്റിക്സ് നല്ലോണം ബാധിക്കും. അതിന് പർപ്പസ് മിസ്സായി. അതിപ്പോൾ ആൾക്കാർ പുറത്തുള്ളൊന്നും ലോണോ കാര്യങ്ങളോ ഒന്നും നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഡയറക്റ്റ് ആ ഒരു ഇത് മാറ്റിയിട്ട് നമുക്ക് അതിനെ പ്രൊവൈഡ് ചെയ്യാം. അത് ഡയറക്റ്റ് സൺ ഹീറ്റിങ് മാറ്റാം. നമുക്ക് പ്ലാന്റ്സ് അതേപോലെ വാട്ടർ ബോഡീസ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുക. അതിപ്പോൾ പറഞ്ഞ പോലെ എല്ലാത്തിനും നമുക്ക് എന്ത് ചെയ്യുക, നമുക്ക് ഏതൊരു പേർപ്പസിനും നമുക്ക് അതിനൊരു ഒബ്ജക്റ്റ് ഉണ്ട്. നമുക്ക് റീപ്ലേസ് ചെയ്യാതെ അത് നമുക്ക് ക്ലാരിറ്റി ചെയ്യാനൊരു ഒബ്ജക്റ്റ് ഉണ്ട്. നമുക്ക് അത് പർപ്പസ്ഫുള്ളി യൂസ് ചെയ്യണം തന്നെ ഉള്ളൂ. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പ്രൊഡക്റ്റ് നമ്മൾ യൂസ് ചെയ്യണമെങ്കിലും നമുക്ക് ഇങ്ങനെ കംപ്ലയിൻറ്റ് വന്നാലും അതിന് വേറെ ഓപ്ഷൻസ് ഉണ്ട്. അത് പർപ്പസ്ഫുള്ളി അത് യൂസ് ചെയ്യുമ്പോഴാണ് അത് എന്ത് ചെയ്യുന്നത്, കംപ്ലീറ്റഡ് ആവുന്നത്. പ്രോപ്പർ വേയിൽ പ്ലേസ് ചെയ്താൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. കേരളത്തിൽ ജനങ്ങൾ കൂടുതലായി വരുത്തുന്ന മിസ്റ്റേക്സ് എന്തൊക്കെ? ഇപ്പോൾ ഒരു വീട് ബിൽഡ് ചെയ്യുമ്പോൾ ഡിസൈൻ ചെയ്യുമ്പോഴൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടാണ്? അപ്പോൾ ലൈക്ക് നിങ്ങൾ പറഞ്ഞു കൊടുത്താലും അവർ ആ സജഷൻ കേൾക്കാതെ അത് അങ്ങനെ മതി എന്നൊക്കെ പറഞ്ഞ് നിർബന്ധം പിടിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ഷുവറായിട്ടും അത് ചില കേസിൽ അധികം വരില്ല. വാസ്തു കേസിലൊക്കെ ചില കേസിൽ ഇങ്ങനെ വരും. അത് എക്സ്ട്രീമായി നോക്കുന്ന നല്ല ഇപ്പം അധികം പേരും അതില്ല, എന്നാലും കുറച്ച് ഒരു മൈനോറിറ്റീസ് ഒക്കെ വാസ്തു നല്ല ഫോഴ്സ്ഫുള്ളി നമ്മൾ അതിൽ സ്ട്രിക്ക് ഓൺ ചെയ്ത് വെക്കും. അപ്പോൾ അത് ചിലപ്പോൾ ഡിസൈനിനെ ബാധിക്കും. ശരിക്കും വാസ്തു ഒരു സയൻസാണ്, ബേസിക് ഒരു സയൻസാണ് വാസ്തു. അത് അങ്ങനെ സോൾവ് ചെയ്ത് പോയാൽ മതി. നമ്മളും ഒരു ഡിസൈൻ ചെയ്യുമ്പോൾ ബേസിക് വാസ്തു ഒക്കെ നോക്കിയിട്ടാണ് എല്ലാ പ്രോജക്റ്റും നമ്മളും ഹാൻഡിൽ ചെയ്യുക. ഒരു ബേസിക് വാസ്തു നമ്മൾ നോക്കും, കാരണം അതൊരു പാർട്ട് ഓഫ് സയൻസാണ്, നോക്കലേ. പിന്നെ മണി വേസ്റ്റ് ചെയ്യലറിൽ ഇതിൻ്റെ ഒരു പ്രീ പ്ലാനിങ് ഒട്ടും ഉണ്ടാവില്ല. ഇത് കൺസ്ട്രക്ട് ഒരു ഫിനിഷിങ് സ്റ്റേജിലോട്ട് നമുക്കിത് എങ്ങനെ നല്ല വിലപിടിപ്പുള്ള സാധനം അല്ലെങ്കിൽ ഓർണമെൻറ്റേഷനിലൊക്കെ നല്ല എമൗണ്ട് വേസ്റ്റ് ചെയ്യും. ശരിക്കും പ്രോപ്പർ ഡ്രോയിങ്ങോ പ്രോപ്പർ പ്ലാനിങ്ങോ ഇല്ലാത്തതിൻ്റെ ഭയങ്കരമായിട്ട് നമ്മുടെ നാട്ടിലൊരു നെഗറ്റീവാണ്. നല്ലൊരു ഇപ്പോൾ നിങ്ങൾ തന്നെ പറഞ്ഞല്ലോ, ഇപ്പോൾ നമ്മളെ വിൻഡോസിൻ്റെ കേസിൽ എങ്ങനെയാണ് നമ്മൾ ഗ്രേഡ് നമ്മൾ മനസ്സിലാക്കുകയെന്ന്. അപ്പോൾ ഒരു പ്രോപ്പർ ഡ്രോയിങ് ഇല്ല, ഒരു പ്രോപ്പർ പ്ലാൻ ഇല്ല. ഇതൊക്കെ നമുക്ക് ഭയങ്കര നെഗറ്റീവ്സ് തന്നെയാണ്. നമ്മൾ നമ്മളൊരു കോസ്റ്റ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ ഇതൊക്കെ ഈവൻ നല്ല ഡ്രോയിങ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നുകൂടിയും ബ്രീഫ് ചെയ്യാൻ സുഖമാണ്. നമ്മുടെ നാട്ടിൽ ഓൾമോസ്റ്റ് എല്ലാ ലേബേഴ്സും ഇതൊക്കെ ബ്രീഫ് ചെയ്യാൻ പഠിച്ചു തുടങ്ങിയപ്പോൾ, ഇതൊക്കെ റീഡ് ചെയ്യാനും കാര്യങ്ങളൊക്കെ പഠിച്ചു തുടങ്ങി. അപ്പോൾ നല്ല ഡ്രോയിങ്സ് ഉണ്ടാകുമ്പോൾ ഒന്നുകൂടി ബെറ്ററാണ്.
ഓക്കെ. ഇതൊക്കെ നല്ല ഡ്രോയിങ്സ് ഉണ്ടാകുമ്പോൾ നല്ല പറയാൻ നമ്മൾ ഇലക്ട്രിക്കൽസ് ഒക്കെ നമ്മൾ ഒരു ഇലക്ട്രിക്കൽ ചെയ്യും, വേറെ ആരെങ്കിലും വന്ന് ആ വീടിൻ്റെ ഇൻറ്റീരിയർ ചെയ്യും. അപ്പോൾ ഇലക്ട്രിക്കൽ പോയിന്റ്സുകൾ കംപ്ലീറ്റ്ലി ചിലപ്പോൾ റീവർക്ക് ചെയ്യേണ്ടി വരും. കാരണം ആ ഇൻറ്റീരിയർ ഡിസൈനറിന് ആവശ്യമുള്ള രീതിയിലാവില്ല അതിൻ്റെ ഇലക്ട്രിക്കൽ വന്നിട്ടുണ്ടാവുക. അപ്പോൾ അതൊരു അഡീഷണൽ കോസ്റ്റായി. നമ്മളൊരു വീട് നമ്മളെ മനസ്സിൽ വീട് വർക്ക് തുടങ്ങിയ ശേഷമായിരിക്കും നമ്മൾ അതിൻ്റെ എലിവേഷൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച പോലെ എലിവേഷൻ ആയില്ലെങ്കിൽ അതിന്മേൽ നമ്മൾ ഓർണമെൻറ്റേഷൻ ചെയ്തിട്ട് അതൊരു അഡീഷണൽ കോസ്റ്റായി. അത് പ്രോപ്പർ പ്രീ പ്ലാനിങ് ഇല്ലാതെ ഉള്ള വർക്കിംഗ് ആണ്. നമ്മളൊരു പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ അപ് ടു സ്ട്രക്ചർ വരെയുള്ള ഡ്രോയിങ് നമ്മൾ വീട് പണി തുടങ്ങണം അന്ന് തന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അപ് ടു സ്ട്രക്ചറുള്ള കംപ്ലീറ്റ് ഡ്രോയിങ് അത് സ്ട്രക്ചറൽ ഡ്രോയിങ് വരെ കംപ്ലീറ്റ് ബേസിക് സ്ട്രക്ചർ കംപ്ലീറ്റ് ഡ്രോയിങ് പ്രൊവൈഡ് ചെയ്യും. ആ ഇലക്ട്രിക്കൽ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നായിട്ട് നമ്മളിതിന് ഇൻറ്റീരിയർ ഡ്രോയിങ്, ലാൻഡ്സ്കേപ്പ് ഡ്രോയിങ്, ആ വീടിൻ്റെ കംപ്ലീറ്റ് സെറ്റ്സ് ഓഫ് ഡ്രോയിങ് ക്ലയൻറ്റിന് ഡെലിവർ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇത് ഈ വേസ്റ്റ് ഓഫ് മണി കുറേ ഇങ്ങനെയൊക്കെ നമുക്ക് പിടിക്കാൻ പറ്റും, കൺട്രോൾ ചെയ്യാൻ പറ്റും. സിമ്പിളായിട്ട് പറഞ്ഞാൽ പ്രോപ്പർ ഡിസൈനിങ്, നല്ലൊരു പ്രോപ്പർ ഡിസൈൻ ഉണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ എൻ്റയർലി എല്ലാവരുടെ കൺസെപ്റ്റും എൻ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പോൾ നിങ്ങളെ തീം ആയിരിക്കില്ല എൻ്റെ തീം. അപ്പോൾ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, കറക്റ്റ് എന്താണ് ആസ് എ ക്ലയൻറ്റിൻ്റെ ബഡ്ജറ്റ് എന്താണോ അതിന് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് അത് ബഡ്ജറ്റീവായിട്ട് തീർന്നു എന്ന് പറയാം. അപ്പോൾ നിങ്ങൾ ബഡ്ജറ്റ് 1 CR ആണെങ്കിൽ ആ 1 CRന് നമ്മളെ വീടിൻ്റെ കംപ്ലീറ്റഡ് ആയി കഴിഞ്ഞാൽ അത് ബഡ്ജറ്റീവാണ്. ഓക്കെ, നിങ്ങൾ കേസ് നോക്കുമ്പോൾ ബഡ്ജറ്റീവാണ്. അപ്പോൾ നിങ്ങൾ 1 CR പറഞ്ഞിട്ട് അത് 1.5 CR 2 CRലൊക്കെ എത്തുമ്പോഴാണ് അത് ഹയർക്ക് വരുന്നത്. പക്ഷേ ഞാൻ വരുന്ന സമയത്ത് എൻ്റെ ബഡ്ജറ്റ് 25 lakh അല്ലെങ്കിൽ 30 lakh ആണ് എൻ്റെ ബഡ്ജറ്റ് നിങ്ങളോട് ഞാൻ പ്രസൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ ബഡ്ജറ്റ് നിങ്ങൾ തീർക്കുമ്പോൾ അത് നിങ്ങളുടെ ബഡ്ജറ്റ് ഓക്കെയാണ്, നിങ്ങളെ വേസ് ഓക്കെയാണ്. നമ്മൾ കാറ്റഗറൈസ് ഉണ്ടല്ലോ, നമുക്ക് എല്ലാവർക്കും നമ്മൾ അപ്പ് ഹൈ ക്ലാസ് ഉണ്ട്, മിഡിൽ ക്ലാസ്, ലോ ക്ലാസ് ഉണ്ട്. അപ്പോൾ എല്ലാതും ഓക്കെ ആവില്ല. അപ്പോൾ നിങ്ങളെ ബഡ്ജറ്റ് എന്താണോ ആ ബഡ്ജറ്റ് തീർക്കുമ്പോഴാണ് അത് ബഡ്ജറ്റീവായിട്ട് മാറുക. ഓക്കെ, അപ്പോൾ നമ്മൾ ബഡ്ജറ്റീവ് എന്ന് പറഞ്ഞത് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വേർഡും കൂടെയാണ്. അത് അതിൽ പല ഒബ്ജക്ഷൻസും ഉണ്ട്. ഓക്കെ, നമ്മൾ ഡിസൈൻ ആസ്പെക്റ്റ് കുറച്ച് സംസാരിച്ച് നമുക്കൊന്ന് വിട്ടുപിടിച്ചാലോ. നിങ്ങൾ ആർക്കിടെക്ട്സ് ആണല്ലോ, അപ്പോൾ ഇന്ത്യയിൽ നിങ്ങൾക്ക് ഏറ്റവും ഒരു ആർക്കിടെക്ചറൽ ബ്രില്യൻസ് എന്ന് പറയുന്ന അത് ഷോക്കേസ് ചെയ്യുന്ന കുറച്ച് കെട്ടിടങ്ങൾ ഏതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഓരോരുത്തരുടെ ഒപ്പീനിയൻസ് എന്തായിരിക്കും? താജ്മഹൽ നമ്പർ 1 ആണ്. ഓക്കെ, ഏറ്റവും ഈസിലി ഫസ്റ്റ് വരുന്ന അത് തന്നെ ആയിരിക്കും എല്ലാവർക്കും. കാരണം അത്രയും പ്ലാൻഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ അത്രയും മുന്നേ കൺസ്ട്രക്ട് ചെയ്തിട്ട് ഇപ്പോഴും പ്രോപ്പറായിട്ട് അത് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൺസ്ട്രക്ഷൻ ബ്രില്യൻസ് ഭയങ്കര. കാരണം അതിലുപയോഗിച്ച മാത്തമാറ്റിക്സ് കാൽക്കുലേഷൻസ് ഒക്കെ ആ സമയത്ത് എങ്ങനെ ചെയ്തു എന്നത് ഇപ്പോഴും ഭയങ്കര ഡൗട്ട്ഫുള്ളാണ്. അതിപ്പോഴും അതൊരു എർത്ത് കഴിക്ക് വന്നാലും അത് നിൽക്കും. ഇതിലുള്ള അതിൻ്റെ ഡോംസ് ഒന്നും ബ്രേക്ക് ചെയ്താൽ പോലും അതിലുള്ള മുന്താസിൻ്റെ ഒന്നും ശവകുടീരങ്ങളും ഡാമേജ് വരില്ല. അത്ര പ്രീ പ്ലാൻഡും പ്രോപ്പർ മെഷർമെൻറ്റ്സിലും ചെയ്തൊരു പ്രോജക്ട്സാണ്. അതും അങ്ങനത്തെ പ്രോജക്ട്സ് ഒക്കെ ഇപ്പോൾ ചെയ്യണമെങ്കിൽ അതിൻ്റെ ഒരു കോസ്റ്റ് വൈസ് ആയാലും അതിൻ്റെ ഒരു കാൽക്കുലേഷൻ വൈസ് ആയാലും ഭയങ്കര ഡിഫിക്കൽട്ടാണ്. അതൊന്നാണ്. പിന്നെ നമ്മുടെ ഇതിൽ സാന്റിയാഗോ കെൽട്രാവിൻ്റെ സസ്പെൻഡർ സ്ട്രക്ചേഴ്സ് ഉണ്ട്. അതായത് ഇപ്പോൾ നമ്മുടെ ബ്രിഡ്ജൊക്കെ കണ്ടില്ല, എത്ര സ്പാൻ ആണെന്നുണ്ടെങ്കിലും റോപ്പിലത് നിർത്താൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ ഒക്കെ കൂടുതൽ സാന്റിയാഗോ കെൽട്രാവ്. കാലിക്കറ്റിൽ നമ്മുടെ ട്രിവാൻഡ്രത്തിൽ നമ്മളെ കഫേ, ആ കഫേ നിങ്ങൾ കണ്ടിട്ടുണ്ടോന്നാവോ? ട്രിവാൻഡ്രം കഫേ ഡിസൈൻ ചെയ്തത് അതൊരു നമ്മളെ KSRTCൻ്റെ ഓപ്പോസിറ്റായിട്ടും റെയിൽവേ സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റായിട്ടൊരു കഫേ ഉണ്ട്. പക്ക അങ്ങനെ ഒരു സർക്കുലാരിറ്റിയിൽ പോകുന്ന കഫേസാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടോയെന്ന് അറിയില്ല. അതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റെപ്സ് എന്ന് പറയുമ്പോൾ റാംസ് ആണ്. ആ റാംസ് സെറ്റ് ചെയ്യുന്നത് ഓരോ റാംസിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒരു പ്രൊജക്ഷൻ കൊടുത്തിട്ട് അതാണ് നമ്മൾ ടീ സ്പേറ്റ് യൂസ് ചെയ്യുന്നത്. ഇന്ത്യൻ കോഫി ഹൗസ് ആണ് നിങ്ങൾ പറയുന്നത് അതോ വേറെ? ഇന്ത്യൻ കോഫി. യെസ് അതൊരു ആർക്കിടെക്ട് ചെയ്താണല്ലോ. അപ്പോൾ അത് നമ്മൾ സംഭവം എന്ന് പറഞ്ഞാൽ പുറത്തുനിന്ന് കാണുമ്പോൾ ഒരു മിനിമൽ ഒരു ബിൽഡിംഗ് ആണ്, ഒന്നുമില്ല, ഒരു കോമൺ ബിൽഡിംഗ് ആണ്. പക്ഷേ അതിനുള്ളിലോട്ട് കയറുമ്പോൾ നമ്മൾ കാണുന്നത് എൻ്റയർലി ഡിഫറെൻറ്റ് കൺസെപ്റ്റാണ്. അപ്പോൾ നമ്മളൊരു വീട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഒരിക്കലും അങ്ങനെ അപ്പോൾ റാമ്പ് യൂസ് ചെയ്യുക, അപ്പോൾ ഇതൊക്കെ യൂസ് ചെയ്യുന്നത് ഒരുപാട് വർഷങ്ങൾക്ക് മുന്നെയാണ്. ഇപ്പോൾ 90s ഒക്കെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ 2000 മുന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അന്നത്തെ സമയത്തും അത്രയും അടിപൊളിയായിട്ട് ഒരു വർക്ക് ചെയ്യുക, അത് ഡിസൈൻ ചെയ്യുക. അപ്പോൾ നമ്മളത് ചിന്തിക്കുക, നമ്മളിങ്ങനെ നടന്നു പോകുന്ന സമയത്ത് റാമ്പ് മുകളിലോട്ട് ഇങ്ങനെ റാമ്പ് ചെയ്യുന്ന സമയത്ത് ഓരോരോ സ്പേസസ് കാണുക, നല്ല ക്വാളിറ്റി സ്പേസ് ആക്കുക. ഇതൊക്കെ ഒരു നിങ്ങൾ പറഞ്ഞ ഒരു ആർക്കിടെക്റ്റിൻ്റെ കഴിവ് തന്നെയാണ്. ട്രഡീഷണൽ ബിൽഡിങ്സിലൊക്കെ പൊതുവെ ഭയങ്കരമായിട്ട് ഇങ്ങനത്തെ ഡിസൈൻ വൈസ് ആയിട്ടും ഈ സയൻസ് വൈസ് ആയിട്ട് ഭയങ്കര കണക്റ്റഡ് ആണ്. അത് ഈവൻ ടെമ്പിൾസ് അടക്കം ട്രഡീഷണലി ബിൽഡ് ചെയ്ത് ഇങ്ങനത്തെ മാസീവ് സ്ട്രക്ചേഴ്സ് ഭയങ്കര. ഇപ്പോൾ എനിക്ക് തോന്നുന്നു, ഇപ്പോൾ എൻ്റെ ഒപ്പീനിയനാണ്, ഗവൺമെൻറ് പ്രൊജക്ട്സിൽ അത്തരം ഒരു ഇൻവോൾവ്മെൻറ്റ്സ് ഒക്കെ കുറവാണ്. അല്ല, എനിക്ക് തോന്നുന്നത് ഗവൺമെൻറ് പ്രൊജക്ട്സിൽ കൂടുതൽ ഈ ബിഡ് ചെയ്യുന്നതുകൊണ്ടേ
ഏറ്റവും ലോവസ്റ്റ് ബിഡിനാണല്ലോ ഹയർ എന്താ അവർ കൊടുക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഏറ്റവും ലോവസ്റ്റ് ബിഡ് വരുമ്പോൾ അവർ കോസ്റ്റ് കട്ട് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഡിസൈനിലും എല്ലാ ആസ്പെക്ട്സിലും കോസ്റ്റ് കട്ട് ചെയ്യും. അപ്പോൾ അതിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അത് നമുക്കുണ്ട് ആ സജഷൻസ് അല്ലേ, ഗവൺമെൻറ് പ്രോജക്ട്സ്. അതപ്പോൾ ഈ ഗവൺമെൻറ് പ്രൊജക്ട്സ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ ശരിക്ക് ഈ ബിഡിങ് സംഭവം ശരിയാണ്. പക്ഷെ പ്രോപ്പറായിട്ട് നമ്മുടെ നാട്ടിലൊരു ഗവൺമെൻറ് പ്രൊജക്റ്റ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത്ര അടിപൊളിയാക്കി ചെയ്യാൻ പറ്റും. സംഭവം ഈസി സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു നല്ല അത്യാവശ്യം എല്ലാ പ്രൊജക്റ്റും അത്യാവശ്യം നല്ല കോസ്റ്റ് ബഡ്ജറ്റ് ഉണ്ടാവാറുണ്ട്. പക്ഷേ നമ്മളെ നാട്ടിൽ ചില കേസുകൾ കാരണം നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ താഴോട്ട് പോവാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ നാട്ടിൽ യൂസ് ചെയ്യുന്ന സിസ്റ്റം സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആ സിസ്റ്റം നമുക്ക് ഇപ്പോൾ ഈവൻ എൻ്റെ അടുത്ത് എത്തുന്ന ഫണ്ട് ഇപ്പോൾ ആസ് എ കോൺട്രാക്ടർ എൻ്റെ അടുത്ത് എത്തുന്ന ഫണ്ടായിരിക്കില്ല ഡയറക്റ്റ് നമ്മൾ അതിലൂടെ ഇൻബിറ്റ് ചെയ്യണമെന്നില്ല. നമുക്ക് ഒരുപാട് നമ്മൾ കുറേ ഒരുപാട് റെസ്ട്രിക്ഷൻസ് കഴിഞ്ഞിട്ടാണ് ഇതൊരു ഫൈനലായിട്ട് കിട്ടുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പോകുമ്പോൾ കാണാം ഒരു ബസ് സ്റ്റോപ്പ് കാണാം. അതിന് എക്സ്പെൻസ് കേട്ട് നമ്മൾ തന്നെ ചിന്തിച്ചു പോകും ഇത് ഇത്രയൊക്കെ വന്നിട്ടുണ്ടോ എന്ന്. അപ്പോൾ എന്താ വെച്ചാൽ നമ്മളെ സിസ്റ്റം അങ്ങനെ ആയതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ അതായത് പാസ്സാകുന്ന ഫണ്ടിൻ്റെ 50% പോലും റിയൽ പ്രൊജക്റ്റിലേക്ക് വരാറില്ല എന്നുള്ളതാണ് സത്യം. തീർച്ചയായും അതാണ് സത്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. നല്ല പ്രോജക്ട്സ് ചെയ്യാം, നല്ല പ്രോപ്പർ. അതിന് വലിയൊരു എക്സാമ്പിൾ ആണ് നമ്മളെ കാലിക്കറ്റിലെ ബസ് ടെർമിനൽ, KSRTC ബസ് ടെർമിനൽ. അത് ഇപ്പോഴും കേസിൽ കിടക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അത് ഇപ്പോഴും കേസിൽ കിടക്കുകയാണ്. അതിൻ്റെ സ്ട്രക്ചർ ഒട്ടും ഒട്ടും സ്ട്രെങ്ത് അല്ല. അത് ഓൾമോസ്റ്റ് ഒരു 12-14-15 ദിവസം ഹൈറ്റ് ഉണ്ട്, ഡിഫറെൻറ്റ് ഫ്ലോർസ് ഉണ്ട് അതിൽ. അപ്പോൾ അതിൻ്റെ കൺസ്ട്രക്റ്റീവ് ബേസ് പക്ക ഫുള്ളി വീക്ക്ഡാണ്. അപ്പോൾ അതിൻ്റെ കേസും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ കേസാണ് എഗെയിൻസ്റ്റ് ഗവൺമെൻറ്റിൻ്റെതായതുകൊണ്ട് നമുക്ക് ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട് അതിൽ. അത് കംപ്ലീറ്റ് ചെയ്താവാനും അത് ഫയൽ ചെയ്യാനും അത് കേസ് എൻ്റെ ആവാനും ഒരുപാട് ടൈമും കാര്യങ്ങളൊക്കെ എടുക്കും. അപ്പോൾ അത് അത്രയും നല്ല പ്രൊജക്റ്റാണ്. അപ്പോൾ ആ പ്രൊജക്റ്റൊക്കെ നമ്മൾ നല്ലൊരു ഡിസൈന് നല്ലൊരു ഔട്ട്പുട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും നമുക്ക് കേരളത്തിന് ഇപ്പോൾ എക്സാമ്പിൾ നമ്മൾ കേരളത്തിൽ ഇപ്പോൾ നമ്മൾ ഫ്യൂച്ചറിൽ കാണിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാക്കി മാറ്റാൻ കഴിയും. അത്രയും ഇപ്പോൾ നമുക്കൊരു 50 അല്ലെങ്കിൽ 15 CR നമുക്കതിൽ ഇൻപുട്ട് കിട്ടിയെന്ന് വരിക. ആ 15 CR കൊണ്ട് നമ്മൾ നല്ലൊരു പ്രൊഡക്റ്റ് ചെയ്ത് കൊടുത്താൽ നമുക്ക് നമ്മളെ ഫ്യൂച്ചറിൽ നമ്മളെ സ്റ്റുഡൻസിന് ഇപ്പോൾ നമ്മളെ ബേസാണ് ആർക്കിടെക്ട് സ്റ്റുഡൻസിന് നമ്മൾ ആർക്കിടെക്ട് സ്റ്റുഡൻസിന് നമുക്ക് എന്നും അതൊരു സൈനായിട്ട് കാണിച്ചു കൊടുക്കാൻ പറ്റും. ഇതൊരു സംഭവമാണ്, ഇതിപ്പോൾ കേരള ഗവൺമെൻറ് ഉണ്ടാക്കിയൊരു പ്രൊഡക്റ്റാണ്. ഇപ്പോൾ ഇതിന് സർക്കുലേഷന് ഇതിന് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് നമുക്ക് ഒരുപാട് മെറ്റീരിയൽസ് യൂസ് ചെയ്യാം. നമുക്ക് എല്ലാ ബിൽഡിങ്സും ഓർണമെൻ്റൽ ആവണമെന്നൊന്നും പറയുന്നില്ല. അപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ അഹമ്മദാബാദിൽ മില്യോണേഴ്സ് എന്നൊരു ബിൽഡിംഗ് ഉണ്ട്, ലേക്ക് കോർപ്പറേഷൻ്റെ മില്യോണേഴ്സ് എന്നൊരു ബിൽഡിംഗ് ഉണ്ട്. അത് ഭയങ്കര ഫേമസ് ആണ്. അപ്പോൾ ഒന്നുമില്ല, സംഭവം നമ്മൾ പുറത്ത് കാണുമ്പോൾ സിമ്പിൾ ഇങ്ങനെ ഒരു ലീനിയർ ലൈൻസ് മാത്രമേ കാണുള്ളൂ. പക്ഷേ അതിനുള്ളിലോട്ട് പോകുമ്പോഴാണ് അതിൻ്റെ ബ്യൂട്ടി നമ്മൾ കാണുന്നത്. അതായത് കംപ്ലീറ്റ്ലി പുറത്തുള്ള എയർ കംപ്ലീറ്റ് ഉള്ളിലോട്ട് അതിങ്ങനെ വലിച്ചെടുക്കുന്നത്. നമുക്ക് അപ്പോൾ പുറത്ത് നമുക്ക് കാണുമ്പോൾ അത് ഫോക്കസ് ചെയ്യാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും നമുക്ക് സ്ട്രൈക്ക് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മളെ ഫ്യൂച്ചറിൽ നമ്മൾ കൊടുക്കുന്ന ഒരു അവാർഡാണത്. നമ്മളെ കുട്ടികൾക്കും നമ്മൾ ആർക്കിടെക്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ആർക്കിടെക്ട് സ്റ്റുഡൻസിനൊക്കെ കൊടുക്കുന്നൊരു അവാർഡാണത്. അപ്പോൾ അങ്ങനെ സംഭവം നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അതൊരു അവാർഡ് തന്നെ ആയിരിക്കും. അപ്പോൾ നമ്മൾ അങ്ങനെ അല്ല എന്ന് പറയുന്നില്ല, ഒരുപാട് ഉണ്ടാവാം. പക്ഷേ ഇങ്ങനത്തെ നല്ല ഫണ്ടിങ് വരുന്ന ഒരുപാട് പ്രൊജക്റ്റ് ഉണ്ടാവും. ആ ഫണ്ടിങ് വരുന്ന പ്രൊജക്റ്റ് കംപ്ലീറ്റ്ലി ഫണ്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു പ്രൊഡക്റ്റാക്കി എടുക്കാൻ പറ്റും എല്ലാ കേസും കൊണ്ടും. അതായത് ആൾക്കാർക്ക് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ യൂസ് ചെയ്യുന്ന കോമൺ, സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിന് യൂസ് ചെയ്യുന്ന കോമൺ ടോയ്ലറ്റ്സ്, ഇപ്പോൾ സിമ്പിളായിട്ട് ടെർമിനലിൽ വേണ്ട ഒരു കോമൺ ടോയ്ലറ്റ്സ്, ഒരു കോമൺ റെസ്റ്റ് റൂം, ഇതാണല്ലോ വേണ്ടത്. ഈ കോമൺ ടോയ്ലറ്റ്സും ഈ കോമൺ റെസ്റ്റ് റൂമും നല്ല വൃത്തിയിൽ ഉണ്ടാക്കിയാൽ തന്നെ നമുക്ക് ഒരു അവാർഡാണ് ശരിക്കും സത്യം പറഞ്ഞാൽ. ഇപ്പോൾ ഇത് ബേസിക്കലി നമ്മുടെ നാട്ടിലെ ഒരു കണ്ടീഷൻ വെച്ച് നോക്കുമ്പോൾ അതൊരു അവാർഡ് തന്നെയാണ്. ഓക്കെ, ഇപ്പോൾ റീസെൻ്റ്ലി സോഷ്യൽ മീഡിയയിലൊക്കെ എന്തായാലും സംഭവം ഉണ്ടല്ലോ, ബീഹാറിൽ എവിടെയോ ഒരു 4 വരി ഓവർ ബ്രിഡ്ജ് കറക്റ്റ് സെന്ററിൽ പോയിട്ട് 2 വരെയോ ബോംബെയിലോ എവിടെയോ, അതെ. അതൊക്കെ ലൈക്ക് അത് ഡൈജസ്റ്റ് ആവാൻ പറ്റുന്നില്ല, എങ്ങനെയാണ് അവർ ലൈക്ക് ആ ഒരു കൺക്ലൂഷനിലേക്ക് എത്തിയെന്നുള്ളത്. അതേപോലെ ഇപ്പോൾ റീസെൻ്റ്ലി തന്നെ കേരളത്തിൽ എവിടെ കറക്റ്റ് പ്ലേസിന് ഓർമ്മയില്ല, മറ്റേ ഈ റോഡ് പൊളിഞ്ഞ് അടി ലൈക്ക് സൈഡ് വാൾസ് കോഴിക്കോട്, മറ്റേ മലപ്പുറം കൂരിയാട്, അതെ. അപ്പോൾ അങ്ങനത്തെ ഇൻസിഡൻസ് ഒക്കെ കാണുമ്പോൾ അതാണ് ഹൈവേ ബ്രിഡ്ജ് അല്ലേ? അതെ. അപ്പോൾ അതൊക്കെ ഈ ഗവൺമെന്റ് പ്രൊജക്റ്റിൽ എത്രത്തോളം ഫണ്ട് റിയൽ പ്രൊജക്റ്റിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതിന്റെ ഒരു എക്സാമ്പിൾ ആണ് അതൊക്കെ. പിന്നെ ഇതിന്റെ റിയൽ ഫണ്ട് വരുന്നതും ഇതിന് പ്രോപ്പർ എക്സാമിനേഷൻ നടക്കുന്നതും ഒരു ഇമ്പോർട്ടൻറ്റ് കേസസ് ആണ്. ഇപ്പോൾ ഒരു വീടുണ്ടാക്കുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ കറക്റ്റ് നമുക്കൊരു സ്കെഡ്യൂൾ ഉണ്ടാവും. ഒരു 3500 സ്ക്വയർ ഫീറ്റ് ഒരു വീട് ചെയ്യണമെങ്കിൽ നമുക്കൊരു 12-15 നമുക്കൊരു സൈറ്റ് വിസിറ്റ് ഉണ്ടാവും. ഈ സൈറ്റ് വിസിറ്റ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ സൈറ്റിലോട്ട് പോകുമ്പോൾ നമ്മൾ ആ സ്റ്റേജിൽ, ഇപ്പോൾ എക്സാമ്പിൾ പ്ലാസ്റ്റിംഗ് സ്റ്റേജിലാണെങ്കിൽ ആ പ്ലാസ്റ്റിങ്ങിൻ്റെ ഫുൾ ടീം അവിടെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇവരോട് കംപ്ലീറ്റ് നമ്മുടെ റിക്വയർമെൻറ്റ് പറഞ്ഞു കൊടുക്കുകയാണ്, ഇവിടെ എങ്ങനെ വേണം, ഇതാണ് നമ്മൾ ഡ്രോയിങ്സ്, ഇവിടെ ഇതുപോലെ വേണം. അപ്പോൾ നമ്മൾ കറക്റ്റ് എക്സാമിനേഷൻ നടക്കാതെ നമ്മുടെ നാട്ടിൽ ഭയങ്കര പറയുമ്പോൾ നമ്മളൊരു ബിഡിങ് സ്റ്റേജിൽ
നമ്മുടെ നാട്ടിൽ ഏത് ഇപ്പോൾ ഗവൺമെൻറ് പ്രൊജക്റ്റ് എടുക്കുകയാണെങ്കിൽ ഒരുപാട് റൂൾസ് ഉണ്ട്. ആ റൂൾസിലെ പ്രകാരമല്ല നമുക്ക് മെറ്റീരിയൽസ് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതിന് ക്വാളിറ്റി ടെസ്റ്റും ചെയ്യണം. ഇതിനൊക്കെ ക്വാളിറ്റി ടെസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ അവിടെ നിന്ന് എന്ത് കിടക്കുകയാണ്, ചീറ്റിംഗ് കിടക്കുകയാണ്. മനസ്സിലായല്ലോ? ഈ ക്വാളിറ്റി ടെസ്റ്റ് ചെയ്യുന്ന സമയത്തും ഈ മെറ്റീരിയൽ അടക്കം നമുക്ക് ഫേക്ക് ചെയ്ത് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ. അപ്പോൾ അവിടെ വരെ ചീറ്റിങ്സ് നടക്കുകയാണ്. എക്സാമിനേഷൻ പ്രോപ്പർ അല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു ഗവൺമെൻറ് നമ്മൾ എഗെയിൻസ്റ്റ് പറയല്ല. നമ്മുടെ നാട്ടിലെ ടോട്ടൽ നമ്മുടെ നാട്ടിൽ ഉണ്ടാവുന്ന ഒരു കോമൺ കണ്ടീഷനാണത്, ഒരു കോമൺ സ്റ്റേജാണ്. അതായത് ഒരു പ്രോപ്പർ എക്സാമിനേഷൻ നടക്കുന്നില്ല, പിന്നെ ഒരു പ്രോപ്പർ ഹെഡ് ഓഫ് അതോറിറ്റി ഇല്ല. എനിക്ക് ഫീൽ ചെയ്താണ്. എല്ലാവർക്കും പല ഓപ്ഷൻ ആയിരിക്കുമല്ലോ. ഇപ്പോൾ നമ്മളൊരു വർക്ക് കൊടുക്കുന്ന സമയത്ത് ഇപ്പോൾ പൊതുമരാമത്താണ് പറയുകയാണെങ്കിലും ഇപ്പോൾ വിദ്യാഭ്യാസ ബോർഡാണെങ്കിലും ഇതിനൊരു പ്രോപ്പർ ഹെഡ് ഒരു മിനിസ്റ്ററാണ്. ഈ മിനിസ്റ്ററിൻ്റെ ഹെഡ് താഴെ ഒരുപാട് സ്റ്റാഫുകളും നമ്മൾ ഓഫീസേഴ്സും ഉണ്ടാവും. അപ്പോൾ ഇവരൊക്കെ ഈ ഒരു പ്രൊഡക്റ്റ് കൊടുക്കുമ്പോൾ, ഇപ്പോൾ ഞാൻ ഷിജാഫിന് കൊടുക്കുമ്പോൾ, ഞാൻ യാസറിന് കൊടുക്കുമ്പോൾ, അപ്പോൾ യാസറിന് പ്രൊഡക്റ്റ് കൊടുക്കുന്ന സമയത്ത് യാസറായിരിക്കണം അതിൻ്റെ കംപ്ലീറ്റ്ലി ഹെഡ്. ഒരുപാട് ഹെഡ്സ് വരാൻ പാടില്ല. അപ്പോൾ യാസറിൻ്റെതായ തീരുമാനങ്ങളും മാത്രമായിരിക്കും അതിൽ ഫൈനലായിട്ട് വരിക. അപ്പോൾ ഒന്നും കൂടെ നല്ല ബെറ്റർ ക്വാളിറ്റി വരും. അപ്പോൾ നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ബേസിക്കായിട്ട് നമ്മൾ 3 ആൾ ഡിസൈൻ ചെയ്യുകയാണെങ്കിലും ഇപ്പോൾ നിങ്ങളൊരു പ്ലാൻ ബേസിക് ഡിസൈൻ നമ്മൾ 3 പേരും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇൻഡിവിജ്വലായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇപ്പോൾ യാസർ വേറെ നമ്മളെ സ്റ്റാഫിനായിട്ട് അപ്രോച്ച് ചെയ്തിട്ട് ബാക്കി ഡീറ്റെയിൽ ഡ്രോയിങ് ചെയ്യും. ഷിജാഫാണെങ്കിൽ ഞാനാണെങ്കിലും. അപ്പോൾ നമുക്കൊരു ബേസിക് ഹെഡ് ഉണ്ടാവും. ഈ ബേസിക് ഹെഡ് ഉണ്ടാകുമ്പോൾ ബാക്കി കാര്യങ്ങൾ ഒന്നുകൂടി സ്മൂത്തായി മാറും. നമ്മുടെ നാട്ടിൽ ഒരേ ഫീൽഡിൽ നിൽക്കുന്ന ഒരുപാട് ആൾക്കാർ ഇടപെടുകയാണ്. മനസ്സിലായില്ലേ? ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ പഞ്ചായത്ത് മെമ്പർ താഴെ തട്ട് മുതൽ പഞ്ചായത്ത് മെമ്പർ മുതൽ കൗൺസിലർ മുതൽ മുകളിലോട്ട് മിനിസ്റ്റർ വരെയുള്ള എല്ലാ ആളുകളും പ്ലസ് നമ്മുടെ നാട്ടിലെ പൊളിറ്റീഷ്യൻസ് ഇവർ വരെ ലോക്കലി അവൈലബിളായ പൊളിറ്റീഷ്യൻസ് വരെ ഇതിൽ ഇടപെടുകയാണ്. അപ്പോൾ ഇടപെടുന്ന സമയത്ത് ഒരുപാട് ഇതുണ്ടാവും, റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും. ഇവിടെ എങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ, അത്രയും ഔട്ട്പുട്ട് നമുക്ക് കിട്ടുള്ളൂ. ഇതൊക്കെ നടന്നാൽ ഇങ്ങനെ കാര്യങ്ങളൊക്കെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലൊരു സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിസ്റ്റം എങ്ങനെയാണെന്ന് പറയുമല്ലോ. ഈ സിസ്റ്റം എങ്ങനെ ആയി കഴിഞ്ഞാൽ ഇത് നടക്കുള്ളൂ നമ്മൾ വിചാരിക്കും. ഓക്കെ. അപ്പോൾ അതൊക്കെ ഒരു പ്രശ്നം തന്നെയാണ്. അപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നല്ലൊരു ബേസിക് തീം സെറ്റ് ചെയ്യുക. ഇപ്പോൾ എന്ത് വർക്ക് ഉണ്ടെങ്കിലും ഒരു ബേസിക് തീം സെറ്റ് ചെയ്യുക, നല്ലൊരു ബേസിക് ഒരു സിസ്റ്റം ആക്കി കൊണ്ടുവരിക. അതൊന്നുകൂടി ബെറ്റർ ആയിരിക്കും. ഓക്കെ. അല്ല, നമ്മളിപ്പോൾ വീടുകളുടെ കാര്യമൊക്കെ പറഞ്ഞല്ലോ. നമ്മൾ ഈ സിറ്റി പ്ലാനിങ്ങും ഇതുപോലെ തന്നെ ഒരു ആർക്കിടെക്ചറിനെ സംബന്ധിച്ചിടത്തോളം സിറ്റി പ്ലാനിങ്ങിൽ ഇങ്ങനത്തെ ആർക്കിടെക്ചറെ ഇൻവോൾവ് ചെയ്യിപ്പിക്കണം എന്നുള്ളതല്ല. കാരണം ഇപ്പോൾ ഒരുപാട് ട്രാഫിക് ജാമുകളായിക്കോട്ടെ, അല്ലെങ്കിൽ ഈ സിറ്റിയിൽ നമുക്ക് ആക്സസിബിൾ ഇപ്പോൾ നടപ്പാലം, അതേപോലെ അണ്ടർഗ്രൗണ്ട് പാസേജ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരു സിറ്റി പ്ലാനിങ്ങിലും ഇൻവോൾവ് ചെയ്യേണ്ട കാര്യങ്ങളല്ലേ? ഇപ്പോൾ കൊച്ചിയൊക്കെ പോലത്തെ സിറ്റി, ഇപ്പോൾ ഡൽഹി പോലത്തെ പ്രശ്നങ്ങളൊക്കെ ഭാവിയിൽ ഫേസ് ചെയ്യാൻ പോവുകയാണ്. ഇവിടെ തന്നെ ഇപ്പോൾ തന്നെ നിലവിൽ തന്നെ പൊല്യൂഷൻ പ്രോബ്ലംസ് ഒക്കെ വന്നു തുടങ്ങി കൊച്ചിയിലൊക്കെ. കാരണം അത്രയ്ക്കും അതേപോലെ ട്രാഫിക് പ്രോബ്ലംസ്, ഒട്ടും പ്ലാൻഡ് അല്ലാതൊരു സിറ്റിയാണ് ഡെവലപ്പ് ചെയ്യണം. പിന്നീട് അത് ഡെവലപ്പ് ചെയ്യാൻ നോക്കുമ്പോൾ കുറേ പ്രോബ്ലംസ് അത് സോൾവ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ലാൻഡ് അക്വയർ ചെയ്യേണ്ടി വരും, ചിലപ്പോൾ കെട്ടിടങ്ങൾ പൊളിക്കണം. അപ്പോൾ കുറേ പ്രശ്നങ്ങൾ ഇത് പ്രോപ്പർ പ്ലാനിങ് ത്രൂ ഇല്ലാതെ ഇനി ഫ്യൂച്ചറിൽ ഇത് കോംപ്ലിക്കേഷൻ കൂടിക്കൊണ്ട് വരിക ചെയ്യുക. കാരണം പോപ്പുലേഷൻ കൂടിക്കൊണ്ട് നിൽക്കുകയാണ്. ഇപ്പോൾ തന്നെ നമ്മൾ ഇനി ചെയ്യുമ്പോൾ ഇനിയുള്ള പോപ്പുലേഷൻ അല്ല ചെയ്യേണ്ടത്, ഇനിയുള്ള ഫ്യൂച്ചർ പോപ്പുലേഷനും കൂടെ കൗണ്ട് ചെയ്തിട്ട് വേണം ഒരു പ്രോപ്പർ ഡിസൈൻ ഡെവലപ്പ് ചെയ്യാൻ. 20-25-30 ഇയേഴ്സിൻ്റെ പോപ്പുലേഷൻ നമ്മൾ ഒരു ഗ്രോത്ത് കണ്ടിട്ടാണ് ചെയ്യാൻ. അല്ലെങ്കിൽ ഇപ്പോൾ ചെയ്യുന്ന പ്രശ്നം, ആദ്യം ഒരു പൈപ്പ് ലൈൻ ഇടും, അത് പിന്നെയും പൊളിക്കും, പിന്നെ വേറെ കേബിൾ ഇടും, അത് പൊളിക്കും, ഈ റോഡ് ഇങ്ങനെ പൊളിച്ചുകൊണ്ട് നിൽക്കും. കാരണം അത് പ്രോപ്പർ തിങ്കിങ് ഇല്ല, കഴിഞ്ഞിട്ടാണ് ഒരു പ്രോപ്പർ സിസ്റ്റം ഇല്ല. അത് ഒരു എന്തൊക്കെ പ്രോജക്ട്സ് ആണ് വരുന്നത് മുൻകൂട്ടി അറിയണമെങ്കിൽ അത് ഒരുമിച്ച് ചെയ്താൽ മതി. ഇതിങ്ങനെ പൊളിച്ചുകൊണ്ട് നിൽക്കും. ഇത് സഫർ ചെയ്യണ ആരോ കോമൺ പീപ്പിളാണ്. എല്ലാത്തിലും ഇത് സഫർ ചെയ്യുന്നത് വെറും കോമൺ പീപ്പിൾ. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നല്ല റോഡ് പണി കഴിഞ്ഞാൽ പിറ്റേ ദിവസം വന്നിട്ട് ഈവൻ KSEB-കാർ അല്ലെങ്കിൽ വാട്ടർ അതോറിറ്റിക്കാർ ലൈൻ പൊളിക്കും. അപ്പോൾ KSEB-കാർ പറയും ഞങ്ങൾക്ക് ഇപ്പോഴാണ് ഇതിൻ്റെ അഡ്മിഷൻ കിട്ടിയെന്ന് പറയും. ഈവൻ അപ്പോൾ KSEB-കാർ പറയപ്പോൾ നേരെ അതുപോലെ തന്നെ നമ്മൾ മറ്റേ വാട്ടർ അതോറിറ്റിക്കാർ പറയും നമുക്ക് ഇപ്പോഴാണ് അഡ്മിഷൻ കിട്ടിയെന്ന് പറയും. അപ്പോൾ ഈ അഡ്മിഷൻ കിട്ടിയതൊക്കെ ഈ റോഡ് പണി കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഇതിനൊന്നും എന്ത് ചെയ്യില്ല, ഒരു കോമൺ ആയിട്ട് കളക്ട് ചെയ്യുന്ന ഒരാളില്ല. അല്ലെങ്കിൽ ഇപ്പം ഈ റോഡ് പണി നടക്കുമ്പോൾ ഒരു പ്രൊവിഷൻ ഇട്ട് വെച്ചാൽ മതി. ഇതെല്ലാം ഫ്യൂച്ചറിൽ ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ ഇട്ട് വെച്ചാൽ മതി. അത് എപ്പോൾ വേണമെങ്കിലും ചെയ്യാം. ഒരു അണ്ടർഗ്രൗണ്ട് പ്രൊവിഷൻ എന്തെങ്കിലും ഇട്ട് വെച്ച് കഴിഞ്ഞാൽ വെള്ളം അതിൽ കോമൺ ആയിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ മാത്രം പോയാൽ മതി, കറണ്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ പോയാൽ മതി. ഒരു പ്രൊവിഷൻ കണ്ടുവച്ചാൽ മതി. അത് കാണൂല, വെള്ളത്തിന് കീറുമ്പോൾ വെള്ളത്തിന് മാത്രം, പിന്നെ ഭാവിയിൽ അത് കീറുമ്പോൾ അത് പൊളിച്ചിട്ട്. പിന്നെ വേറെ കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ റോഡ് ഹൈവേ എന്താ പറയുക, നമ്മൾ ടാർ ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ നടക്കുന്നുണ്ട്, അവിടെ എല്ലാവർക്കും അറിയാം. ഈ റോഡ് ടാർ ചെയ്യുന്നുണ്ട് എന്ന് KSEB-ക്കും അറിയാം, വാട്ടർ അതോറിറ്റി എല്ലാ അതോറിറ്റീസിനും അറിയാം. പക്ഷേ എന്നാലും അവരിത് കഴിഞ്ഞാലേ വരുള്ളൂ. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് തന്നെ അറിയാലോ, ഇതൊക്കെ കഴിഞ്ഞാലേ ഈ കാര്യങ്ങളൊക്കെ വരുള്ളൂ. കാരണം എന്താ വെച്ചാൽ സിസ്റ്റം അങ്ങനെ ആയിപ്പോയി. അതുകൊണ്ടാണ് ഈ സിസ്റ്റം ക്ലിയർ ആയി വരുമ്പോൾ ഒന്നുകൂടി ബെറ്റർ ഓപ്ഷൻസിലോട്ട് എത്തും. പിന്നെ സിറ്റി പ്ലാനിങ്ങിൽ ഒന്നുകൂടെ പ്രോപ്പറായിട്ട് പബ്ലിക് ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസ് ഒക്കെ ഒന്നും കൂടെ കൂട്ടുകയാണെങ്കിൽ നന്നായിരിക്കും. അതായത് ഇപ്പോൾ ഒരു മെട്രോ കണക്ടിവിറ്റി, അതേപോലെ സൈക്ലിങ്ങിനുള്ള പെഡസ്ട്രെയിൻസ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ. വാട്ടർ മെട്രോ ഭയങ്കര ബൂമിംഗ് ആണ്. ഭയങ്കര ബൂമിംഗ് എന്ന് പറയുമ്പോൾ
പക്ക അടിപൊളിയാണ് സംഭവം. നമുക്ക് ട്രാഫിക്കായിട്ട് നല്ല മാറ്റമുണ്ട്. നമുക്ക് അങ്ങോട്ട് റീച്ച് ചെയ്യാനും നമുക്ക് ഓരോ ഐലൻഡ് റീച്ച് ചെയ്യാനും നല്ല അടിപൊളിയാണ്. പിന്നെ പ്ലസ് അത് രണ്ട് ഒബ്ജക്റ്റീവ് ഉണ്ട്. അത് നമുക്ക് നല്ല ടൈം ലിമിറ്റും തരുന്നത്. പിന്നെ നമുക്കൊരു ജേണിയും കൂടിയാണ്. ഇപ്പോൾ നമ്മൾ കൊച്ചിയിൽ പോകുന്ന സമയത്ത് ഇപ്പോൾ പണ്ടത്തെ പോലെയല്ല, ഈ വാട്ടർ മെട്രോ എന്ന് പറഞ്ഞാൽ എല്ലാവരും സ്പോട്ടാണ്. അതും കൂടെ എല്ലാവരും എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് എൻജോയ് ചെയ്യുന്നതിന് പ്ലസ് അതിനൊരു ഇൻകം ജനറേഷനും കൂടിയാണ്. മനസ്സിലായല്ലോ? ടൂറിസത്തിൻ്റെ ഫ്യൂച്ചറും കൂടിയാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ ഏതൊരു പ്രൊഡക്റ്റ് ചെയ്യുമ്പോഴും ഒരു സിംഗിൾ ബഫറിൽ നിൽക്കാതെ നമുക്ക് ഒന്നുകൂടി എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ വാട്ടർ മെട്രോ എന്ന് സിമ്പിളായിട്ട് തീം കൊടുക്കുന്നത് എന്താ വെച്ചാൽ ഒന്നുകൂടി ആൾക്കാർക്ക് ആക്സസ് സിമ്പിളായിട്ട് കൊടുക്കുന്നതായിരിക്കാം. പക്ഷേ അതൊന്നും കൂടി എന്ത് ചെയ്യുക, ഒന്ന് ടൂറിസ്റ്റിക്കായിട്ട് ഒന്ന് ഓറിയൻറ്റഡ് ആയി. അപ്പോൾ രണ്ട് ജനറേഷനാണ് നടക്കുന്നത് ഇതിൽ. ഓക്കെ, ഒന്ന് ഈവൻ ഈസി ആക്സസും, മറ്റേ മണി നമ്മൾ ഒബ്ജക്ഷൻസും ആണ്. അപ്പോൾ ടൂറിസ്റ്റിന് നമുക്ക് എന്ത് ചെയ്യണം, ബെറ്ററാണ്. ഈവൻ ലോക്കലി അവൈലബിൾ ആൾക്കാർക്കും ഇതൊന്നും നല്ല ബെറ്റർ ഓപ്ഷൻസ് ആണ്. പിന്നെ നമ്മുടെ നാട്ടിലിപ്പോൾ ഏത് വലിയ കോർപ്പറേഷൻസിലും ഒരു സിറ്റി പ്ലാനിലും ഒരു എഞ്ചിനീയർ ആർക്കിടെക്ട്സ് ഉണ്ടാവും, പ്ലാൻ കമ്മീഷൻ ബോർഡ് എല്ലാവരും ഉണ്ടാവും. അതൊക്കെ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാത്തതും ഇതിനൊരു നെഗറ്റീവ്സ് തന്നെ. സിമ്പിളായിട്ട് പറഞ്ഞു തരാണ്, പെരിന്തൽമണ്ണ പെരിന്തൽമണ്ണ നമ്മുടെ നാട്ടിൽ മെയിൻ സെൻറ്റർ എന്ന് പറയുന്നത്, നമുക്ക് പെരിന്തൽമണ്ണ സെൻറ്ററിൽ നിന്ന് കാലിക്കറ്റ്, പാലക്കാട്, തൃശ്ശൂർ, പിന്നെ ഊട്ടി റോഡ്, അങ്ങനെ 4 ജംഗ്ഷനാണ്. ഈ 4 ജംഗ്ഷനും ഇപ്പോൾ നിയറസ്റ്റ് ഒരു 1 മന്ത് മുന്നേ ഉണ്ടായ സംഭവം പറയുന്നത്, ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ബൈപ്പാസ് ജംഗ്ഷൻ ഉണ്ട്. ബൈപ്പാസ് ജംഗ്ഷൻ്റെ അവിടെ നിന്ന് ജസ്റ്റ് ഒരു അപ്രോക്സ് ഒരു 850 ഒരു 800 മീറ്റേഴ്സോളം നമുക്ക് എന്ത് ചെയ്യുക, എക്സ്പാൻഡ് ചെയ്യാന്ന് പറഞ്ഞ ഓപ്ഷൻ മുനിസിപ്പാലിറ്റിയിൽ വന്നു. പക്ഷേ ആ ഓപ്ഷൻ വന്നതോടുകൂടി ഒരു 2 വീക്സ് ആയപ്പോൾ ഈ ഓപ്ഷൻ എങ്ങോട്ടൊക്കെയോ ആയിട്ട് മാറിപ്പോയി. കാരണം എന്താ വെച്ചാൽ ആ സംഭവം വരുന്നതോടുകൂടി ഒരുപാട് ബിൽഡിങ്സ് പൊളിഞ്ഞു പോകും. ഓക്കെ, അപ്പോൾ ആൾക്കാർ ഇപ്പോഴത്തെ ഒരു സിറ്റിംഗ് ലെവൽ മാത്രമേ നോക്കുന്നുള്ളൂ. ഫ്യൂച്ചറിൽ നമ്മളെ കുട്ടികൾ, ഈവൻ ഇപ്പോൾ ന്യൂ ജനറേഷനെ ആരും ഫോക്കസ് ചെയ്യുന്നില്ല. ഈ ഇപ്പോൾ എക്സാമ്പിൾ പറയാം, നമ്മുടെ നാട്ടിൽ വലിയൊരു പെരിന്തൽമണ്ണ അങ്ങാടിപ്പുറം പാലം, നിങ്ങൾ തന്നെ കേട്ടിട്ടുണ്ടാവും. അങ്ങാടിപ്പുറം പാലം എന്ന് പറയുന്നത് ഭയങ്കര സംഭവമാണ്. അപ്പോൾ ഈവൻ ഞങ്ങൾ വരെ ഇന്ന് ബ്ലോക്ക് പെട്ട് വരികയാണ്. അപ്പോൾ നമ്മളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് നല്ല പ്ലാനിങ് വേസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതിനൊക്കെ നമുക്കൊരു സൊല്യൂഷൻ ഉണ്ട്. എല്ലാത്തിനും നല്ല സൊല്യൂഷൻസ് ഉണ്ട്. അപ്പോൾ സൊല്യൂഷൻ കൊണ്ട് കഴിഞ്ഞാൽ ഇപ്പോൾ അതിന് ബെറ്റർ ഓപ്ഷനാണ് നമ്മൾ അഹമ്മദാബാദ്, ചാണ്ഡീഗഡ് എന്ന് പറയുന്നത് പക്ക പ്ലാന്റ് സിറ്റിയാണ്. ഇപ്പോൾ ഓൾമോസ്റ്റ് ഇപ്പോൾ ഹൈദരാബാദും പ്ലാന്റ് സിറ്റിയാണ്. അപ്പോൾ എൻ്റെ അനിയൻ ബ്രദർ ഇപ്പോൾ ഹൈദരാബാദ് ഒരു കോഴ്സ് ചെയ്യാൻ പോയിട്ടുണ്ട്. അപ്പോൾ അവനവിടെ പോയപ്പോൾ പറഞ്ഞത് ബാംഗ്ലൂർ പോലെ ഒന്നുമല്ല, ഒട്ടും ട്രാഫിക് ഇല്ല, നല്ല ഇൻഫ്രാസ്ട്രക്ചറാണ്, നല്ല അടിപൊളിയാണ്, ഈസി ആൻഡ് ആക്സസ് ആണ്. അപ്പോൾ പക്ക ഒരു ഇൻഫ്രാസ്ട്രക്ചർ അവർ ആദ്യം മേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ മേക്ക് ചെയ്ത് വെച്ച ഇൻഫ്രാസ്ട്രക്ചർ വെച്ചിട്ടാണ് ഇതൊക്കെ ഡിസൈൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നല്ലൊരു സിറ്റി പ്ലാനിങ്ങും നല്ലൊരു പ്ലാനിങ്ങും ഉണ്ടെങ്കിൽ ഇതിനൊക്കെ നമുക്ക് ഒബ്ജക്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ നമ്മളിപ്പോൾ നാട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ട്രെൻഡാണ് സസ്റ്റൈനബിലിറ്റി. നമ്മൾ സോളാർ പോലെ നമ്മൾ ഇതിന് എത്രത്തോളം പ്രാധാന്യം കൊടുക്കണം? നിങ്ങളുടെ ഒരു പെർസ്പെക്റ്റീവ് എന്താണ്? സോളാർ എനർജിയൊക്കെ ആക്ച്വലി നമ്മൾ നല്ല യൂസ് ചെയ്യുന്നത്, നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു എനർജിയാണ് സോളാർ എനർജി. അതുപോലെ ആൾക്കാർ ഇപ്പോൾ വളരെ മിനിമമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് വിൻഡൊക്കെ നമുക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്ത് നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള കാരണം നമുക്ക് തന്നെ അതിന് മുകളിൽ കാരണം നമുക്ക് തന്നെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇപ്പോൾ ഒരുവിധം പുതിയ വീടുകളിലൊക്കെ സോളാർ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. ഗവൺമെന്റ് സബ്സിഡി കൊടുക്കുന്നുണ്ട്, നല്ല സബ്സിഡി. ഗവൺമെന്റ് സപ്പോർട്ടും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് കേരളത്തിലെ എല്ലാ വീടുകളിൽ നിന്നും കറണ്ട് ഗവൺമെന്റിന് അങ്ങോട്ട് തന്നെ വാങ്ങാം. അത് ഗവൺമെന്റ് നല്ല സോഴ്സ് ഓഫ് ഇൻകം ആണ്, ഗവൺമെന്റ് പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ. കാരണം ഇവിടെ അത്രയും വീടുകളിൽ ഇപ്പോൾ ചെയ്യുന്നുണ്ട്, ആൾക്കാർ ചെയ്യാൻ തയ്യാറുമാണ്. ഗവൺമെന്റ് സപ്പോർട്ടും കൂടെ പ്രോപ്പറായിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇതിൻ്റെ ഇടയ്ക്കൊരു റൂൾ വന്നിരുന്നു, ഈ ഒരു 5 kW 3 kW പ്രോബ്ലം. ഇപ്പോൾ ഗവൺമെന്റ് അതിൽ നിന്ന് ബാക്ക് ഓഫ് ചെയ്തു. അത്ര പ്രോബ്ലം ഒന്നും ഇല്ലെങ്കിൽ ആൾക്കാർ ഇത് ചെയ്യാൻ തയ്യാറാണ്. അത് 2 രീതിയിൽ ഗുണമാണ്. നമുക്ക് ഗവൺമെന്റിന് ഗുണമാണ്, ആസ് എ കസ്റ്റമേഴ്സ് ഓർക്കും ഗുണമാണ്. കറണ്ട് നമുക്ക് നമ്മളെ ആവശ്യത്തിന് നമുക്ക് ടെൻഷൻ ഇല്ലാതെ കറണ്ട് ഉപയോഗിക്കാം. മറ്റേത് വീട്ടിൽ AC ഇടുമ്പോൾ എല്ലാവർക്കും പേടിയാണ്, മോട്ടർ ഇടുമ്പോൾ പേടിയാണ്. ആ പേടിയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാം. ഓക്കെ. അല്ല, നിങ്ങളിപ്പോൾ സോളാറിൻ്റെ കേസ് പറഞ്ഞാൽ വിൻഡിൻ്റെ കേസ് പറഞ്ഞാൽ വിൻഡ് എനർജി നമ്മുടെ നാട്ടിൽ ഹൗസ് ഹോൾഡ്സിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. യൂസ് ചെയ്യുന്നില്ല, പക്ഷെ നമുക്ക് യൂസ് ചെയ്യാം. അങ്ങനത്തെ മോഡേൺ എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഉണ്ട്. വിൻഡ് വെച്ചിട്ട് നമുക്ക് വീടുകൾക്ക് കറണ്ട് എടുക്കാൻ പറ്റുന്ന മോഡേൺ എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ സ്വിറ്റ്സർലാൻഡിലൊക്കെ ഉണ്ട് ഒരു ട്രീ പോലത്തെ സാധനം ഉണ്ട്. അത് കാറ്റ് തട്ടി അങ്ങനെ തിരിയും. ഒരു ട്രീൻ്റെ ലീഫ് പോലെ ആയിരിക്കും അത് ക്രിയേറ്റ് ചെയ്തിക്കുക. നമുക്കത് കാറ്റ് തട്ടിയാൽ അത് തിരിയും. അത് എല്ലാ ലൊക്കേഷനിലും അത് പോസിബിൾ അല്ല. ഏറ്റവും കൂടുതൽ ഇത് വാഗമണിലാണ്. അങ്ങനെ ഹൈ ഹിൽ ഏരിയയിലൊക്കെ അത് പോസിബിൾ ഉള്ളൂ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് വാഗമൺ സൈഡിലാണ്, ഹിൽ ഏരിയസിൽ. പിന്നെ നമുക്ക് പൊള്ളാച്ചി, നമ്മൾ ഇവിടുന്ന് പാലക്കാട് കഴിഞ്ഞിട്ട് പൊള്ളാച്ചി റൂട്ടിൽ ഒരുപാട് കാണുന്നുണ്ട്. കമ്പാരിറ്റീവ്ലി തമിഴ്നാട് ഏരിയസിലൊന്നും അത് വലിയ വിൻഡ് മില്ല് പോലത്തെ വലിയ സെറ്റപ്പ്, ലൈക്ക് ഹൗസ് ഹോൾഡിൽ ചെറിയ സെറ്റപ്പ് ചെയ്യാം. വീടിന് ആവശ്യമുള്ള ചെറിയ സെറ്റപ്പും വർക്ക്ഔട്ട് ചെയ്യാം. നമുക്ക് പ്രോപ്പറായിട്ട് നമുക്ക് വിൻഡും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് കിട്ടണം. അത് ഡിപ്പെൻഡഡ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്ത് പ്രോപ്പർ വർക്കിംഗ് നടക്കുക. പക്ഷേ സോളാർ എല്ലായിടത്തും പറ്റും. സോളാർ തന്നെ ഇപ്പോൾ പല വിധത്തിലും വരുന്നില്ല. ലൈക്ക് ഈ വാൾ ലൈറ്റ്, അതിൽ നിന്നൊക്കെ ഈ ചെറിയ ചെറിയ സോളാർസിൻ്റെ ഒക്കെ
അതേപോലെ ഈ പാനൽസ് ഒക്കെ കൂടുതൽ ഇന്ത്യയിലാണോ അതിൻ്റെയൊക്കെ പ്രൊഡക്ഷൻ വരുന്നത്, അതോ ചൈനയിൽ നിന്നാണോ കൂടുതൽ സാധനങ്ങൾ? അത് നിങ്ങളോട് ഞാൻ ചോദിക്കാൻ വരുന്ന ഒരു കാര്യമായിരുന്നു. എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഡിസൈനൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് പ്രൊഡക്ട്സ് വരുന്നത് ചൈനയിൽ നിന്നാണ്. അപ്പോൾ അതിനനുസരിച്ച് അത് അവർ മൊത്തം, ഇപ്പോൾ ഞാൻ ചൈനയിൽ പോയപ്പോൾ ഞാൻ കണ്ടൊരു കാര്യം, യൂറോപ്പ് സ്റ്റാൻഡേർഡ്സിന് പറ്റിയിട്ടുള്ള സാധനങ്ങൾ അവിടെ അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, പിന്നെ ഏഷ്യയിലോട്ടുള്ളത് അങ്ങനെയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ടോട്ടലി നോക്കാൻ ചിത്രത്തോടെ ചൈനീസ് പ്രോഡക്ട്സ് വരുമ്പോൾ നമ്മൾ മൊത്തത്തിൽ ഡിസൈൻസിനൊക്കെ അത് ബാധിക്കും. ലൈക്ക് അവിടുന്ന് വരുന്ന സാധനങ്ങളായതുകൊണ്ടൊക്കെ ഇന്ത്യയിൽ പ്രൊഡക്ഷൻ ഇല്ലാത്തതുകൊണ്ടൊക്കെ. അല്ലേ, നമ്മൾ ഡിസൈനിൽ ഒരു ബേസിക് നീഡ് എപ്പോഴും സെയിം ആയിരിക്കും. നമ്മളെ ക്ലയൻസിനനുസരിച്ച് ബേസിക് നീഡ്, ഡിസൈൻ ആസ്പെക്റ്റുകൾ മാറിയാലും അവരുടെ ആവശ്യങ്ങൾ സെയിം ആയിരിക്കും. ഇപ്പോൾ വേണ്ടത് ഒരു ലിവിങ് റൂം നോക്കുകയാണെങ്കിൽ നമുക്ക് വേണ്ടത് സോഫ ആയിരിക്കും, അതിന് നമ്മൾ ഡിസൈൻ ആയിരിക്കും ചേഞ്ച് ചെയ്യാം. നമുക്ക് നീഡ് എന്താണ്, സോഫയാണ്. ഇപ്പോൾ ചൈനയിൽ നിന്ന് അധികം വരുന്ന ഇമ്പോർട്ട് ചെയ്യുന്ന എക്യുപ്മെന്റ്സ് ഇപ്പോൾ വരുന്നത് ഫർണിച്ചേഴ്സ്. അതിൽ പിന്നെ സോളാർ പാനലുകൾ ചൈനയിൽ നിന്ന് ചെയ്യുന്നുണ്ട്, ഇന്ത്യൻ ബ്രാൻഡ് അറ്റ് സെയിം ടൈം ചെയ്യുന്നുണ്ട്. ഇന്ത്യയിൽ അദാനി ചെയ്യുന്നുണ്ട്, ടാറ്റ ചെയ്യുന്നുണ്ട്, അവരൊക്കെ അത്യാവശ്യം നല്ല ഹൈ വോളിയം ചെയ്യുന്നുണ്ട്. ഏതായാലും കുഴപ്പമില്ല, സർവീസ് കുറച്ചും കൂടെ ബെറ്റർ ഞങ്ങൾക്ക് തോന്നുന്നത് ഇന്ത്യൻ ബ്രാൻഡ്സ് ആയിരിക്കും. ചൈന ബ്രാൻഡും പ്രൊഡക്ടിവിറ്റി ഒക്കെ അത്യാവശ്യം ഉണ്ട്. ഈസി ടു സർവീസ് ആക്സസ് ആണ്. നമുക്ക് സഡൻ ആയിട്ട് ഒരു 20 days 25 days ഉണ്ട്, അല്ലെങ്കിൽ ഇത് ഫുൾ ക്ലാരിറ്റി ക്ലീൻ ചെയ്ത് റെഡിയാക്കി തരും. ബാക്കിയുള്ളതൊക്കെ നമുക്ക് ചിലപ്പോൾ നമുക്ക് അവരെ കണക്ട് ചെയ്യാൻ കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടായിരിക്കാം. പക്ഷേ ചില കമ്പനീസ് വിളിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന റിപ്പോർട്ട് പറഞ്ഞാൽ ഈ ഇമ്പോർട്ടഡ് ബ്രാൻഡിൽ നിന്ന് നമുക്ക് കറണ്ട് പ്രൊഡക്ഷൻ കൂടുതലുണ്ടെന്നൊരു ഇതുണ്ട്. നമ്മൾ ഇന്ത്യൻ ബ്രാൻഡ്സിലേറെ ഇമ്പോർട്ടഡ് ബ്രാൻഡ്സിന് ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷൻ കൂടുതലുണ്ട്, പക്ഷേ ഇമ്പോർട്ടഡ് ബ്രാൻഡ്സിന് സബ്സിഡി ഇല്ല. ഇന്ത്യൻ ബ്രാൻഡ്സിന് സബ്സിഡി ഉള്ളൂ. അപ്പൊ ആർക്കും അധികം ആൾക്കാർ ഇമ്പോർട്ടഡ് ബ്രാൻഡ്സ് യൂസ് ചെയ്യുന്നില്ല. 8 കിലോവാട്ടിന് മുകളിൽ സബ്സിഡി അവൈലബിൾ അല്ല, അതിന് താഴെ സബ്സിഡി ഉള്ളൂ. ഈവൻ കൊമേഴ്ഷ്യൽ പർപ്പസിനൊന്നും ഇതിന് സബ്സിഡി കിട്ടുന്നില്ല. സബ്സിഡി കൊടുക്കണം. ഈ കൊമേഴ്ഷ്യൽ കേസുകളിലൊന്നും സബ്സിഡി കൊടുക്കുന്നില്ല. പക്ഷേ ഈവൻ സബ്സിഡി കൊടുത്തിട്ടില്ലെങ്കിൽ തന്നെ അത് പ്രോഫിറ്റബിൾ ആണ്. അതുകൊണ്ടാണ് ആൾക്കാർ കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഈ സബ്സിഡി കൊടുത്തിട്ടില്ലെങ്കിൽ തന്നെ അത് പ്രോഫിറ്റബിൾ ആയതുകൊണ്ട് യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഒന്നുകൂടി നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകൂടി അടിപൊളിയായിരിക്കാം. ഒന്നുകൂടി യൂസേജ് കൂടും, കൺസ്യൂമേഴ്സ് ഒന്നുകൂടി കൂടും. നമുക്ക് സിമ്പിൾ കൺസ്യൂമേഴ്സ് കൂടണല്ലോ. ഈ ആസർ പറഞ്ഞ പോലെ തന്നെ അത് കൺസ്യൂമേഴ്സ് കൂടിയാൽ ഏറ്റവും ബെനിഫിറ്റ് വരുന്നത് ശരി ഗവൺമെന്റിനാണ്. ഇത് ഗവൺമെന്റ് പർപ്പസ്ഫുള്ളി ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ബെറ്റർ ഓപ്ഷനാണ് ശരിക്കും. ഇത് പുറത്തേക്ക് സെല്ല് ചെയ്യാം. ഇപ്പം നമ്മൾ കറണ്ട് ശരിക്കും പുറത്ത് ആക്ച്വലി ശരിക്കും കറണ്ട് നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് പർച്ചേസ് ചെയ്യാണ്. ശരിക്കും നമ്മൾ ഇപ്പോഴത്തെ കണ്ടീഷനിൽ നമ്മൾ തമിഴ്നാട് നമ്മൾ കയറിനോട് പർച്ചേസ് ചെയ്യാൻ ചെയ്യാറ്. ശരിക്കും നമ്മളെ നല്ല പക്ക പ്രൊഫഷണലായിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും ഇതിനൊന്നും ആവശ്യം ഉണ്ടാവില്ല എന്നാണ് നമ്മൾ. കാരണം അത്രയും നമ്മുടെ നാട്ടിൽ അത്രയും ലൊക്കാലിറ്റികൾ ഉണ്ടല്ലോ. പിന്നെ കമ്പാരിറ്റീവ്ലി ചൂട് കൂടുതലാണ്, നല്ല ചൂടുള്ള ടൈമിലാണ് ഇപ്പോൾ. അപ്പോൾ അതും നല്ലൊരു ഒബ്ജക്റ്റാണ്, നല്ലൊരു ഓപ്ഷനാണത്. പിന്നെ ഈ റെനോവേഷൻ്റെ ഒക്കെ കാര്യം വരുമ്പോൾ നിങ്ങൾക്കിപ്പോൾ കൂടുതൽ ക്ലയൻസ് അങ്ങനെ വരാറുണ്ടോ? ഇപ്പോൾ ഈ 2000-ലും 90s-ലൊക്കെ ഉണ്ടാക്കിയ വീടുകളൊക്കെ ഒരു ഫുള്ളായിട്ട് ഫ്രണ്ടൊക്കെ മാറ്റണേ, അതൊക്കെ ചിലവ് എങ്ങനെ അതിനൊക്കെ ചെയ്യുമ്പോൾ കൂടുതലാണോ? ചില ആൾക്കാർ അതിൽ മാത്രം വർക്ക് ചെയ്യും, ചില ആൾക്കാർ ഫുള്ള് ഡെമോളിഷ് ചെയ്തിട്ട് പുതിയതായിട്ട് ബിൽഡ് ചെയ്യും. നിങ്ങളുടെ അഭിപ്രായം എന്താ? ഇപ്പോൾ ഈ പഴയ വീടൊക്കെ ഉള്ള ആൾക്കാരുണ്ടാവും, തറവാടുകളൊക്കെ പൊളിച്ച് പുതിയത് കയറ്റുന്ന ആൾക്കാർ, അല്ലെങ്കിൽ തറവാടിനെ വേറൊരു പുതിയ രൂപത്തിലേക്ക് മാറ്റുന്ന ആൾക്കാർ, അത് ഏത് ചെയ്യുന്നതാവും ബെറ്റർ? റിനോവേഷൻ്റെ കേസിൽ കോസ്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ രണ്ടും സെയിം തന്നെ വരാം. ചില കേസിൽ കൂടാൻ വരെ ചാൻസ് ഉണ്ട്. കാരണം നമ്മൾ പഴയ സ്ട്രക്ചറിനെ കംപ്ലീറ്റ് നിലനിർത്തിയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് വേണം അതിനെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ കമ്പാരിറ്റീവ്ലി എക്സ്പെൻസ് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ലേബേഴ്സിന് യൂസ് ചെയ്യാനുള്ള അവൈലബിൾ സ്പേസസും കാര്യങ്ങളും ഒരു മെയിൻ ഒരു ഡിസൈൻ ഡിപ്പെൻഡന്റ് ആണ് കേട്ടോ. നമ്മൾ മിനിമം ഡിസൈൻ ഒക്കെ ആണെങ്കിൽ ഉള്ള റിനോവേറ്റ് ചെയ്ത് എടുക്കാം. നമ്മൾ നല്ല രീതിയിൽ ഒരു ചേഞ്ച് വരുത്തണം. പക്ഷെ പഴയ വീടുമ്പോൾ തന്നെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രണ്ട് പറഞ്ഞു, തൃശ്ശൂരിൽ ഫ്രണ്ട് പറഞ്ഞു എനിക്കൊരു റിനോവേഷൻ പ്രൊജക്ട് വന്നു. ഓൾമോസ്റ്റ് റിനോവേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു വാള് മാത്രമേ ബാക്കി വന്നത്, ബാക്കിയൊക്കെ പുതിയ വീടായി. പക്ഷെ പേര് റിനോവേഷൻ നെയിമിങ് വരും ചെയ്തു. അവൻ പറഞ്ഞു ഇപ്പോൾ ലാസ്റ്റ് ഞങ്ങൾ ഒരു മാരേജിന് പോയപ്പോൾ അവൻ എന്നോട് പറഞ്ഞതാണ് റിനോവേഷൻ പ്രൊജക്ട് വന്നു, ആൾക്ക് വീട് പൊളിക്കണ്ട. പക്ഷെ വീട് കംപ്ലീറ്റഡ് ആയി കഴിഞ്ഞപ്പോൾ ഒരു വാള് മാത്രമേ ബാക്കി ഫുള്ള്. അപ്പോൾ അത്രയും ലോസ് വരും. കാരണം നമ്മളൊരു പ്ലാനിങ് ഇല്ലാതെ അത് സ്റ്റേജ് ബൈ സ്റ്റേജ് ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ നമുക്ക് അത്രയും കോസ്റ്റ് കൂടും. പിന്നെ ഇതിന് ഫൗണ്ടേഷൻ എന്താ വെച്ചാൽ ഫൗണ്ടേഷൻ അന്നും പഴയ തന്നെയാണ്. ഫൗണ്ടേഷൻ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, റീകൺസ്ട്രക്ട് ചെയ്യുന്നില്ല. ഇപ്പോൾ 2000 നമ്മൾ വീട് ചെയ്യുന്നത് ഇപ്പോൾ 2025, ഓൾമോസ്റ്റ് 25 years ആയി. ഇപ്പം നമ്മൾ ആ വീട്ടിൽ തന്നെ റീബിൽഡ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ 25 years കൂടി കാണുകയാണ്. അപ്പോൾ നമുക്ക് 50 years ഓഫ് എന്തായി ഫൗണ്ടേഷൻ സെയിം ആണ്. അപ്പോൾ ഈവൻ ആ ഫൗണ്ടേഷൻ ഈ ഒരു 25 years 10 years കഴിഞ്ഞാൽ ഫൗണ്ടേഷൻ ഇപ്പോൾ ഡാമേജ് വരാൻ സാധ്യത കേസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഡാമേജസ് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ കൂടുതൽ ഇംപ്ലിമെന്റ് ചെയ്യും, കൂടുതൽ പില്ലേഴ്സ് കൊടുക്കും, കോളംസ് കൊടുക്കും, ബീംസ് കൊടുക്കും. ഇത് കൊടുക്കുന്ന സമയത്ത് കമ്പാരിറ്റീവ്ലി ഒരു പുതിയ വീടിന്റെ റേറ്റിലോട്ട് എത്താതിരിക്കാം. ആസ് പറഞ്ഞ പോലെ ആസ് പെർ ദി ഡിസൈൻ ഡിപ്പെൻഡഡ് ആണ്.
നന്നായിട്ട് ഡിസൈൻ ചെയ്യുന്ന നല്ല നല്ല ഐഡിയാസ് വെച്ച് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ റെക്ടിഫൈ ചെയ്യാവുന്നുള്ളൂ. പക്ഷേ നമുക്ക് ഐഡിയ ചെയ്തിട്ടില്ലെങ്കിൽ ഇത് ഒരുപാട് നമുക്ക് അപ്പ് ചെയ്യാൻ ചാൻസ് കൂടുതലാണ്. കോമൺലി ഇപ്പോൾ ഒരു 3000 വീട് വെക്കുന്നതിനേക്കാളും അപ്പ് ചെയ്യാനും റേറ്റ് അപ്പ് ചെയ്യാൻ ചാൻസ് കൂടുതലാണ്. പിന്നെ നമ്മൾ അത്ര ട്രഡീഷണൽ വീടിൻ്റെ കേസസ് നോക്കുമ്പോഴേ പഴയ വീടിൻ്റെ അതേ നിലനിർത്തിങ്ങാണ്ട് ചെയ്യാനുള്ള റിക്വയർമെൻ്റ് ആയിട്ട് വരുമല്ലോ. സോ അത് നമുക്ക് ഒരിക്കലും പഴയത് നമ്മൾക്ക് ഒരിക്കലും റീകൺസ്ട്രക്ട് ചെയ്യാറുണ്ട്, അതിൻ്റെ പുതുമ പോയല്ലോ. അത് റീസ്റ്റോറേഷൻ ആണ് നല്ലത്. റീസ്റ്റോറേഷൻ ആണല്ലോ. റിനോവേഷനും റീസ്റ്റോറേഷനും രണ്ട് പ്രോസസ്സാണ്, രണ്ട് പരിപാടിയാണ്. ചില വീടുകൾ പഴയ ട്രഡീഷണൽ തറവാടുകളൊക്കെ ഉണ്ടാവും, അത് അവർക്ക് റീസ്റ്റോർ ചെയ്യായിരിക്കും ആവശ്യം. നൊസ്റ്റാൾജിക് ഉണ്ടാവും അതില്. പിന്നെ അത് റീസ്റ്റോർ ചെയ്ത് ആ ഹെറിറ്റേജ് കീപ്പ് ചെയ്യാന്നുള്ള ഇതായിരിക്കും ഉണ്ടാവുക. നമുക്ക് റീസ്റ്റോർ ചെയ്യാം, പക്ഷെ അത് റീസ്റ്റോർ ചെയ്യാൻ കോസ്റ്റ്ലി ആണ്. ആ മെറ്റീരിയൽസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് റീസ്റ്റോർ ചെയ്യാൻ പറ്റില്ല. അത് കോസ്റ്റ് ഡിപ്പെൻസ് അതിന്റെ ഡിസൈൻ, അതിനെ നമ്മൾ എങ്ങനെ ട്രീറ്റ് ചെയ്യണോ അതിനനുസരിച്ച്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നിങ്ങൾ കാണുന്നുണ്ടാവും, ഇപ്പോൾ എക്സാമ്പിൾ നല്ല പണ്ടത്തെ ബാറുകളൊക്കെ ഹെറിറ്റേജ് ബാറുകളൊക്കെ ഉണ്ടാവും. ഈ ഹെറിറ്റേജ് ബാറുകൾ ഈ കുമരകത്ത് പോയി കഴിഞ്ഞാൽ കുറേ കുമരകം റിസോർട്ട്സ് ഉണ്ട്. ആ റിസോർട്ട്സിനൊക്കെ ഒരു പഴയ തനിമയാണ്. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മലയാള ഭാഷ പറഞ്ഞ പഴയ തനിമ, ട്രഡീഷണൽ ഫീലാണ്. അവിടേക്ക് വരുന്നത് കൂടുതൽ യൂറോപ്യൻസ് ആണ്. അപ്പോൾ ടൂറിസ്റ്റ് അപ്പോൾ നമുക്ക് ആ ഒരു കൾച്ചറിന് നമ്മുടെ നാട്ടിൽ ഇപ്പോഴും നല്ലൊരു ബിൽഡ് ഉണ്ട്, ആ ഒരു ട്രഡീഷണൽ ഫീല്. ഇപ്പോൾ ഇപ്പോൾ എൻ്റെ നമ്മൾ 3 പേരെ കൂട്ടത്തിലും എനിക്ക് പൊതുവേ ഒരു ട്രഡീഷണൽ ഫീൽ കൂടുതൽ താല്പര്യമാണ്. അപ്പോൾ നമുക്കില്ല, 3 പേർക്ക് ഇല്ലാന്നല്ല. ഇപ്പോൾ നമുക്ക് നമ്മളൊരു ബേസിക് എയിമാണ് നമ്മൾ വീട് വെക്കുമ്പോൾ പറയുമ്പോഴും ഒരു ട്രഡീഷണൽ ഫീൽ ആഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കും ഭൂരിഭാഗം ഒരു പെർസെൻറ്റേജ് ആൾക്കാരും. അപ്പോൾ ഈ പുറത്തിലെ ആൾക്കാരൊക്കെ ഇപ്പോൾ കേരളത്തിന് പുറത്ത് പൊതുവേ ഈ ഒരു ട്രഡീഷണൽ കുറവാണ്. അപ്പോൾ വയനാട്ടിലിപ്പോൾ നിങ്ങൾ ഹോട്ടൽ റൂംസൊക്കെ ബുക്ക് ചെയ്യുമ്പോൾ കാണാൻ പറ്റും. ഇപ്പോൾ താജിലാണെങ്കിലും ഇപ്പോൾ അവിടെ നല്ല നല്ല 5 സ്റ്റാർ ഹോട്ടൽസ് റിസോർട്ട്സിലൊക്കെ കൂടുതൽ വരുന്ന കർണാടക ബേസ്ഡ് ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് നമ്മളെ ഫീൽ ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ്. പ്ലസ് യൂറോപ്യൻസും കേരള ബേസ്ഡ് ആൾക്കാർ വളരെ കുറവാണ്. അപ്പോൾ ആ കൾച്ചറിന് ഒരു വാല്യൂ നമ്മുടെ നാട്ടിലുണ്ട്. ആ വാല്യൂ നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ, നല്ല രീതിയിൽ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോഴും സംഭവം ട്രഡീഷണൽ അടിപൊളി തന്നെയാണ്. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആ ചെയ്യേണ്ട പോലെ ചെയ്യണം തന്നെ ഉള്ളൂ. നമുക്ക് കോസ്റ്റ് എഫക്റ്റീവും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോഴും സംഭവം ക്ലാസ് തന്നെയാണ്. ഇപ്പോൾ കൊച്ചിയിലാണെങ്കിലും കുമരകത്താണെങ്കിലും ഒരുപാട് റിസോർട്ടുകളുണ്ട്. ഇപ്പോൾ ലേക്ക് റിസോർട്ടുകൾ, ബീച്ച് റിസോർട്ട്, ഒരുപാട് റിസോർട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നല്ല ഗസ്റ്റും കാര്യങ്ങളുണ്ട്. നല്ല രീതിയിൽ അവർ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. നല്ല രീതിയിലായിട്ട് അതവർ എന്താ പറയുക കീപ്പ് ചെയ്യുന്നുണ്ട്. പഴയ ഒരു ട്രഡീഷണൽ ഫീൽ കീപ്പ് ചെയ്യുന്നുണ്ട്. അതെ, അതൊരിക്കലും ട്രെൻഡ് ഔട്ട് ആവാൻ പോകുന്നില്ല. ട്രഡീഷണൽ ഒരിക്കലും ട്രെൻഡ് ഔട്ട് ആവില്ല. അത് ഇപ്പോൾ നമുക്ക് തന്നെ അറിയാം. ഇപ്പോൾ ഒരു 90s നമ്മളൊക്കെ 90s ആണല്ലോ. ഇപ്പോൾ 90s നമ്മളൊരു ആൾക്കാർക്ക് ഒന്നും കൂടി ട്രഡീഷണൽ ഫീൽ കൂടുതലായിരിക്കും. ഇപ്പോൾ ജനറേഷൻ ചിലപ്പോൾ ഒന്നും കൂടി കുറവായിരിക്കാം. ഒന്നുകൂടി മോഡസ്റ്റിക് ആയിട്ട് ഇഷ്ടം, നമുക്ക് ഒന്നുകൂടി ട്രഡീഷണൽ ഫീൽ ആയിരിക്കും ഒന്നുകൂടി ഇഷ്ടം. അതാണ് ഓട്ടോമേഷൻ ഒന്നുകൂടി ഇമ്പോർട്ടൻസ് വന്നത്. ഇതൊന്നും ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ട് നമ്മുടെ നാട്ടിൽ. നല്ല റിച്ചിൽ ലൈഫ് സ്റ്റൈൽ യൂസ് ചെയ്യുന്ന ആൾക്കാർ ഇതൊന്നും ഈ ഓട്ടോമേഷനും ഈ സിസ്റ്റങ്ങളൊന്നും ഇഷ്ടപ്പെടാത്ത ആൾക്കാർ ഒരുപാട് ആൾക്കാരുണ്ട്. ഓക്കെ, മാനുവൽ ഫീൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ നിവിൻ പോളിൻ്റെ ഒരു പടം ഇപ്പോൾ നിയറസ്റ്റ് ആയിട്ട് ഇറങ്ങിയല്ലോ, ഏതൊരു ഫിലിം ഇറങ്ങിയല്ലോ ഇപ്പോൾ നിവിൻ പോളിൻ്റെ ഒരു പടം. അതിലൊരു വീട് അവർ ട്രഡീഷണൽ വീട് ഉണ്ടായില്ലേ, നിയറസ്റ്റ് ആയിട്ട് വന്നൊരു പടം മൂവി ഉണ്ടല്ലോ, സർവ്വമായം. ആ സർവ്വമായം എന്ന് പറഞ്ഞ പടത്തിൽ അവർ ഒരു വീട്, നിങ്ങൾക്ക് പടം കണ്ടിട്ടുണ്ടോന്ന് അറിയില്ല, ആ ഫിലിമിലൊരു വീടുണ്ട്. ആ വീട് അവർ കൺസ്ട്രക്ട് ചെയ്താണ്, ട്രഡീഷണൽ വീട് കൺസ്ട്രക്ട് ചെയ്താണ്. ഈ ഫിലിമിന് വേണ്ടിയിട്ട് അവർ റീകൺസ്ട്രക്ട് ചെയ്താണ്. അപ്പോൾ അതിന് അവർക്ക് നല്ലൊരു എമൗണ്ട് ആയിട്ടുണ്ടാവും. അപ്പോൾ ഇതൊക്കെ ഒരു ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഒന്നുകൂടി ഓറിയൻറ്റഡ് ആണ്. നമ്മുടെ നാട്ടിലെ ആൾക്കാർ ഫാമിലി മൂവി എന്ന് പറയുമ്പോൾ ഇത് ഓറിയൻറ്റഡ് ആണ്. നമ്മുടെ നാട്ടിൽ പഴയ ഒരു തീമിലോട്ടും ഇതൊക്കെ ഒരു ഓറിയൻറ്റഡും കൂടിയാണ്. നിങ്ങൾ ഓട്ടോമേഷൻ്റെ കേസ് പറഞ്ഞുകൊണ്ട് ചോദിക്കാൻ മതിയാ. ഇപ്പോൾ നമ്മുടെ നാട്ടിലിപ്പോൾ ഓട്ടോമേഷൻ എന്നൊക്കെ പറയുമ്പോൾ പൊതുവെ ഒരു CCTV വെച്ചാലും അതേപോലെ ഒരു ഓട്ടോമാറ്റിക് ഗേറ്റ് വെച്ചാലും അവിടെ തീരുന്നതല്ല ശരിക്കും ഓട്ടോമേഷൻ. പക്ഷേ കുറേ ആൾക്കാർക്ക് ലൈക്ക് അവിടെ അതാണ് ഓട്ടോമേഷൻ. ബേസിക്കലി ഒരു ഓട്ടോമേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, എന്തൊക്കെയാണ് അതിൽ നമുക്കൊരു വീട്ടിൽ മാക്സിമൈസ് ചെയ്യാൻ പറ്റുക? ഓട്ടോമേഷൻ്റെ ഏറ്റവും ബേസിക് ആണ് ഈ CCTV. ബേസിക് എന്ന് പറയാൻ പറ്റില്ല, അതിൻ്റെ താഴെയുള്ള CCTV പറഞ്ഞാൽ അതൊരു ഓട്ടോമേഷൻ എന്ന് പറഞ്ഞാൽ. ഓട്ടോമേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കൊരു വീട്, നമുക്ക് എവിടെ നിന്നും ഒരു വീട് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതായത് നമ്മളെ വീട്ടിലെ ഏത് എക്യുപ്മെൻറ്റ്സും കൺട്രോൾ ചെയ്യാൻ പറ്റും. അതാണ് ഓട്ടോമേഷൻ. ഇപ്പോൾ ഓട്ടോമേഷൻ ഇത്ര ഇമ്പോർട്ടൻസ് ഉള്ള കൊടുക്കാൻ കാരണം ഇന്ന് നമ്മൾ വീടുകളൊക്കെ ഉപയോഗിക്കാൻ പോകുന്ന ജെൻസി ആൾക്കാരാണ്. അവർ കുറേ കൂടി ടെക്നിക്കലി നോളജ് ഉള്ള ആൾക്കാരാണ്. നമ്മളെ ഫാദേഴ്സിനെ പോലെ ആവില്ല. കാരണം ഇപ്പിഞ്ഞുള്ള ജനറേഷൻ കുറച്ചും കൂടെ അവർ നേരെ വന്നത് ആൻഡ്രോയിഡിക്കാണ് അവർ ജനിച്ചത്. അത് വളരുന്നത് ChatGPTയിലും ജെമിനിയിലാണ് ഇപ്പോൾ അവർ വളർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ എക്യുപ്മെൻറ്റ്സ് ഉപയോഗിച്ച് പരിചയമുള്ള ആൾക്കാരാണ്. അവർക്ക് നമ്മൾ അവരെ സ്പെക്കിൽ വീട് ചെയ്യുമ്പോൾ ഓട്ടോമേഷൻ നിർബന്ധമാണ്. കാരണം അത്രയും ഫാസ്റ്റ് മൂവിങ് വേൾഡിൽ ഇപ്പോൾ ഈ കേരളത്തിലെ വീടുള്ള ആൾക്കാർ താമസിക്കുന്നത് ദുബായിലോ അല്ലെങ്കിൽ പുറത്ത് എവിടെയെങ്കിലും ആയിരിക്കും. അവർക്ക് അവരുടെ വീട്ടിൽ ഒരു ലൈറ്റ് ഓൺ ആക്കണമെങ്കിലോ അല്ലെങ്കിൽ ഒരു ഗേറ്റ് ഓപ്പൺ ചെയ്യാനോ CCTV കൺട്രോൾ ചെയ്യാനോ ആവശ്യമില്ല. നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ വീട് നമുക്ക് തുടക്കം വരെ ചെയ്യാം.
ഈവൻ നമുക്ക് റോബോട്ട് വെച്ചിട്ട് റോബോട്ട് നമ്മൾ വീട് കംപ്ലീറ്റ് നമുക്ക് ക്ലീൻ ചെയ്യാം. ചെയ്യാം. വീട് കംപ്ലീറ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഫ്ലോർ ക്ലീൻ ചെയ്യാം. നമുക്കൊരു മെയ്ഡിനെ ഒഴിവാക്കാം. ഒരു മെയ്ഡിനെ ഒഴിവാക്കുക. അവിടെ വെച്ച് നമ്മൾ പോളണ്ടിൽ വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ കേരളത്തിൽ നിങ്ങളെ വീട് എന്ത് ചെയ്യാം, നിങ്ങൾ റോബോട്ട് സിസ്റ്റം വെച്ചിട്ട് നിങ്ങൾക്ക് കംപ്ലീറ്റ് ക്ലീൻ ചെയ്യാം. ഇതൊക്കെ സിസ്റ്റം മാറി വന്നു. ഫ്യൂച്ചറിൽ ഒരു മെയ്ഡിനൊക്കെ അഫോർഡ് ചെയ്യുന്ന എത്രയോ നല്ലത് ഇങ്ങനത്തെ മോഡേൺ എക്യുപ്മെന്റ്സ് അഫോർഡ് ചെയ്യാനാണ്. അപ്ഡേറ്റഡ് വേർഷൻസ് എപ്പോഴും വരണം, അത് കമ്പൽസറി ആണ്. നമ്മുടെ നാട്ടിൽ അപ്ഡേറ്റഡ് വേർഷൻസ് എപ്പോഴും വരണം, അത് നല്ലതുമാണ്. പക്ഷെ നല്ല പോലെ അത് യൂട്ടിലൈസ് ചെയ്യണം, അപ്പോഴാണ് അത് പർപ്പസ്ഫുള്ളി അത് ഓക്കെ ആവുള്ളൂ. റെസിഡൻഷ്യലിന്റെ കേസ് മാത്രമല്ല, ഇപ്പോൾ റിസോർട്സിലാണെങ്കിലും പോർട്സ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഒരുപാടായിട്ട് മുന്നിക്ക് വരുന്ന ഒരു ടൈമാണ്. ഇപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ അപ്ഡേഷൻസ് പറയുന്നത് നമ്മളെ കേസിൽ അപ്ഡേഷൻസ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഈ വയനാട്ടിൽ വാഗമണിലൊക്കെ ഒരുപാട് പോർട്സ്, ചൈന പോർട്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ ഈസി ടു മെയിൻ്റെനൻസ്, അത് നമ്മൾ റെഡിമെയ്ഡ് എക്യുപ്മെന്റ്സ് ചൈന ബേസ്ഡ് ഫാക്ടറി മെയ്ഡ് ചെയ്തിട്ട് സൈറ്റ് കൊടുന്ന് പ്ലേസ് ചെയ്യുക. അതിന് പോർട്സ് നമ്മൾ പറയും. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, പോർട്സ് കണ്ടിട്ടുണ്ടാവും. വയനാട്ടിൽ ഒരുപാട് മറ്റേ വീക്കെൻഡ് ഹോംസുകളുണ്ട്, അങ്ങനെ പോർട്സ് ഹോംസ് ഉണ്ട്. അതൊക്കെ ഈ ഒരു നമ്മൾ ന്യൂ ജനറേഷൻ്റെ ബേസിലാണ് അതൊക്കെ ശരിക്കും പറഞ്ഞാൽ വരുന്നത്. അതൊക്കെ അവർക്ക് നമുക്ക് വേണമെങ്കിൽ ഒരു 5 years കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് റീകൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. ആ സിസ്റ്റം കംപ്ലീറ്റ് റീകൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും, അതിന് ഫെസിലിറ്റി കാര്യമൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഫാസ്റ്റ് മൂവിങ് ആണ്, നമ്മളെല്ലാവരും ഫാസ്റ്റ് മൂവിങ് ആണ്, നമ്മുടെ ജനറേഷനും ഭയങ്കര ഫാസ്റ്റ് മൂവിങ് ആണ്. അപ്പോൾ ഈ ഫാസ്റ്റ് മൂവിങ്ങിന് നമ്മൾ എന്തൊക്കെ ചെയ്യാൻ പറ്റും, ആസ് എ ആർക്കിടെക്ട് എന്ന ലെവലിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, നമ്മളെ അപ്രോച്ച് ചെയ്യുന്ന ക്ലൈൻറ്റ് എന്തൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും, ഇതൊക്കെ നമ്മൾ ബേസിക് തീമുകൾ. ഇപ്പോൾ നമ്മൾ അപ്രോച്ച് ചെയ്യാൻ വരികയാണെങ്കിൽ തന്നെ ഇനി നമ്മൾ കാണുന്നത് ആഫ്റ്റർ ഒരു 20 yearsൻ്റെ ഫ്യൂച്ചർ നമ്മൾ കാണുന്നത്. ആ ഫ്യൂച്ചർ വെച്ചിട്ട് വേണം നമ്മൾ ഡിസൈൻ ചെയ്യാനേ. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പണ്ട് ഇലക്ട്രിക്കൽ ഡ്രോയിങ് ചെയ്യുന്ന സമയത്ത് എവിടെയും CCTV പോയിന്റ് കൊടുത്തിരുന്നില്ല, വൈഫൈ പോയിന്റ് കൊടുത്തിരുന്നില്ല. ഇപ്പോൾ എല്ലാ വീട്ടിലും ഇതൊക്കെ കമ്പൽസറിയാണ്. CCTV, വൈഫൈ, ഈ നമ്മളെ നാട്ടിൽ ഇപ്പോൾ റിമോട്ടിങ് കാര്യങ്ങളൊക്കെ ഇതൊക്കെ കമ്പൽസറിയാണ്. ഇനിയുള്ള കാലം എന്ത് ചെയ്യണം, നമ്മളെ ഒന്നുകൂടി നമ്മളെ ഗവൺമെൻറ് ഒന്നുകൂടിയും അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ കമ്പൽസറി ആക്കി കഴിഞ്ഞാൽ ഒന്നുകൂടി നല്ല കാര്യമാണ്. ഈ നമ്മൾ പെർമിഷൻ കൊടുക്കുന്ന സമയത്ത് ഈ ഡ്രോയിങ്സ് ഒക്കെ ഒന്നുകൂടി അവർക്ക് നമ്മൾ ഒരു ബേസിക് പെർമിഷൻ ഡ്രോയിങ്സ് എടുക്കുമല്ലോ, ആ പെർമിഷൻ ഡ്രോയിങ്ങിൻ്റെ സമയത്ത് ഇതൊക്കെ ഒന്നുകൂടി ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊന്നുകൂടി ബെറ്റർ ഓപ്ഷൻസ് ആണ്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബെറ്റർ ഓപ്ഷൻസ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ കാണുന്നത് ഒരു 20-25 years ആഫ്റ്റർ നമ്മളെ ജനറേഷൻ അങ്ങനെ ആയിരിക്കണം. അത് വെച്ചിട്ടാണ് നമ്മൾ ബേസിക് ഡിസൈൻ, നമ്മൾ ആർക്കിടെക്ട് എന്നെല്ലാം സംസാരിക്കുകയാണെങ്കിൽ നമ്മൾ ബേസിക് കാര്യങ്ങൾ എന്ത് ചെയ്യണം, ഇംപ്ലിമെൻറ്റ് ചെയ്യണം. നിങ്ങളിപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസ് എന്തൊക്കെ? നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് പ്ലാനിങ്, ഡിസൈനിങ്, കൺസൾട്ടേഷൻ, അതായത് ഒരു ടേൺ കീ പോലെ പ്രോജക്ട്സ് നമ്മൾ ഹാൻഡ് ഓവർ ചെയ്യും. ഒരു ക്ലയൻറ്റിന് നമ്മളെ ക്ലയൻറ്റ്സ് പല സൈഡ് ക്ലയൻറ്റ്സ് ഉണ്ട്, നമുക്ക് NRI ക്ലയൻറ്റ്സ് ഉണ്ട്, കേരളത്തിൽ നിന്ന് ക്ലയൻറ്റ്സ് ഉണ്ട്. നമുക്ക് അവർക്ക് എന്താണോ നീഡ് അതായിരിക്കും നമ്മൾ ചെയ്യുക. ഇപ്പം നമ്മൾ NRI ക്ലയൻസിൻ്റെ കൺസ്ട്രക്ഷൻ അടക്കം നമ്മളെ കമ്പനിയാണ് റൺ ചെയ്യുന്നത്. അവർക്ക് അത് അവിടെ നിന്ന് വാച്ച് ചെയ്യാൻ പറ്റും. ക്യാമറ ത്രൂ അവർക്ക് ലൈവ് അപ്ഡേഷൻസ് ഉണ്ടാകും. അതാണ് അത് ചെയ്യുന്നു. ചില ക്ലയൻസ് നമുക്ക് പ്ലാനിങ്ങും 3D എലിവേഷൻ, സൈറ്റ് സൂപ്പർവിഷൻ അത് മാത്രം ചെയ്യുന്നുണ്ട്. കൺസൾട്ടിങ് മാത്രം അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഇൻറ്റീരിയർ ഫിറ്റ് ഔട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം ടോപ്പ് ടു ബോട്ടം ഒരു പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മൾ അതേപോലെ റിസോർട്ട് പ്രോജക്റ്റുകളും നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. നമ്മൾ അത്യാവശ്യം ഒരു കമ്പാരിറ്റീവ് നോക്കുമ്പോൾ നമ്മൾ റിസോർട്ട് പ്രോജക്റ്റ് ഹൈറ്റിൽ ചെയ്യുന്നുണ്ട്. നമ്മൾ നല്ലൊരു വോളിയം ഓഫ് റിസോർട്ട് പ്രോജക്റ്റും ഇപ്പോൾ ചെയ്തുകൊണ്ട് വെക്കുന്നുണ്ട്. അതർ സ്റ്റേറ്റിൽ ഇപ്പോൾ എക്സാമ്പിൾ മൈസൂർ ചെയ്യുന്നുണ്ട്, നമ്മൾ ഊട്ടിയിൽ പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട്, നമ്മൾ കൂർഗിൽ ചെയ്യുന്നുണ്ട്, പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ റിസോർട്ട്സ് ഒരുപാട് നമ്മൾ റിസോർട്ട്സ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈവൻ അതർ സ്റ്റേറ്റിലാണെങ്കിലും ഒരുപാട് റിസോർട്ട്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവരൊക്കെ നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത് കംപ്ലീറ്റ്ലി ഡ്രോയിങ്സ്, നമ്മളെ നമ്മൾ ഡ്രോയിങ്സ്, നമ്മളെ പ്രോപ്പർ സർവീസും നമ്മളെ പ്രോപ്പർ സൈറ്റ് വിസിറ്റും ഇതൊക്കെ കാര്യങ്ങളും നമ്മളൊക്കെ അപ്രോച്ചബിൾ ആയതുകൊണ്ടാണ് അവർ നമ്മളെ ഒന്നുകൂടി പ്രൊമോട്ട് ചെയ്യുന്നത്. നമുക്ക് കൂടുതൽ ക്ലയൻസ് വരുന്നതും ത്രൂ ആണ്. അപ്പോൾ നിങ്ങൾ കണക്ട് ചെയ്ത് കണക്ഷൻ റെഫറൻസ് ത്രൂ ആണ് നമ്മൾ ക്ലയൻസ് കൂടുതൽ നമുക്ക് അപ്രോച്ച് ചെയ്യുന്നത്. നിങ്ങളെ വീട് ചെയ്തിട്ട് നിങ്ങളെ ഫ്രണ്ട് സർക്കിൾ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ആ ഒരു സർക്കിൾ ഏരിയസിലാണ് നമുക്ക് കൂടുതലും ക്ലയൻസ് അങ്ങനെ പൈസ വരുന്നത്. അപ്പോൾ നമ്മൾ ടോട്ടൽ നമ്മൾ ബേസിക് എങ്ങനെ വെച്ചാൽ കംപ്ലീറ്റ്ലി കൺസൾട്ടേഷന്, പ്ലാനിങ്, കൺസൾട്ടേഷന്, നമ്മൾ ബേസിക് ക്ലയൻസിന് എന്ത് സർവീസ് ആണ് ആവശ്യം അത് ചെയ്യാം. ഓക്കെ. നിങ്ങൾ ഓഫീസ് കാര്യങ്ങളൊക്കെ വരുന്നത് പെരിന്തൽമണ്ണയാണ് അല്ലേ? പെരിന്തൽമണ്ണ ടൗണിലാണ് നമ്മൾ ഓഫീസ് വരുന്നത്. പ്രോപ്പർ പെരിന്തൽമണ്ണ ജസ്റ്റ് ടൗണിൽ 1 kilometer ഉള്ളൂ. തൃശ്ശൂർ റോഡിന് 1 kilometer ഓഫീസ് വരുന്നത്. ഓക്കെ, നമ്മൾ ഫ്യൂച്ചർ അപ്ഡേഷൻ വരെ നമ്മൾ കാലിക്കറ്റിലോട്ട് നമ്മൾ ഫ്യൂച്ചർ അപ്ഡേഷൻ പ്ലാൻ ചെയ്യാണ്. ഓക്കെ, നമ്മൾ ഇനി കാലിക്കറ്റിലോട്ട് നമ്മൾ ഇൻഷാല്ലാ നമ്മൾ മാറും, ഹബ്ബായി മാറി കാലിക്കറ്റിലോട്ട് നമ്മൾ ഇനി ഒരു ജസ്റ്റ് 6 month കൊണ്ട് നമ്മൾ അങ്ങോട്ടും കൂടിയും ഒരു ഓഫീസ് പ്ലാനിങ്ങിലുണ്ട്, നമുക്കൊരു ഫെയിമായി മാറുന്നുണ്ട്. അതെ, ഇതൊരു ഹബ്ബാണ്, ആർക്കിടെക്ചറൽ ഹബ്ബാണ് കാലിക്കറ്റ്. അപ്പോൾ നമ്മൾ അങ്ങോട്ടും കൂടി നമ്മൾ ഒരു ലിഫ്റ്റ് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട്. ഇവിടെ ഉണ്ട്, പ്ലസ് നമ്മൾ അവിടെയും കൂടി ഒരു ഓഫീസ്, ഒരു മദർ കമ്പനി ലെവലിൽ അവിടെ പ്ലാനിങ്ങിലുണ്ട് ഇപ്പോൾ. ഓക്കെ, അപ്പോൾ ഇൻഷാല്ലാ വരെ വെക്കുമ്പോൾ പ്ലാനിങ്ങിനൊക്കെ എന്തായാലും വരെ കോൺടാക്ട് ചെയ്യാം. അതെ, നിങ്ങൾ ആരെങ്കിലും പേഴ്സണലി വീട് വെച്ചിട്ടുണ്ടോ? ജസ്റ്റ് പേഴ്സണൽ ക്വസ്റ്റ്യൻ ആണ്. ഇല്ല, നമ്മളൊക്കെ വന്നത് നമ്മളെ പല വീട്ടിൽ വന്നത് വീട് റിനോവേറ്റ് ചെയ്തിട്ടുണ്ട്.
റെനോവേഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ എന്റെ മാരേജിനോട് എന്റെ വീട് റെനോവേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ യാസറിന്റെ മാരേജിനോട് റെസ്റ്റോറേഷൻ റീസ്റ്റോറേഷൻ ആണ് ട്രഡീഷണൽ വീടായിരുന്നു. ഷിജാഫ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഷിജാഫ് വീട് ചെയ്തുകൊണ്ട് അവന്റെ കല്യാണം ഓൾമോസ്റ്റ് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോ അവനെ ചെയ്തു ഇതിന്റെ ഇടയിൽ കൂടെ അല്ലേ. അപ്പോൾ അവന്റെ കാര്യം അപ്പോൾ അതും വീട് റിനോവേറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അതിപ്പോ ഞാൻ റീസ്റ്റോറേഷൻ ചെയ്തു, റിനോവേഷൻ ചെയ്തു. എന്റെ ട്രഡീഷണൽ വീടായിരുന്നു, അത് റീസ്റ്റോറേഷൻ ചെയ്തു. എന്റേതും എന്റെ വീടും തറവാടായിരുന്നു. ഞാൻ കംപ്ലീറ്റ്ലി ഡിമോളിഷ് ചെയ്ത് വീട് ചെയ്തു. എൻ്റെ ഒരു 15-60 ഇയേഴ്സ് ബാക്കിലൊരു തറവാടായിരുന്നു. ഞാൻ കംപ്ലീറ്റ് ഒരു 2007 കംപ്ലീറ്റ് ഡിമോളിഷ് ചെയ്ത് കംപ്ലീറ്റ് ഒരു പുതിയ വീട് വെക്കുക ചെയ്തത്. ഇനിയിപ്പോൾ നമ്മളെ ഫ്യൂച്ചർ നമ്മളെ ആർക്കിടെക്ട് എന്നുള്ള നമ്മളെ പ്ലാൻ എങ്ങനെ വെച്ചാൽ നമുക്കും ഒരു ഡ്രീം പ്രൊജക്റ്റ് നമ്മളെ പ്ലാനിങ്ങിലുണ്ട്. നമ്മൾ നല്ലൊരു ഒരു വാഗമണിലോ അല്ലെങ്കിൽ മൂന്നാറോ അവിടെയൊക്കെ നമ്മൾ നല്ലൊരു റിസോർട്ട് പ്രൊജക്റ്റ് നമ്മളെ മൈൻഡിലുണ്ട്. നമ്മളെ കംപ്ലീറ്റ്ലി നമ്മളെ ഡിസൈൻ ചെയ്ത് നമ്മളെ കംപ്ലീറ്റ്ലി തീം വർക്കൗട്ട് ചെയ്ത ഒരു പ്ലാൻ നമ്മളെ ഒരു പ്ലാനിങ്ങിലുണ്ട്. അതാണ് നമ്മൾ മൂന്നാളെയും ഫ്യൂച്ചർ പ്ലാൻ ഇപ്പോൾ അതാണ്. നിങ്ങൾ എത്ര വർഷമായി ഇപ്പോൾ ഈ ഫേം തുടങ്ങിയിട്ട്? ഓൾമോസ്റ്റ് 2022 നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഓൾമോസ്റ്റ് 4 years ആയി. ഇനീഷ്യലി നമ്മൾ ഫ്രീലാൻസ് ആയിട്ടായിരുന്നു ചെയ്തിരുന്നത്. ഓഫീസൊക്കെ റൺ ചെയ്തത് സിസ്റ്റമായി മാറിയിട്ട് ഇപ്പോൾ ഒരു 2 years ആയി സിസ്റ്റമായിട്ട് മാറിയിട്ട് ബാക്കി ഇൻഡിവിജ്വലായിട്ട് നമ്മൾ വർക്ക് എടുക്കായിരുന്നു. ഇപ്പോൾ എത്ര സ്ട്രെങ്ത് ഉണ്ട്? ഞാൻ ക്ലബ് ആവും. ഇപ്പോൾ എത്ര ആളുണ്ട് ടീമിൽ? നമ്മൾ ഓൾമോസ്റ്റ് ഒരു 15 മെമ്പേഴ്സ് ഉണ്ട് ഓഫീസിൽ. 15 സ്റ്റാഫ് നമ്മളെല്ലാവരും കൂടിയിട്ട് 15 മെമ്പേഴ്സ് ഉണ്ട്. നിങ്ങൾ നമുക്ക് അഡീഷണൽ സ്റ്റാഫ്സ് ഉണ്ടാവും. ഈ സ്ട്രക്ചറൽ നമ്മൾ കൺസൾട്ടേഷൻസ്, ഇലക്ട്രിക്കൽ കൺസൾട്ടേഷൻസ്, അങ്ങനെ ലാൻഡ്സ്കേപ്പ് കൺസൾട്ടേഷൻസ്, പെർമിറ്റ് ഡ്രോയിങ്സ്, ഇതിനൊക്കെ അഡീഷണൽ സ്റ്റാഫ് നമുക്ക് വേറെ ഉണ്ട്. ഔട്ട്സോഴ്സിംഗ് സ്റ്റാഫ്സ് ഉണ്ടാവും, ലേബേഴ്സ് വേറെ. ഓഫീസ് സ്റ്റാഫ് അല്ല, ഓഫീസിലും 15 ആണ്. നിങ്ങൾ 3 ആളാണ് ഫൗണ്ടേഴ്സ്? നമ്മൾ 3 പേരെ ഫൗണ്ടേഴ്സ്. ഓക്കെ. അപ്പോൾ എന്നാ പാരിസ് എന്നാ മൈൻഡ് അപ്പ് ചെയ്യാം അല്ലേ? അതെ. അപ്പോൾ താങ്ക് യു സോ മച്ച്. ആൻഡ് നിങ്ങളുടെ എല്ലാവിധ ആശംസകളും. ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു നിങ്ങളെ നെയിമിന്റെ കാര്യത്തിലായിരുന്നു. കുറെ പേര് ഇറക്കിന്ന് വായിക്കുന്നുണ്ട്, കുറെ പേര് ഇറച്ചിന്ന് വായിക്കുന്നുണ്ട്. ഇനി നമ്മൾ നിങ്ങൾ അങ്ങോട്ട് ചോദിക്കട്ടെ, നിങ്ങൾ എങ്ങനെ ഇതിലോട്ട് എത്തിയത്? ഇപ്പോൾ ജസ്റ്റ് ഒരു പോയിന്റ് വെച്ച് നിർത്തിയാൽ മതി. അല്ല നിങ്ങൾ എന്താ വായിച്ചേ? വായിച്ചത് ഞാൻ ഇറച്ചിന്ന അല്ല, ഇതല്ല ഞാൻ ഇറച്ചിന്ന പണ്ടേ പറയാറുന്നത്. അപ്പോൾ നമുക്ക് ഏതൊരു പോയിന്റിൽ നമ്മൾ ഒരാളെ ഇറക്കി എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഡൗട്ടായി. ഇപ്പോൾ നിങ്ങളോട് ഇറക്കി നിങ്ങൾ പേരിട്ട് നമ്മൾ ഇറച്ചി എന്ന് പറയുന്നത് ശരിയല്ലല്ലോ. അതാണ് സത്യം പറഞ്ഞത്. മലയാളത്തിൽ കൂടെ കറക്റ്റാണ്. മറ്റേ ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ നമുക്കത് കൺഫ്യൂഷൻ ആണ്. ERCI ഞങ്ങൾ പലവട്ടം പറഞ്ഞ കാര്യമാണിത്. അതായത് ഞങ്ങൾ പേരിട്ടപ്പോൾ ഷോർട്ടാക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണത്. അപ്പോൾ CHI എഴുതിൻ്റെ പകരം CI എഴുതിയത് ഇറ്റാലിയനിൽ CI എന്ന് പറഞ്ഞാൽ ചീ എന്നാണ് പ്രൊണൗൺസ് ചെയ്യുക. ഓക്കെ. അപ്പോൾ അങ്ങനെ എഴുതതാണ്, അല്ലാതെ വേറെ ഓൾമോസ്റ്റ് എല്ലാ വീഡിയോസും കണ്ടിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഇങ്ങനെ ഒരു പോയിന്റ് നമുക്ക് സ്ട്രൈക്ക് ചെയ്തിട്ടില്ല. ഓക്കെ. അപ്പം എന്നാ നിങ്ങളൊന്നും വിടുന്നില്ലല്ലോ. നമുക്ക് നീ അല്ല പേരുടെ പ്രത്യേകിച്ച് റീസൺ ഒന്നുമില്ല. നമ്മളിങ്ങനെ ഇരുന്ന് എന്ത് ലൈക്ക് ഒരു മലബാർ ടച്ച് ഇല്ല. നമ്മളെന്തായാലും നമ്മളെ സ്ലാങ് എല്ലാം മലബാർ തന്നെ ആയിരിക്കും. നമ്മൾ സംസാരിക്കുന്നതെല്ലാം ആ ഒരു സ്ലാങ് തന്നെ ആയിരിക്കും. അപ്പം മലബാർ സ്ലാങ്ങിൽ ഒരു യുണീക്ക് നെയിം അത്ര ഉദ്ദേശിച്ചുള്ളൂ. നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം അല്ലേ? അപ്പോൾ ഓക്കെ. അപ്പോൾ ശരി എന്നാ. താങ്ക് യു. ഗുഡ് ലക്ക്. താങ്ക് യു.